ടെസ്റ്റമെന്ററി ഡിസ്പോസിഷൻ. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അയാളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ, മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആർക്കാണ് പോകേണ്ടത് എന്ന് ഒരു റൈറ്റിംഗിൽ എഴുതി വെച്ചിരുന്നാൽ നമുക്ക് അതിന് അങ്ങനെ കിട്ടുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? ടെസ്റ്റമെന്ററി വാക്കാ, ടെസ്റ്റമെന്ററി ഡിസ്പോസിഷൻ. അപ്പൊ ടെസ്റ്റമെന്റ് എന്ന് പറഞ്ഞാൽ വിൽ എന്നുള്ള വാക്കാണ്. വിൽപത്രം, ടെസ്റ്റമെന്റ്. അത് നമുക്ക് മുസ്ലിം ലോയിലോട്ട് വരുമ്പോൾ വസിയത്ത് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ അതിനകത്ത് കൊഡിസിൽ പല വാക്കുകൾ. അപ്പൊ ഇതെല്ലാം എന്താണ്? ഡിസ്പോസിഷൻ. അപ്പോൾ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രോപ്പർട്ടി ആർക്ക് പോകുന്നുള്ളതിനെ നമുക്ക് ഒന്നുകിൽ എന്താണ് വിത്ത് വിൽ. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന വാക്ക് എന്താണ്? ഇറ്റ്സ് കോൾഡ് ടെസ്റ്റമെന്ററി ഡിസ്പോസിഷൻ അല്ലെങ്കിൽ ടെസ്റ്റമെന്ററി സക്സഷൻ. അപ്പൊ അതിൽ വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. കാരണം എന്താണ്? ഓൾറെഡി ഒരു വ്യക്തിയുടെ വില്ലല്ലേ, വില്ല് അയാൾ എഴുതി വെച്ചാൽ ഇറ്റ് ഹാസ് ടു ബി എക്സിക്യൂട്ടഡ്. നിങ്ങളിത് ജൂറിസ്പ്രുഡൻസ് പോലും പഠിച്ചതാണ്. ഒരു ഡെഡ് പേഴ്സണിന് പോലും പല റൈറ്റ്സും നമ്മൾ പഠിച്ചിട്ടില്ലേ? അല്ലേ? ഞാനത് ജൂറിസ്പ്രുഡൻഷ്യലി പറഞ്ഞു തരാം. അപ്പോൾ ഒരു വ്യക്തിക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അയാളുടെ പ്രോപ്പർട്ടി മരണശേഷം ആർക്ക് പോകാമെന്ന് എഴുതി കൊടുക്കാം. അപ്പം അയാൾക്ക് തന്നെ തീരുമാനിക്കുന്നതിന്റെ പേരാണ് ടെസ്റ്റമെന്ററി ഡിസ്പോസിഷൻ, അല്ലെ ടെസ്റ്റമെന്ററി സക്സഷൻ എന്നാ വിളിക്കുന്ന. അപ്പൊ ടെസ്റ്റമെന്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്? വിൽ. അതിൽ നമ്മൾ വിൽപത്രം എഴുതി വെക്കുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന വാക്ക് ടെസ്റ്റേറ്റർ എന്ന് പറയും. ഇറ്റ്സ് കോൾഡ് ടെസ്റ്റേറ്റർ. ഇനി ആർക്കാണോ, ആരുടെ പേരിലാണോ ഇത് എഴുതി വെക്കുന്നത് അയാളെ നമ്മൾ ലെഗേറ്റി എന്ന് പറയും. ലെഗേറ്റി. ഇനി ആ പ്രോപ്പർട്ടിയുടെ പേര് ബിക്വസ്റ്റ് എന്നാ പറയുന്നത്. ബിക്വസ്റ്റ്. അപ്പൊ ഞാൻ ആദ്യം ഒരു ഇൻട്രോ, 2 കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകണം. ഒരു സക്സഷൻ എന്നുള്ള ഒരു എസ്സേ എടുത്തിട്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. ടോപ്പിക് ഈസ് സക്സഷൻ. അപ്പൊ സക്സഷൻ ഒരു മാർഗം ഞാൻ പറഞ്ഞു. ടെസ്റ്റമെന്ററി സക്സഷൻ എന്ന് പറയുമ്പോൾ എ പേഴ്സൺ എക്സിക്യൂട്ട്സ് എ വിൽ ഓർ ടെസ്റ്റമെന്റ്, അല്ലെ അതിന്റെ ഒരു പാർട്ടിനെ നമ്മൾ കൊഡിസിൽ എന്നൊക്കെ പറയുന്നത്. പോട്ടെ, പല ടെർമിനോളജി ഉണ്ട്. അപ്പൊ ഇതിനെ വിൽപത്രം എക്സിക്യൂട്ട് ചെയ്തിട്ട് അയാൾ മരിക്കുമ്പോൾ വിൽപത്രത്തിൽ പറഞ്ഞ പ്രോപ്പർട്ടി പോകും. ഓക്കെ, അത് നമ്മൾ എന്ത് വിളിക്കും? ടെസ്റ്റമെന്ററി സക്സഷൻ. അപ്പൊ അവിടെ നമ്മൾ 3 വാക്കും പഠിച്ചു. ആരാണോ, അപ്പൊ എ ആണ് വിൽപത്രം എഴുതി വെക്കുന്നെങ്കിൽ എയുടെ പേര് ടെസ്റ്റേറ്റർ. അത് ബിക്കാണെങ്കിൽ എഴുതി വെച്ചിരുന്നാൽ ബിയുടെ പേര് ലെഗേറ്റി. ഇനി ആ പ്രോപ്പർട്ടിയുടെ പേര് ബിക്വസ്റ്റ് എന്നാണ്. ബിക്വസ്റ്റ്. ഓക്കെ, ഇത്രയും പറഞ്ഞു. ഇത് എല്ലാ സമയത്തും പ്രാബല്യത്തിൽ വരാൻ പറ്റില്ലല്ലോ, സാധ്യമല്ലല്ലോ. അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് എഴുതി വെക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വ്യക്തി മരിച്ചു പോകും. അപ്പൊ അവിടുത്തെ ചോദ്യം, അയാളുടെ പ്രോപ്പർട്ടി ആർക്കാണ് പോകേണ്ടത്? അപ്പൊ അതിന്റെ പേരാണ് ഇൻടെസ്റ്റേറ്റ് സക്സഷൻ. അപ്പൊ വിത്തൗട്ട് വില്ലാണെങ്കിൽ അതിന്റെ പേര് ഇൻടെസ്റ്റേറ്റ് സക്സഷൻ. എ പേഴ്സൺ ഡൈസ് വിത്തൗട്ട് എക്സിക്യൂട്ടിംഗ് എ വിൽ. The question, legal question or the question before the law or the court is to whom his property devolves. അപ്പൊ അതിന് നമുക്കുള്ള ഇന്ത്യയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഏകീകൃത സിവിൽ കോഡ് ഇല്ല, യൂണിഫോം സിവിൽ കോഡ് ഇല്ലാത്തത് കൊണ്ട് 5 മതക്കാർക്കും, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ഹിന്ദുസ്, പാഴ്സീസ്, ജ്യൂസ്, ഈ 5 പേർക്ക് വ്യത്യസ്തമായിട്ടാണ് ഇത് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതിൽ കൂടുതൽ നമ്മുടെ ഇപ്പൊ സിലബസിൽ കിടക്കുന്നത് ഇൻറ്റർസ്റ്റേറ്റ് സക്സഷൻ ആണ്. വിൽപത്രം എഴുതി വെക്കാതെ ഒരു ഹിന്ദു മരിച്ചു, അപ്പോൾ അതാണ് ഒരു, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി മരിച്ചു, അല്ലെങ്കിൽ ഒരു മുസ്ലിം മരിച്ചു, പ്രോപ്പർട്ടി എങ്ങനെ പോകണം, അതാണ് മെയിനായിട്ടുള്ള ഈ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വിൽപത്രം എഴുതി വെച്ചാൽ വിൽപത്രം വഴി പോകുന്നതിനെ പറ്റി കുറച്ച് പ്രൊവിഷൻസ് ഇല്ല. അപ്പൊ മേജർ എസ്സേ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്താണ്? സക്സഷൻ. അതിൽ ഹിന്ദു ഞാൻ ആദ്യം തുടങ്ങാം. അത് ഹിന്ദു, രണ്ടാമത് മുസ്ലിംസ്, മൂന്നാമത് ക്രിസ്ത്യൻസ് പറഞ്ഞു. അപ്പൊ ഇത് 3 നമ്മൾ സെപ്പറേറ്റ് ആ ഒരു യൂണിറ്റ് പെട്ടെന്ന് തീർത്തുതരാം. അപ്പൊ ഞാനിപ്പോൾ ആദ്യത്തെ ടോപ്പിക് ഇതിനകത്ത് ഈ പേപ്പറിലെ സിലബസ് വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ പറയാൻ പോകുന്നത് ഹിന്ദു സക്സഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എസ്സേ ആദ്യം പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ആ എസ്സേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഒരു ത്രെഡ് ഞാൻ പറഞ്ഞു തരാം. അത് ആ ത്രെഡ് ഇപ്പൊ ഹിന്ദു ആണ് ആദ്യം പറയുന്നത്. ഹിന്ദുവിലുള്ള ആ പ്രോപ്പർട്ടി റൈറ്റ്സ് അതിനെപ്പറ്റി ഒരൊറ്റ എസ്സേ പ്രിപ്പയർ ചെയ്താൽ, ആ എസ്സേ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ കോമൺ ത്രെഡായിട്ട് പരീക്ഷയ്ക്ക് എഴുതേണ്ട ഒറ്റ പോയിന്റേ ഉള്ളൂ. ഇത് മെയിൽസിന് മാത്രം പ്രോപ്പർട്ടി റൈറ്റ്സ് കിട്ടിയതിലെ അതിനെതിരെ സ്ത്രീകളുടെ ഒരു ഫൈറ്റ് ആണ് നമ്മൾ ആ പേപ്പറിൽ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഹിന്ദു ലോ നമ്മൾ എടുക്കുമ്പോൾ ഒറ്റ ത്രെഡ് ഞാൻ പറഞ്ഞു തരാം. പ്രോപ്പർട്ടിയിൽ സ്ത്രീകൾക്ക് റൈറ്റ് ഇല്ലായിരുന്നു. ആ റൈറ്റ് പതുക്കെ 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 കിട്ടി ഇപ്പോ സ്ത്രീക്ക് എന്ത് കിട്ടി, അതാണ് ആ ഒരു ത്രെഡിൽ ആ ഒരു എസ്സേ. അങ്ങനെ നിങ്ങൾ ആ ഒരു എസ്സേ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഹിന്ദുവിനെ പറ്റി ഈ പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾ അതാണ് ഒറ്റ കോമൺ ത്രെഡായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ആ ഹിന്ദു സക്സഷനെ പറ്റിയുള്ള ഒരു എസ്സേയിലുള്ള ത്രെഡ്, കോമൺ ത്രെഡ് ഞാൻ വീണ്ടും പറഞ്ഞു തരാം. മൊത്തത്തിൽ രണ്ടും സക്സഷനും രണ്ടും കൂടെ ചേർത്ത് പറയാം. അതിൽ ഒരു സ്ത്രീയുടെ റൈറ്റിന്റെ ആംഗിളിൽ കാണുന്നതാണ് ഇത് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പം ഈ പേപ്പർ. ഓക്കെ, അപ്പോൾ സ്ത്രീക്ക് ഒരു റൈറ്റും ഇല്ലാത്ത ഒരു സ്റ്റേജിൽ നിന്ന് നമ്മളിപ്പോൾ കാണുന്ന ഈ 2021 നമ്മൾ നിൽക്കുമ്പോൾ
ഒരു പ്രോപ്പർട്ടിയിൽ മെയിൽസിനെ പോലെ തന്നെയാണ് ആർക്കും റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്, സ്ത്രീക്കും. അപ്പൊ ഈ ഒരു 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 സ്ട്രഗിൾ അല്ലെങ്കിൽ ആ ഒരു കിട്ടുന്ന പതുക്കെ 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 കിട്ടി കിട്ടി വരുന്ന ഒരു ഹിസ്റ്റോറിക്കലായിട്ടാണ് നമ്മൾ ഈ പേപ്പർ ഡിവൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഹിന്ദു സക്സഷന് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി നിങ്ങളെ ഞാനിപ്പോൾ ഒരു ഏൻഷ്യൻ പീരീഡിലോട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുകയാണ്. അവിടെ നിന്ന് തുടങ്ങാം. പക്ഷെ ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു 2021 നമ്മൾ നിൽക്കുന്നു. ഇവിടെ അറിയാലോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 വന്നു. അതിൽ നമുക്ക് ഇക്വാളിറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ഇപ്പം നമ്മൾ എത്ര വർഷത്തിന് ശേഷം നിൽക്കുക? 2021 നിൽക്കുക. ഇതേ വിഷ്വൽ തന്നെ നമുക്ക് ക്രിസ്ത്യൻ ലോയിലും കാണാം. നിങ്ങൾക്ക് അറിയാമല്ലോ, മേരി റോയുടെ കേസൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? അപ്പോൾ ഹിന്ദുക്കളിൽ മാത്രമല്ല, ഈ സക്സഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മേരി റോയുടെ കേസും കൂടെ പഠിച്ചിട്ടേ ക്രിസ്ത്യൻ സ്ത്രീകളുടെ സ്വത്തവകാശത്തിനെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ മുസ്ലിം ലോയിലും ഉണ്ട്, അതിലും എന്താ കുറച്ച് വ്യത്യാസമുണ്ട്. അതിൽ വലിയ കുഴപ്പമില്ല, പറഞ്ഞുതരാം നെക്സ്റ്റ്. അപ്പം നമ്മൾ ആദ്യം ഹിന്ദു ലോ ആണ് ഒറ്റ ഫസ്റ്റ് എസ്സേ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര ഇൻട്രോ പറഞ്ഞു, ഇനി ഇൻട്രോയിലോട്ട് ചെയ്യാൻ പോകുന്നില്ല. 2 തരത്തിലുള്ള സക്സഷൻ ഉണ്ടെന്ന് പറഞ്ഞു. വിത്ത് വില്ലാണെങ്കിൽ അത് ടെസ്റ്റമെന്ററി സക്സഷൻ എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ 3 വാക്ക് വിളിച്ചത് എന്താണ്? ടെസ്റ്റേറ്റർ, ലെഗേറ്റി, ബിക്വസ്റ്റ്. പ്രോപ്പർട്ടിയുടെ പേര് ബിക്വസ്റ്റ്. അതിനെപ്പറ്റി പറഞ്ഞുതരാം. പിന്നെ രണ്ടാമത് പറഞ്ഞു ഇൻറ്റെസ്റ്റേറ്റ് സക്സഷൻ, അതായത് വിൽപത്രം എഴുതി വയ്ക്കാതെ ഒരാൾ മരിച്ചു, അപ്പോൾ ആർക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെയാണ് നമ്മൾ യൂണിഫോം സിവിൽ കോഡിന്റെ അഭാവത്തിനെ പറ്റി, ഞാനത് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ പറ്റി ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം, ചിലപ്പോൾ ചോദിച്ചാലോ. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് വ്യത്യസ്തമായിട്ട് ഹിന്ദുസ്, ക്രിസ്ത്യൻ, മുസ്ലിം വരെ പഠിക്കേണ്ടത്. പാഴ്സിയും ജ്യൂസും നമ്മുടെ സിലബസിലില്ല, ഉണ്ടെങ്കിൽ അതും കൂടെ പഠിക്കേണ്ടി വന്നേനെ. പോട്ടെ, അപ്പോൾ ഹിന്ദു ലോ ഞാൻ ആദ്യം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ പ്രോപ്പർട്ടിയിൽ ഉള്ള റൈറ്റ്സിനെ പറ്റി പറയാൻ വേണ്ടി ഞാൻ ഹിന്ദു ലോയിൽ നമ്മളെ കൂട്ടിക്കൊണ്ട് നിങ്ങളെ ഞാൻ എന്താണ് ഇന്ത്യയിലോട്ടല്ല, ഹിന്ദു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലല്ലേ, അപ്പോൾ ഇന്ത്യയിലുള്ള പഴയ ഏൻഷ്യൻ സിസ്റ്റത്തിലോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അന്ന് നിങ്ങൾക്കറിയാം, ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ ഉപജീവന മാർഗം ഏതേ ഉള്ളൂ? അഗ്രികൾച്ചർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇത്? സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം. ഞാൻ പണ്ട് ഹിസ്റ്റോറിക്കലായിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുക. അപ്പോൾ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പോട്ടങ്ങ് പോവുക, ബാക്കിലോട്ട് പോകുക. 2021 ഇപ്പം നിങ്ങൾ ഈക്വൽ ആണ്, ആണിനും പെണ്ണിനും ഒക്കെ ഒരേപോലെ എന്താണ് ലീഗൽ ഹെയർ ആയിട്ട് പ്രോപ്പർട്ടി കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇത് പക്ഷേ ഇങ്ങനെയല്ല, ഈ സിലബസിൽ വരുമ്പോൾ നേരെ കുറച്ച് പഠിക്കേണ്ടി. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുന്നത് അഗ്രികൾച്ചർ മാത്രം സോഴ്സ് ഓഫ് ഇൻകം ഉള്ള ഒരു ഹിന്ദു സിസ്റ്റത്തിന്, അല്ലെങ്കിൽ ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മൾ പോയി നിൽക്കുക. അപ്പോൾ അതിനുള്ള പ്രശ്നം എന്താണ്? ആ അഗ്രികൾച്ചറൽ ലാൻഡ് കിടക്കുമ്പോൾ ഒരുപാട് കൈകളും കാലുകളും വേണം കൃഷി ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? ഹിന്ദുക്കൾ, ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ഹിന്ദുക്കളെല്ലാം പ്രോപ്പർട്ടി ഒരുമിച്ച് പൊസസ് ചെയ്ത് ഒരു റൂഫിന്റെ കീഴിൽ താമസിച്ച് കൃഷി ചെയ്ത് ജീവിച്ചു വന്നു. ഇങ്ങനെ വന്ന് ഡെവലപ്പ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി സിസ്റ്റം. എന്താണ് ജോയിന്റ് ഹിന്ദു ഫാമിലി സിസ്റ്റം? ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ എന്താണ് സക്സഷനെ പറ്റി റൈറ്റ് പഠിക്കുമ്പോൾ നമ്മൾ എവിടെ പോണ്ടി വരുന്നു? ജോയിന്റ് ഹിന്ദു ഫാമിലി സിസ്റ്റത്തിലോട്ട് നമ്മൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ അന്ന് അത് എന്തുകൊണ്ടാണ് ആ സിസ്റ്റം ഹിന്ദുക്കളുടെ മാത്രം ഒരു പെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്? അത് HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നോ ജോയിന്റ് ഹിന്ദു ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. അന്ന് പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞത് 2 ഗ്രൂപ്പ് ഓഫ് ആളുകൾ സിസ്റ്റമാണ് അന്ന് എക്സിസ്റ്റ് ചെയ്തത്. ഒന്നെന്ന് പറഞ്ഞാൽ 2 വ്യക്തികൾ എഴുതിയ ഒരു ലോ ട്രീറ്റീസസ് ഡെവലപ്പ് ചെയ്ത 2, ഇപ്പം നമ്മൾ മുസ്ലിംസിൽ തന്നെ നിങ്ങൾ പഠിച്ചോ, പണ്ട് സുന്നീസും ഷിയാസും എന്നൊക്കെ പഠിച്ചില്ലേ? 2 കാറ്റഗറി നിങ്ങൾ പഠിച്ചില്ലേ? സുന്നി ലോയും ഷിയ ലോയും എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ ഹിന്ദുവിലോട്ട് ചെല്ലുമ്പോൾ ഇതേപോലെ 2 വിധത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നിന്റെ പേര് മിതാക്ഷര. ഒന്നെന്താണ്? അപ്പൊ ജോയിന്റ് ഫാമിലി സിസ്റ്റം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ആ സിസ്റ്റം ഫോളോ ചെയ്ത ഹിന്ദുക്കളെ നമുക്ക് 2 ഗ്രൂപ്പായിട്ട് തരംതിരിക്കാം. ഒന്ന് മിതാക്ഷര സിസ്റ്റവും വേറൊന്ന് ദേഭാഗ സിസ്റ്റം എന്നാണ് പറയുന്നത്. വ്യത്യാസം മനസ്സിലായി, 2 സിസ്റ്റം. അപ്പൊ ഈ സക്സഷന് വേണ്ടി നമ്മൾ പഠിച്ചു പോയപ്പോൾ എന്താണ് ജോയിന്റ് ഹിന്ദു ഫാമിലി എന്താണെന്ന് കണ്ടു. അപ്പൊ ജോയിന്റ് ഹിന്ദു ഫാമിലി വിഷ്വൽ കിട്ടിയല്ലോ. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്ന മെയിലും ഫീമെയിലും അവർക്ക് ജനിക്കുന്ന മക്കളും മരുമക്കളും എല്ലാം അതിനകത്തുണ്ട്. ഒരു മിക്സ് ആണും പെണ്ണും ഉള്ളൊരു ഫാമിലി തന്നെയാണ്. ഫാമിലി എന്നുള്ള വാക്കിൽ മെയിലും വരും ഫീമെയിലും വരും. ഓക്കെ, പക്ഷെ അവിടെ ഈ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ 2 സിസ്റ്റമാണ് പ്രിവെയിൽ ചെയ്തത്. ഒരു സിസ്റ്റത്തിന്റെ പേര് മിതാക്ഷര സിസ്റ്റവും വേറൊരു സിസ്റ്റത്തിന്റെ പേര് ദേഭാഗ സിസ്റ്റവും. ഇത് തമ്മിലുള്ള വ്യത്യാസം ആദ്യം പറഞ്ഞുതരാം. മിതാക്ഷര സിസ്റ്റം എന്താണ് ആ സിസ്റ്റം എന്ന് ചോദിച്ചാൽ, അത് വിജ്ഞാനേശ്വര എന്ന് പറഞ്ഞൊരാള് വിജ്ഞാനേശ്വര എന്ന് പറഞ്ഞൊരാള് ഒരു സ്മൃതി, യജ്ഞവാൽക്യ സ്മൃതി മാത്രം എടുത്ത് പഠിച്ച് അതിൽ നിന്നുണ്ടാക്കിയ കുറച്ച് റൂൾസ് ഗവേൺ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്താണ് മിതാക്ഷര സിസ്റ്റം. അപ്പൊ ചില ഹിന്ദു ജോയിന്റ് ഫാമിലി നമ്മൾ നോക്കുമ്പോൾ അവരേത് സിസ്റ്റത്തിലോട്ടാണ് അവരുടെ ചായ്വ് ഏതിലോട്ടാണ്? മിതാക്ഷര ഫിലോസഫിയാണ്. അപ്പൊ അത് അല്ലേ വിജ്ഞാനേശ്വര എന്ന് പറഞ്ഞൊരാള് യജ്ഞവാൽക്യ സ്മൃതി മാത്രം എടുത്ത് പഠിച്ചിട്ട് തയ്യാറാക്കി കുറച്ച് റൂൾസ് വെച്ചിട്ടാണ് അവർ ഫോളോ ചെയ്ത് പോകുന്നത്. പക്ഷെ നമുക്ക് വേറൊരു ചെറിയ ഗ്രൂപ്പിനെ അന്ന് കാണാൻ കഴിയും.
അതാരെന്ന് വെച്ചാൽ ജിമൂത വാഹന എന്ന് പറഞ്ഞ വേറൊരാള് എല്ലാ സ്മൃതികളും പഠിച്ച് മനസ്സിലാക്കി അതിന്റെ ഒരു സംക്ഷിപ്തമായിട്ട് ഒരു ഡൈജസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അത് ഫോളോ ചെയ്യുന്ന ആളുകൾ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ തന്നെ ഒരു ഏരിയ മാത്രം എടുത്തു വെച്ച് പഠിച്ചിട്ട് ഒരു കണ്ടത്തിലെത്തുന്നതും കുറെ കാര്യങ്ങൾ എടുത്ത് എല്ലാത്തിനും കൂടെ എടുത്തിട്ട് ഒരു ഡൈജസ്റ്റ് ചെയ്ത് സമ്മറി ആക്കുന്നതിലും കൂടുതൽ നല്ലത് ഏതായിരിക്കും ചോദിക്കുക. ആരെങ്കിലും ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുക, കാരണം അത് തിയററ്റിക്കലി പറഞ്ഞുതരാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ. യെസ്, രണ്ടാമത്തെ. യെസ്, ഓക്കെ. അപ്പൊ അത് നല്ലതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അവിടെ വ്യത്യാസം പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് നല്ലതെന്ന് പറയാൻ കാര്യം, ഒരു മെയില് മരിച്ചാൽ ആ ദേഭാഗ സിസ്റ്റത്തിലുള്ള സ്ത്രീകൾക്ക് പ്രോപ്പർട്ടിയിൽ അവകാശം കിട്ടുമായിരുന്നു ഇപ്പോഴത്തെ പോലെ. ഓക്കെ, അപ്പൊ ദേഭാഗ സിസ്റ്റത്തിൽ ഇന്ന് നമ്മൾ കാണുന്നതിനൊക്കെ തന്നെ സ്ത്രീകൾക്ക് എന്തുണ്ടായിരുന്നു എന്നാണ് ഞാനത് പറഞ്ഞത്. എന്തുണ്ടായിരുന്നു? പ്രോപ്പർട്ടിയിൽ റൈറ്റ് ഉണ്ടായിരുന്നു. ഒരു ഭർത്താവ് മരിച്ചാൽ ആ വൈഫിനും മകൾക്കും ആ പ്രോപ്പർട്ടി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതിലില്ല, അതാണ് പോയിന്റ്. ഏതിലില്ല എന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതിലില്ല, ഇല്ല. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങൾ ശരിക്കും ഉണ്ടല്ലോ, ദേഭാഗയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ദേഭാഗ ബംഗാളിലും ആസാമിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലായിടവും ഏതായിരുന്നു ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരുന്നത്? മിതാക്ഷര. അപ്പോൾ അതിന്റെ ഡ്രോബാക്ക് മനസ്സിലായല്ലോ. അന്ന് ദേഭാഗയിലുള്ള കുറച്ച് സ്ത്രീകൾക്ക് മാത്രമേ പ്രോപ്പർട്ടിയിൽ ഓണർഷിപ്പും റൈറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ തിരിച്ചറിവ്. അപ്പൊ നമ്മൾ നേരെ അപ്പൊ അതൊരു സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം, സ്ത്രീകൾക്ക് മാത്രമല്ല സ്ത്രീകൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത്, ദേഭാഗ സിസ്റ്റം. പക്ഷേ സ്ത്രീകൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാത്തൊരു സിസ്റ്റമാണ് മിതാക്ഷര സിസ്റ്റം. അപ്പൊ നമ്മൾ ആ സിസ്റ്റത്തിലോട്ട് ഇനി വരാൻ പോവാം. വ്യത്യാസം മനസ്സിലല്ലോ. ഇനി നമ്മൾ ഇനിയിപ്പോൾ മിതാക്ഷര വെച്ചിട്ടാണ് കൂടുതൽ പറയുന്നത്. കാരണം ബംഗാളിലും ആസാമിലും ഒഴിച്ച് ബാക്കി എല്ലാ ഇന്ത്യ മൊത്തം മിതാക്ഷരയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് കേട്ടോളൂ. ശരി, ഇപ്പൊ എക്സാമ്പിൾ ഞാനൊരു മിതാക്ഷര കൂട്ടുകുടുംബത്തിൽ ഞാൻ ആണായിട്ട് ജനിച്ചെന്ന് വിചാരിക്കുക. ജനിച്ചോടം തന്നെ എൻ്റെ അച്ഛൻ്റെ കയ്യിലോ അച്ഛൻ്റെ അച്ഛൻ്റെ കയ്യിലോ അച്ഛൻ്റെ 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 കയ്യിലോ 3 തലമുറയിലുള്ള പൈതൃക സ്വത്തിൽ ഞാനും ഒരു അവകാശിയായി മാറി. കൊണ്ട് മനസ്സിലായോ? മിതാക്ഷരയിൽ ആണ്, ഞാൻ വാക്ക് പറഞ്ഞു, മെയിലാണ്. ഞാൻ മെയിലായിട്ട് ജനിച്ചത് കൊണ്ട് എനിക്ക് ആരുടെ പ്രോപ്പർട്ടി, ആരുടെ പൈതൃക സ്വത്തിൽ അവകാശം കിട്ടി? അച്ഛൻ്റെ 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 അച്ഛൻ്റെ. കാര്യം മനസ്സിലായല്ലോ? അവരുടെ കൈവശം വെച്ചിരിക്കുന്ന ഏതിൽ എനിക്ക് ജന്മാവകാശം കിട്ടി? ഏതിൽ കിട്ടി? പ്രോപ്പർട്ടി, ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി എന്ന് പറയണം. ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി അത് പറയാൻ കാര്യം, അവിടെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി മാത്രമല്ല സെൽഫ് അക്യൂർഡ് പ്രോപ്പർട്ടിയും കാണും. അപ്പൊ സെൽഫ് അക്യൂർഡ് പ്രോപ്പർട്ടിയിൽ എനിക്ക് എന്ത് കിട്ടില്ല? ബർത്ത് റൈറ്റ് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അന്നത്തെ ഹിന്ദുക്കളുടെയിലൊക്കെ പ്രോപ്പർട്ടി 2 കാറ്റഗറൈസേഷൻ ഉണ്ട്. ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി ഉണ്ട്, സെൽഫ് അക്യൂർഡ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ സെൽഫ് അക്യൂർഡ് പ്രോപ്പർട്ടിയെ ഞാൻ പിന്നെ മാറ്റി പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണ്? ഞാൻ വീണ്ടും പറഞ്ഞു, മിതാക്ഷരയിൽ ജനിച്ചെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ ആരായിട്ടാണ് ജനിച്ചിരിക്കുന്നത്? മെയിലായിട്ട് ഞാൻ ജനിച്ചാൽ എനിക്ക് ബർത്ത് റൈറ്റ് കിട്ടിയ ഏത് പ്രോപ്പർട്ടിയിൽ? തലമുറ പറ. അതെ അതെ, ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി ആരുടെയൊക്കെ? എന്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ. അപ്പൊ 3 ജനറേഷൻ. ഇതാണ് ഇവരെ നമ്മൾ ഒറ്റ വാക്കിൽ വിളിക്കുന്ന വാക്കാണ് കോപ്പാർസണർ. അപ്പൊ മിതാക്ഷര കോപ്പാർസണർ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? മിതാക്ഷര കോപ്പാർസണറുടെ സിസ്റ്റം ഇതാണ് അല്ലേ? ഒരു വ്യക്തിയും തിരിച്ച് മോളിൽ നിന്ന് ഞാൻ പറയാം, എയും അയാളുടെ സൺസ് 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 സൺസ്. അപ്പോൾ എ എന്ന് പറഞ്ഞൊരു മെയിൽ ആൻസിസ്റ്റർ എടുത്താൽ അയാളെയും പ്ലസ് എത്ര തലമുറ താഴോട്ട്? എ എടുത്തു വെച്ചു, എ പ്ലസ് 3 ജനറേഷൻ. എ പ്ലസ് 3, അല്ലെങ്കിൽ ഒറ്റവാക്കി പറഞ്ഞാൽ 4 ജനറേഷൻ. യെസ്, ഈ 4 ജനറേഷനിലെ ആണുങ്ങൾക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയിൽ റൈറ്റ്, ബർത്ത് റൈറ്റ് കിട്ടുകയാണ്. അപ്പൊ അവരെയാണ് നമ്മൾ കോപ്പാർസൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദേഭാഗയിൽ ഒരു ആണ് ജനിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന്. ആണ് ജനിച്ചാൽ പ്രോപ്പർട്ടി ബർത്ത് റൈറ്റ് അല്ല. അവിടെ ഇപ്പൊ ഞാൻ അവിടെയാണ് ജനിച്ചെങ്കിൽ എനിക്ക് കിട്ടേണ്ട ആൾ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് കിട്ടില്ല, അയാൾ മരിക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യും? പ്രോപ്പർട്ടിയിൽ റൈറ്റ് കിട്ടും. അപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ? മിതാക്ഷരയില് ബർത്ത് റൈറ്റ് ഉണ്ട്, ആണുങ്ങൾക്കേ ഉള്ളൂ, അതും 3 തലമുറ മുകളിലോട്ടുള്ള ആണുങ്ങൾ. ഇതാണ് അപ്പൊ ഇത് അടുത്തൊരു പോയിന്റ്. പക്ഷേ മിതാക്ഷരയിൽ പാവപ്പെട്ട സ്ത്രീകളില്ലേ, അവർക്ക് എന്തില്ല? പ്രോപ്പർട്ടിയിൽ റൈറ്റ് ഇല്ല. അപ്പൊ അടുത്ത ചോദ്യം എന്താണ്? ഇത് പക്ഷേ മറ്റേ അടുത്ത് എന്തുണ്ട്? ദേഭാഗയിൽ എന്തുണ്ട്?
ഒരു മെയിൽ മരിച്ചു, മരിക്കുമ്പോൾ മെയിലിനും ഫീമെയിലിനും എന്ത് കിട്ടും? അവകാശം Property. കിട്ടും. ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ്. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം, ജോയിന്റ് ഹിന്ദു ഫാമിലിയും മിതാക്ഷര കോപ്പാർസിനും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലായില്ലേ? മിതാക്ഷര ജോയിന്റ് ഫാമിലിയിൽ ആരുണ്ട്? മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് അല്ലേ? പക്ഷേ മിതാക്ഷര കോപ്പാർസണറി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ആരേ ഉള്ളൂ? മെയില് മാത്രമേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ടു വിച്ച് എക്സ്റ്റെൻസ് ടു 4 generations. ഇതാണ് വ്യത്യാസം. അപ്പോൾ ജോയിന്റ് ഹിന്ദു ഫാമിലി ഈസ് എ larger body consisting of male as well as female, but coparcenary is a smaller body consisting of male cell. അപ്പൊ ഈ സിസ്റ്റം ആണ് എവിടെ നിലനിന്നതും? മിതാക്ഷര സിസ്റ്റത്തിൽ. ഓക്കെ, ഇനി അപ്പൊ മിതാക്ഷര സിസ്റ്റത്തിൽ ഒരു ഡ്രോബാക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു ഡിസ്ക്രിമിനേഷൻ മനസ്സിലായില്ലേ? മിതാക്ഷരയിൽ മെയിലിന് എന്ത് റൈറ്റ് ഉണ്ട്? ആങ്സിസ്റ്റൽ പ്രോപ്പർട്ടി നമ്മുടെ വാക്കായി. ആങ്സിസ്റ്റൽ പ്രോപ്പർട്ടിയിൽ ബർത്ത് റൈറ്റ് ഉണ്ട്. ദേഭാഗയിൽ ഏതില്ല? മെയിലിനും ഇല്ല ഫീമെയിലിനും ഇല്ല. അപ്പൊ ബർത്ത് റൈറ്റ് ഇല്ല. ഇതൊരു പോയിന്റ്. അടുത്ത വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന റൈറ്റ് നിന്ന സമയത്ത് ഒരു മെയിൽ അങ്ങ് മരിച്ചെന്ന് വിചാരിക്കുക. മരിച്ചാൽ ആ മെയിലിന്റെ പ്രോപ്പർട്ടി, ആങ്സിസ്റ്റൽ പ്രോപ്പർട്ടി പോകേണ്ടത് അയാളുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അല്ല, അവശേഷിക്കുന്ന നേരത്തെ പറഞ്ഞ മെയിൽ കോപ്പാസിനേഴ്സിനാണ് പോകുന്നത്. അതിന്റെ പേരാണ് ഡോക്ട്രിൻ ഓഫ് സർവൈവർഷിപ്പ്. ഡോക്ട്രിൻ ഓഫ് സർവൈവർഷിപ്പിന്റെ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. മിതാക്ഷരയിൽ ഒരു കോപ്പാർസണറി ഇങ്ങനെ 4 തലമുറ കിടക്കുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു മെയിൽ മരിച്ചാൽ ആ മെയിലിന്റെ സ്വത്ത് താഴോട്ട് അയാളുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അല്ല പോകുന്നത്. ആർക്ക് പോകും? അയാളുടെ ആർക്ക് പോകും? ബാക്കിയുള്ള കോപ്പാസിനേഴ്സിന് മാത്രം. അയാളുടെ ബാക്കിയുള്ള കോപ്പാസിനേഴ്സിന് പോകും. അതാണ് ഡോക്ടർ ഓഫ് സർവൈവർഷിപ്പ്. അപ്പൊ ആ ഡോക്ടറിനും എവിടെ ഇല്ല? ദേബാഗയിലില്ല. അപ്പൊ ഇതിൽ രണ്ടിലും നല്ല സിസ്റ്റം ഏതാണെന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഇപ്പോഴും നല്ല സിസ്റ്റം ചോദിച്ചാൽ ഏത് തന്നെയാണ് പറയുന്നത്? ആ സിസ്റ്റത്തിനെയാണ് വർഷങ്ങൾ എടുത്താണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ട് കൊണ്ടുവന്നിട്ടാണ് ദേബാഗയെ പോലെ ഏതാക്കി എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. യെസ്, അതാണ് നമ്മുടെ. അപ്പൊ ആ ഒരു എസ്സേ പഠിക്കുമ്പോൾ നിങ്ങൾ ആ വിഷ്വൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ എസ്സേയുടെ അഡീഷൻസും. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? പഴയ ഹിന്ദു ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിനകത്തോട്ട് പോയി ആ സിസ്റ്റത്തിന് അത് ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഏതൊക്കെയാ? മിതാക്ഷര സിസ്റ്റം ആൻഡ് ദേഭാഗ സിസ്റ്റത്തിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ആ വ്യത്യാസം വേണമെങ്കിൽ ഒന്നും കൂടെ റീക്യാപ്പ് ചെയ്ത് തരാം. മിതാക്ഷര സിസ്റ്റം ഒരു ആരുണ്ടാക്കിയതാ? മിതാക്ഷര സിസ്റ്റം അതെ വിജ്ഞാനേശ്വരയാണ് ഉണ്ടാക്കിയത്. മറ്റേത് ജിമൂതവാഹനെ ഉണ്ടാക്കി. ഇനി അടുത്ത വ്യത്യാസം എന്താണ്? ഒരു യജ്ഞവാൽക്യ സ്മൃതി മാത്രം എടുത്തു വെച്ച് പഠിച്ചിട്ടാണ് മിതാക്ഷര കോപ്പാർസണറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മറ്റേതോ എല്ലാ സ്മൃതിയുടെയും കൂടെ ഒരു സംക്ഷിപ്തമായിട്ടാണ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത വ്യത്യാസം എന്താണ്? മിതാക്ഷരയില് കോപ്പാർസണറിൽ ആരേ ഉള്ളൂ? ആണ് പോയിന്റ്. കോപ്പർ മെയിലേ ഉള്ളൂ, അതും 4 തലമുറ. പക്ഷെ ഈ സിസ്റ്റം എവിടെ ഇല്ല? ദേബാഗയിലില്ല. ഇനി അടുത്തത് ബർത്ത് റൈറ്റ് സിസ്റ്റം ഏതിലാണുള്ളത്? ദേബാഗയില് ബർത്ത് റൈറ്റ് സിസ്റ്റം ഇല്ല. ഇനി അടുത്ത വ്യത്യാസം എന്താണ്? സർവൈവർഷിപ്പ് ഡോക്ട്രിൻ എവിടെയുള്ളൂ? അതെവിടില്ല? ഇനി മിതാക്ഷര സിസ്റ്റം എപ്പോഴും പാട്രിയാർക്കിയിലാണ്. മറ്റേത് ഏതാണ്? ദേഭാഗ സിസ്റ്റം ഏതാണ്? മാട്രിയാർക്കിയിലാണ്. അമ്മയ്ക്കും കൂടെ പ്രാധാന്യം കൊടുത്തു വരുന്നതാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ മിതാക്ഷരയിൽ എപ്പോഴും കോമൺ ജോയിന്റ് ഫാമിലി ആണല്ലോ. ജോയിന്റ് ഫാമിലി ആയതുകൊണ്ട് അവിടെ എല്ലാരും കൂടെ അല്ല ഈ പ്രോപ്പർട്ടി നോക്കുന്നതും അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും. അതിലൊരു സീനിയർ ആയിട്ടുള്ള മെയിലിനെ പോസ്റ്റ് ചെയ്യും. അയാളുടെ പേരാണ് എന്താണ്? കർത്ത. പക്ഷെ ദേഭാഗയില് വേണമെങ്കിൽ ആർക്കും പവർ കൊടുക്കാം. ദേഭാഗയില് ആർക്കും എന്താവാം? ദേഭാഗയില് ആർക്കും ആവാം. സ്ത്രീക്ക് വേണമെങ്കിൽ സ്ത്രീകൾക്ക് വേണമെങ്കിൽ എന്താണ് ആകാം. ഇനി വേറൊരു വ്യത്യാസമുണ്ട്. മിതാക്ഷരയിലെ കർത്ത ഭയങ്കര പവർഫുൾ ആണ്. കാരണം അയാൾക്ക് വേറെ അടുത്ത നോക്കാനും, കാരണം ഒരു എന്താണ് ഒരു കുറച്ചും കൂടെ പവർഫുൾ സിസ്റ്റം അല്ലേ, മെയിൽ ഡോമിനേറ്റഡ് ആയതുകൊണ്ട് കർത്തയാണ് എല്ലാ കാര്യങ്ങളും കയറി. ഞാൻ എസ് പിന്നെ പറഞ്ഞുതരാം. പക്ഷേ ദേഭാഗയിലെ കർത്തയ്ക്ക് അങ്ങനെ വലിയൊരു പവർ ഇല്ല. കാരണം അവിടെ എല്ലാവരും അതിനകത്ത് കണക്ക് ചോദിച്ചാൽ അയാൾ പറയേണ്ടി വരും. അപ്പൊ ഇതാണ് മിതാക്ഷര ദേഭാഗ സിസ്റ്റത്തിന്റെ ഒരു കോൺസെപ്റ്റ്. മനസ്സിലായല്ലോ? അപ്പൊ അതിനകത്തുള്ള നമ്മൾ വിമർശനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. അല്ല, വിമർശനം എന്താണ്? 2 കുഴപ്പങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീക്ക് എന്തില്ല? മിതാക്ഷരയിലെ സ്ത്രീകൾക്ക് എന്തില്ല?
റൈറ്റ് ഇല്ല. റൈറ്റ് ഇല്ല. പ്രോപ്പർട്ടി അപ്പൊ റൈറ്റ്. നിങ്ങൾ ചോദിക്കും ഒരു അതിന് കൂടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു അയാളുടെ ഭർത്താവ് മരിച്ച ഭാര്യയ്ക്കും പെമ്മക്കും എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയുക, ആ കൂട്ടുകുടുംബ പ്രോപ്പർട്ടിയിൽ അവർക്ക് താമസിക്കാം. അവർക്ക് അവിടെ റൈറ്റ് ഓഫ് റെസിഡൻസും ഉണ്ട്, റൈറ്റ് ഓഫ് മെയിൻ്റനൻസും ഉണ്ട്. അത് ആരുടെ ഇഷ്ടത്തിൽ കിട്ടും, ആരുടെ ഇഷ്ടത്തിൽ കൊടുക്കും, ആരുടെ ഇഷ്ടത്തിൽ കൊടുക്കും. ഇത് ക്ലിയർ ആണല്ലോ. അപ്പൊ അന്ന് സ്ത്രീകൾക്ക് ഒന്നും ഇല്ലാന്ന് മനസ്സിലായല്ലോ മിതാക്ഷരയില്. ഇനി തീർന്നേരം പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഇനി ഇത് മാറിയത് 1937 ഒരു ആക്ട് ഇവിടെ കൊണ്ടുവന്നു. ഹിന്ദു വുമൻസ് റൈറ്റ് ടു പ്രോപ്പർട്ടി ആക്ട് 1937 കൊണ്ടുവന്നു. അപ്പൊ അതുവരെയുള്ള പൊസിഷനിൽ സ്ത്രീകൾക്ക് വൈഫിനോ ഒരു മെയിലിന്റെ വൈഫ്, ഞാനിത് ദേഭാഗം മാറ്റി നിർത്തി, ഞാൻ മിതാക്ഷരന് പറഞ്ഞു പോകണം. ഓക്കെ, ഒരു മിതാക്ഷരയിൽ ഒരു അതായത് ചുരുക്കി പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ഇന്ത്യൻ വിമൺ എന്നാണ് പറയുന്നത്. മെജോറിറ്റി ഓഫ് ഇന്ത്യൻ വിമൺ വെർ ഡിനൈറ്റ് റൈറ്റ് ഓവർ പ്രോപ്പർട്ടി. ഒന്നുമില്ലല്ലോ, ആകെ എന്തേ ഉള്ളൂ, റെസിഡൻസും മെയിൻ്റനൻസും. ഇതിനൊരു മാറ്റം ആദ്യം വന്നത് ഏത് വർഷമാണ്? ഞാൻ ഹിസ്റ്റോറിക്കലായിട്ട് പറഞ്ഞ് തിരിച്ചു. ഏത് മാറ്റം വന്നു? എന്താ മാറ്റം വന്നു? 37 ഒരു ആക്ട് പഴയ ബ്രിട്ടീഷുകാരുടെ 1937 ഹിന്ദു വിമൻസ് റൈറ്റ് പ്രോപ്പർട്ടി ആക്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇനി തൊട്ട് ഭർത്താവ് മരിച്ചാൽ പ്രോപ്പർട്ടി കർത്തയുടെ കയ്യിൽ പോയിട്ട് ജീവനാംശം ഒന്നും അല്ല തരേണ്ടത്. ഈ പ്രോപ്പർട്ടിയുടെ ഓണർ ആരാകും? വിഡോ. വൈഫ് തന്നെ വിഡോ അല്ലേ? ഞാൻ മരിക്കുമ്പോ വിഡോ എന്നുള്ള വാക്ക് കറക്റ്റാ, പറഞ്ഞു വിഡോ ആകും. പക്ഷെ അപ്പൊ പോലും നമ്മുടെ ലോ പറയുന്നെന്ന് പറഞ്ഞാൽ ഈ വിഡോയ്ക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പറ്റില്ല. ഈ വിഡോ ജീവിച്ചിരിക്കുന്ന സമയം വരെ ഇവർക്ക് എന്ത് ചെയ്യാം, ഇത് അനുഭവിക്കാം. ഉടൻ തന്നെ ഇവർ മരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭർത്താവിന്റെ അവകാശിക്ക് ഈ പ്രോപ്പർട്ടിയുടെ റൈറ്റ്സ് തിരിച്ചു പോകും. അതുകൊണ്ടാണ് അന്നത്തെ റൈറ്റിന്റെ പേര് ലിമിറ്റഡ് എസ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഡു യു മീൻ ബൈ ലിമിറ്റഡ് എസ്റ്റേറ്റ്? അപ്പൊ ലിമിറ്റഡ് എസ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഒരു കാര്യത്തിൽ ആശ്വസിക്കുക, ഒന്നും ഇല്ലാതിരുന്നതിൽ നിന്ന് എന്ത് കിട്ടി ആണ് പോയിന്റ് അല്ലേ? ഒന്നും ഇല്ലാതിരുന്നതിൽ നിന്ന് ഇപ്പൊ എന്ത് കിട്ടി? എന്തില്ല അവർക്ക് എന്തില്ല? വിത്തൗട്ട് ദ പവർ ഓഫ് ഏലിനേഷൻ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വാക്ക് വിളിക്കുന്നത്? ലിമിറ്റഡ് എസ്റ്റേറ്റ്. കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ലിമിറ്റഡ് എസ്റ്റേറ്റ് കിട്ടി. ഇനി അവര് മരിക്കുമ്പോൾ സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി വൈഫിന് എന്തും ചെയ്തൂടെ? അത് ചെയ്യാം. അത് ചെയ്യാൻ. ഞാനിപ്പോ ഇത് മറ്റേ അതാ ആൻസിസ്റ്റർ പ്രോപ്പർട്ടിയിലാണ് ഞാൻ പറയാം. സെൽഫ് അക്യൂർഡിന്റെ വേറെ റൂൾ പറയാം. ഓക്കെ, അപ്പോ ഇതിനകത്ത് പറഞ്ഞു വന്ന എന്താണ്? ലിമിറ്റഡ് എസ്റ്റേറ്റ്. ഇനി ആ ലിമിറ്റഡ് എസ്റ്റേറ്റ് അവർ മരിക്കുമ്പോൾ ഇവരുടെ ഈ ഭർത്താവിന്റെ അവകാശിയൊക്കെ ഇത് തിരിച്ചു പോകണമെന്ന് നമ്മൾ പഠിച്ചില്ലേ? അവരെ വിളിക്കുന്ന വാക്കാണ് റിവേഴ്ഷണേഴ്സ്. ഷോർട്ട് ക്വസ്റ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. റിവേഴ്ഷണർ എന്നാണ് വിളിക്കുന്നത്. എന്താ റിവേഴ്ഷണർ ആരാന്ന് മനസ്സിലായോ? റിവേഴ്ഷണർ. ഓക്കെ, പറഞ്ഞു പോട്ടെ. റിവേഴ്ഷണർ, റിവേഴ്ഷൻ എന്ന് പറയല്ലേ? റിവേഴ്ഷൻ, REVERSI, റിവേഴ്ഷണർ. റിവേഴ്ഷണർ. ഓക്കെ, അപ്പൊ ആ ലിമിറ്റഡ് എസ്റ്റേറ്റ് കോൺസെപ്റ്റ് മനസ്സിലായോ? REVERSIONER, റിവേഴ്ഷണർ. ഓക്കെ, അപ്പൊ ലിമിറ്റഡ് എസ്റ്റേറ്റ് റിവേഴ്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? അപ്പൊ ഒന്നും ഇല്ലാതിരുന്ന സ്ത്രീക്ക് അതായത് നമ്മള് മിതാക്ഷരയിൽ കണ്ട എന്താണ്? ഒരു സ്ത്രീക്ക് ഒരു റൈറ്റും ഇല്ലല്ലോ, താമസിക്കാനും അവിടെ മെയിൻ്റനൻസ് കിട്ടുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് ഇപ്പം. പക്ഷേ 1937 ആയപ്പോ ഒരു ആക്ട് കൊണ്ടുവന്നിട്ട് ആക്ടിന്റെ പേരെന്താണ്? ഹിന്ദു വിമൻസ് റൈറ്റ് ടു പ്രോപ്പർട്ടി ആക്ട്. വാക്യത്തിനുണ്ട് ഹിന്ദു വുമണിന്റെ റൈറ്റ് ടു പ്രോപ്പർട്ടി ആക്ടിൽ പറയുന്നത് എന്താണ്? ഭർത്താവ് മരിക്കുമ്പോ ആ പ്രോപ്പർട്ടിയുടെ അവകാശം ആരുടെ കൈകളിൽ എത്തും? പക്ഷെ അവിടെ പോലും വിഡോയ്ക്ക് അത് പൂർണ്ണമായിട്ടുള്ള അവകാശം ഇല്ല, അവർക്ക് ഏലിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചത്? ലിമിറ്റഡ് എസ്റ്റേറ്റ്. ലിമിറ്റഡ് ബിക്കോസ് ഹി ഈസ് ഹാവിംഗ് ഓൺലി എ ലിമിറ്റഡ് റൈറ്റ്. ഇനി അവര് മരിക്കുമ്പോ ആ പ്രോപ്പർട്ടി ഭർത്താവിന്റെ മക്കൾക്കായിരിക്കും, ആർക്കെങ്കിലും ഭർത്താവിന്റെ അവകാശം അവർക്ക് പോകുമെന്ന് പറയുമ്പോ ആ ആർക്കാണോ പോകുന്ന അവരുടെ പേരാണ് എന്ത്? മനസ്സിലായോ? ഡൗട്ട് ചോദിച്ചാൽ മനസ്സിലായല്ലോ അല്ലേ? അതിന്റെ പേര് എന്താണ്? ഇറ്റ്സ് കോൾഡ് റിവേഴ്ഷണർ. ഓക്കെ, റിവേഴ്ഷണർ വരെ പറഞ്ഞു നിർത്തി. ഇനി അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ഇല്ലായ്മയെന്ന് കുറച്ചല്ലേ കിട്ടിയുള്ളൂ. ഇതിന് കുറച്ചും കൂടെ കിട്ടിയത് ഏത് വർഷമാണ്? ഹിന്ദുക്കളുടെ ഇടയിൽ ഹിന്ദു സക്സഷൻ ആക്ട് ഓഫ് 1956 കൊണ്ടുവന്നിട്ട് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. 1956 ഹിന്ദു സക്സഷൻ ആക്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഒരു മെയിൽ മരിച്ചാൽ ആ മെയിലിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള കുറെ സ്ത്രീകളുടെ ലിസ്റ്റ് ഹിന്ദു സക്സഷൻ ആക്ട് ഓഫ് 1956 കൊടുത്തിട്ടുണ്ട്. അവർക്ക് കിട്ടിയേ പറ്റൂ.
അപ്പോഴെന്തായി 56 സിറ്റുവേഷൻ 37 വീണ്ടും നമ്മൾ 57 വരെ ആയി. 56 വരെ 56 മാറ്റം എന്താണ്? ഏത് ആക്ട് വന്നു? ഹിന്ദു സക്സഷൻ ആക്ട് വന്നപ്പോ എന്തായി? ആരെപ്പോലെ തുല്യതയായി? മെന്നെ പോലെ തന്നെ കിട്ടി. പക്ഷേ കിട്ടിയില്ല. ആ ആക്ടിലും സ്ത്രീകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് 2005 അമെന്റ്മെന്റ് വഴിയാണ് ഹിന്ദു സക്സഷൻ ആക്ടില് സ്ത്രീകളും ആണുങ്ങളെ പോലെ കോപാർസണറായി മാറിയത്. കാര്യം മനസ്സിലായോ? അപ്പൊ 56 തീരുന്നില്ല. എവിടെ വരെ വന്ന് നിന്നാലേ ഫുൾ ആവൂ? 2005 വരെ. അപ്പൊ 2005 അമെന്റ്മെന്റും കൂടെ പഠിച്ചാലേ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇപ്പൊ സ്ത്രീകൾക്ക് ഓക്കെയാണ്. എന്താണ് ഓക്കെ ആണല്ലോ? അപ്പൊ ഐഡിയ ഒരു ത്രെഡ് കിട്ടിയില്ലേ? സ്ത്രീകളുടെ സക്സഷനുമായിട്ടുള്ള ഒരു ലൈൻ കിട്ടിയല്ലോ. ഒന്നുമില്ലായ്മയെന്ന് 37 ലിമിറ്റഡ് എസ്റ്റേറ്റ് ആയി മാറി. ആ ലിമിറ്റഡ് എസ്റ്റേറ്റ് മാറി ഫുൾ പവർ കൊടുക്കാൻ വേണ്ടി എന്ത് വന്നു? 1956 ഹിന്ദു സക്സഷൻ ആക്ട് വന്നു. പക്ഷെ അപ്പോഴും പറഞ്ഞുതരാം, ക്ലാസ് 1 എന്നുള്ള ഹെയറുകളിൽ ആണുങ്ങൾക്കുള്ള ഡോമിനൻസ് ആണ് കൊടുത്തിരുന്നത്. പക്ഷെ അത് 2005 എന്ത് ചെയ്യപ്പെട്ടു? ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. 2005 എന്ത് ചെയ്തു? അപ്പൊ 2005 അമെന്റ്മെന്റോട് കൂടിയാണ് സ്ത്രീകളും ആരെപ്പോലായത്? മെയിൽ കോപാർസണറെ പോലെ ഇപ്പൊ സ്ത്രീകളും ആരാണ്? ഒറ്റ വാക്ക സ്ത്രീകള്. ഹിന്ദു സ്ത്രീകളും ഇപ്പൊ ആരാണ്? ഇതുവരെ ക്ലിയർ ആണ്? അപ്പൊ ആ ഒരു എസ്സേ പറഞ്ഞ് ഞാൻ തിരിച്ചു പോവാം. ഞാൻ തിരുപ്പട്ടം തീർക്കുക. ഇനി നമ്മൾ നേരെ തിരിച്ചു പോവാം. അപ്പൊ കോപാർസണറി എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പൊ കോപാർസണറി ചോദിക്കുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഈ ബർത്ത് റൈറ്റ് ഉള്ളത് ഏത് പ്രോപ്പർട്ടിയിലാണെന്ന് പറഞ്ഞല്ലോ? പൂർവികന്റെ ഏത് സ്വത്തില്? അപ്പൊ വീണ്ടും ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു. അപ്പൊ അന്നത്തെ പൂർവികന്മാർക്ക് സ്വന്തമായിട്ടുണ്ടാക്കിയ സെൽഫ് അഗേർഡ് പ്രോപ്പർട്ടി ഉണ്ട്, ഏതുണ്ട്? ആക്സസൽ പ്രോപ്പർട്ടി ഉണ്ട്. ഇങ്ങനെ നിൽക്കുന്നത് പറഞ്ഞുതരാം. ഇനി ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. കോപ്പാർസണറി വിത്തിനെ കോപ്പാർസണറി എന്ന് പറഞ്ഞ് ചോദിക്കും. ഓക്കെ, കോപ്പാർസണറി വിത്തിനെ കോപ്പാർസൺ ചോദിക്കുന്ന എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ഇല്ലസ്ട്രേഷൻ ഇപ്പോൾ ബോഡി വരച്ചിരുന്നായിട്ട് വിഷ്വലൈസ് ചെയ്താൽ മതി. എ എന്ന് പറഞ്ഞൊരു മെയിലിനെ ഞാൻ കോമൺ ആയിട്ട് വെച്ചു. അതിന്റെ തൊട്ട് താഴെ എയുടെ ആമക്കള്, ആമക്കളുടെ വീണ്ടും അവരുടെ ആമക്കള്. അപ്പൊ ഞാൻ മൊത്തം എത്ര തലമുറ പറഞ്ഞു? എന്തായാലും 4 കോടിയില്ലേ? അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ച തത്വം വെച്ച് നോക്കിയാൽ എത്ര എണ്ണ വരും? ഏത് ലിസ്റ്റ് കിടക്കുന്ന ഏത് ലൈൻ? സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഓർത്താൽ മതി. അതുവരെ വന്നിട്ട് ബാക്കി അവരുടെ മക്കൾ താഴത്തെ ലൈനിൽ വന്നവർ ഇതിൽ പെടുമോ ഇല്ലയോ? പെടില്ലല്ലോ. പെടില്ല. ഓക്കെ, പെടില്ല. പക്ഷെ ഇങ്ങനെ നിന്ന സമയത്ത് അപ്പൊ ഇതൊരു കോപ്പാർസണറിയുടെ 4 തലമുറയ്ക്ക് വിട്ട് അടുത്ത മക്കൾ ഉണ്ട്. ആ 4 തലമുറ ഇങ്ങനെ നിന്ന സമയത്ത് അതിലെ രണ്ടാമത്തെ ലൈൻ എക്സാമ്പിൾ വിചാരിച്ചാൽ മതി. രണ്ടാമത്തെ ലൈനിലുള്ള ഒരു വ്യക്തി മരിച്ചെന്ന് വിചാരിക്കുക. അയാളുടെ കയ്യിൽ ശ്രദ്ധിച്ചോളൂ, അയാളുടെ കയ്യിൽ കുറച്ച് സെൽഫ് അക്യൂർഡ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. അത് അയാളുടെ കയ്യിലെ സെൽഫ് അക്യൂർഡ് പ്രോപ്പർട്ടി അയാളുടെ മക്കളിലോട്ട് വരുമ്പോൾ അത് അവരുടെ കയ്യിൽ എന്തായിട്ടാണ് കിട്ടുന്നത്? അവർക്ക് അത് എന്ത് കിട്ടുന്നത്? അവർക്ക് സെൽഫ് അക്യൂർഡ് ആണോ ആൻസിസ്റ്റർ ആയിട്ടാണോ കിട്ടുന്നത്? അപ്പൊ അവിടുന്ന് പിന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഒന്നും കൂടെ അവിടുന്ന് നമുക്ക് വീണ്ടും താഴോട്ട് തുടങ്ങി വീണ്ടും അതിനകത്ത് തന്നെ വീണ്ടും എന്തുണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു തന്നെ. അപ്പൊ നമ്മൾ 4 തലമുറ എടുത്താൽ അതിനകത്തുനിന്ന് തന്നെ എന്താണ്? അപ്പൊ എന്താണ് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? നമ്മൾ എപ്പോഴും ഒരു 4 തലമുറയിൽ ആണുങ്ങളെയാണ് വിഷ്വലൈസ് ചെയ്ത് 4 സ്റ്റെപ്പായിട്ട് പടം വരച്ച് വെച്ചിട്ട് നിങ്ങൾ പറയണം ഈ പടത്തിലെ നിങ്ങൾ ഏതെങ്കിലും ഒരു സെക്കൻഡ് കിടക്കുന്ന ഒരാളുടെ ഒരു മകൻ മരിച്ചെന്ന് വെച്ചോളൂ. അപ്പോൾ അയാളുടെ കയ്യിലുള്ള എന്താണ് സെൽഫ് അക്യൂർഡ് പ്രോപ്പർട്ടി അയാളുടെ മോന്റെ കയ്യിൽ എന്തായിട്ടാണ് കിട്ടുന്നത്? അതാണ് പോയിന്റ്. അയാളുടെ മോന്റെ കയ്യിൽ എന്തായിട്ട് കിട്ടുന്നത്? അപ്പൊ അവിടുന്ന് നമുക്ക് മെയിൽ ആക്സസ് എടുത്താൽ വീണ്ടും നമ്മൾ നേരത്തെ അഞ്ചാമത് കിടന്ന നമ്മൾ നേരത്തെ അതിൽ വെളിയിൽ കളഞ്ഞെങ്കിൽ അവരും കൂടെ അതിനകത്തോട്ട് കയറും. അവരുടെ അമ്മക്കളും കൂടെ ഇതിൽ കയറും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കോപ്പാർസന്റെ അകത്തുനിന്ന് തന്നെ വീണ്ടും അതിനകത്തുനിന്ന് തന്നെ നമ്മൾ തുടങ്ങി പോകേണ്ടി വരും പല സമയത്തും. വീണ്ടും അടുത്ത കോപ്പാർസറി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് കോപ്പാർസറി വിത്തിൻ ദ കോപ്പാർസറി. ഇത് ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നമ്മൾ അപ്പൊ നമ്മൾ 2 വിഷ്വലാണ് കണ്ടത്. മിതാക്ഷരയിൽ നമ്മൾ ആണായിട്ട് ജനിച്ചാൽ ഒരു തടസ്സവും ഇല്ലാതെ നമ്മൾ സ്വത്തിന് എലിജിബിൾ ആവേയല്ലേ? അല്ലേ? മെയിൽ അല്ലേ? അങ്ങനെയല്ലേ പഠിച്ച? മിതാക്ഷരയിൽ ഞാൻ ആണായിട്ട് ജനിച്ചപ്പോ എനിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ തടസ്സമില്ലാതെ എനിക്ക് പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട്. അതിന്റെ പേര് അൺഒബ്സ്ട്രക്റ്റഡ് ഹെറിറ്റേജ്. എന്താണ്
Unobstructed heritage. Unobstructed. ഓക്കെ, അല്ലെങ്കിൽ അതിനെ നമ്മൾ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അപ്രതിബന്ധ ദയ. അപ്രതിബന്ധ ദയ എന്ന് പറഞ്ഞാൽ പ്രതിബന്ധമില്ലാത്ത പ്രോപ്പർട്ടി. പക്ഷേ ദേവഭാഗയിൽ ഞാൻ മകനായിട്ട് ജനിച്ചു, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ ഉള്ളപ്പോൾ എനിക്ക് സ്വത്ത് കിട്ടില്ലല്ലോ, അവിടെ എന്ത് ചെയ്യേണ്ടി വരും? അച്ഛന്റെ മരണശേഷം മാത്രം സ്വത്ത് കിട്ടും. അപ്പൊ അവിടെ മരണം വഴി മരിച്ചാലേ അപ്പൊ അവിടുത്തെ ഹെറിറ്റേജിനെ നമ്മൾ ഒബ്സ്ട്രക്റ്റഡ് ഹെറിറ്റേജ് എന്നാ വിളിക്കുന്ന, അല്ലേ? ഒരാൾ നമ്മുടെ ഒബ്സ്ട്രക്ഷൻ ആയിട്ട് അപ്പൊ ഒബ്സ്ട്രക്റ്റഡ് ഹെറിറ്റേജ് അല്ലെങ്കിൽ സപ്രതിബന്ധ ദയ എന്നാ വിളിക്കുന്നത്. എന്താ സപ്രതിബന്ധ ദയ? അപ്പൊ അതും കൂടെ ആഡ് ചെയ്യുക. അപ്പം നിരാക്ഷരയിലുള്ള പ്രോപ്പർട്ടിയുടെ പേര് കിട്ടുന്ന ഒരു ബർത്ത് റേറ്റ് കിട്ടുന്നതിന്റെ പേര് അപ്രതിബന്ധ ദയ ഓർ അൺഒബ്സ്ട്രക്റ്റഡ് ഹെറിറ്റേജും. ദേഭാഗയിലാണെങ്കിൽ എന്താണ്? ഓക്കെ, ബിക്കോസ് അതിന്റെ ലോജിക്ക് എന്താണ്? മിതാക്ഷരയില് ജനനം വഴിയാണ് പ്രോപ്പർട്ടി കിട്ടുന്നത്, പക്ഷെ മറ്റേ അടുത്തോ ജനനം വഴിയല്ല. ഒരാള് മരിക്കുമ്പോഴാണ് പ്രോപ്പർട്ടി കിട്ടുന്നത്. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ടോപ്പിക്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇത് നോക്കുന്നത് അടുത്ത എസ് എ. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നോക്കുന്നത് എപ്പോഴും ആരായിരിക്കും? അടുത്ത എസ് എ അതിനകത്താണ്. ആരാ? കർത്തയല്ലേ? സിലബസിലുള്ളതാ കർത്ത. ഇതിന്റെ കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷൻ ആരാണ്? ഒരു സീനിയർ മെയിൽ മെമ്പർ കർത്ത. അപ്പൊ അയാൾക്ക് ഒരു ഫിഡ്യൂഷ്യറി പൊസിഷനിലാണ്. അയാൾ വളരെ സ്കിൽഫുൾ ആയിരിക്കണം, കെയർഫുൾ ആയിരിക്കണം, മാക്സിമം കടങ്ങളൊക്കെ ബിസിനസ് ചെയ്ത് കടം വരുത്താതെ നോക്കണം. ഇനി കിട്ടാ കടം ഉണ്ടെങ്കിൽ പിരിച്ചെടുക്കും. ഇതൊക്കെ ഇയാളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ അയാളുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ കല്യാണങ്ങൾക്ക് പോകുന്നതും മരണത്തിന് പോകുന്നതും തർക്കം വന്ന കോംപ്രമൈസ് ആവുന്നതും കേസ് നടത്തുന്നതും അല്ലെങ്കിൽ അങ്ങനെ കല്യാണം എല്ലാ സോഷ്യലായിട്ടുള്ള റിലീജിയസ് ആയിട്ടും അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള എല്ലാ കാര്യവും ചെയ്യുന്നത് ആരാണ് ചെയ്യേണ്ടത്? ബിസിനസ് നോക്കേണ്ടതും ഒക്കെ ആരാണ്? അപ്പൊ അടുത്തൊരു ചോദ്യം, എല്ലാവരുടെയും കൂടെ പ്രോപ്പർട്ടി കർത്തയ്ക്കെടുത്ത് ഏലിനേറ്റ് ചെയ്യാമോ എന്നൊരു ചോദ്യം ഉദിക്കും. ഈ പറഞ്ഞ കൂട്ടുകുടുംബ പ്രോപ്പർട്ടി കർത്തയ്ക്കെടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുക്കാമോ എന്നൊരു ചോദ്യമുണ്ട്. പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം യെസ് ആണ്. വെദർ കർത്ത ക്യാൻ ഏലിനേറ്റ്, യെസ്. പക്ഷെ 2 ഗ്രൗണ്ടിലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ലീഗൽ നെസസിറ്റി, 2 ബെനിഫിറ്റ് ഓഫ് ദ എസ്റ്റേറ്റ്. കേട്ടില്ലേ? അപ്പൊ കർത്തയുടെ പവർ ഓഫ് ഏലിനേഷൻ പരീക്ഷ ചോദിക്കുന്നതാണ്. അപ്പൊ കൂട്ടുകുടുംബം എല്ലാവരുടെയും കൂടെ പ്രോപ്പർട്ടി അല്ലേ? നിങ്ങൾ മനസ്സിലായില്ലേ? എല്ലാവരും കൂടെ കോമൺ ആയിട്ടാണല്ലോ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താമസിക്കുന്നു, എല്ലാവരും കൂടെ വേർപ്പൊഴുക്കുന്നു, കോമൺ ആയിട്ട് എടുക്കുന്നു, ജീവിക്കുന്നു. ഈ പ്രോപ്പർട്ടി എടുത്ത് കർത്തയ്ക്ക് വേറെ ആർക്ക് കൊടുക്കാമോ എന്നുള്ളതാണ് ചോദ്യം. യെസ് ഓർ നോ? യെസ്. ഏത് ഗ്രൗണ്ടിലേ ഉള്ളൂ? 2 ഗ്രൗണ്ട് ആണ്. ലീഗൽ നെസസിറ്റിക്കോ അല്ലെങ്കിൽ ബെനിഫിറ്റ് ഓഫ് ദ എസ്റ്റേറ്റ്. അപ്പൊ ലീഗൽ നെസസിറ്റി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു കോടതിയിൽ കേസ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വക്കീലിന് പൈസ അല്ലെങ്കിൽ കോർട്ട് ഫീസ് കെട്ടിവെച്ചു, ലീഗൽ നെസസിറ്റിയാണ്. അല്ലെങ്കിൽ ഒരു കടം വീട്ടാൻ വേണ്ടി ലീഗൽ നെസസിറ്റിയാണ്. അല്ലെങ്കിൽ മകളെ കല്യാണം കഴിച്ചു വിടണം, പൈസ വേണം, ലീഗൽ നെസസിറ്റിയാണ്. ഇതൊക്കെയാണ് ലീഗൽ. ഇതിനെടുക്കാം. ഇനി അടുത്ത വേറെ ഏതാണ്? ബെനിഫിറ്റ് ഓഫ് ദ എസ്റ്റേറ്റ്. ഞാൻ കറക്റ്റ് ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ ഞാനാണ് കർത്ത എന്ന് വിചാരിക്കും. നമുക്ക് 500 ഏക്കർ വെറും തരിശ് ഭൂമിയാണ് ഉള്ളത്. ഞാനാണ് കർത്ത, ഒരു ഗുണമില്ലാത്ത ഭൂമി. ഞാൻ ഇത് കൊടുത്തിട്ട് നല്ല വിളവുള്ള ഫലപുഷ്ടിയുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള 20 ഏക്കർ വാങ്ങിക്കാമോ? യെസ്. ബിക്കോസ് എന്താണ്? അത് ലീഗൽ നെസസിറ്റി അല്ല. എന്താണ്? ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സ്റ്റേറ്റ്. അപ്പൊ ഈ 2 ഗ്രൗണ്ടിൽ നമുക്ക് കർത്തക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർട്ടി ഏലിയനേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഇവിടെ നമ്മള് അപ്പൊ ഈ ബാക്കി മക്കളോ ഉണ്ടല്ലോ, അവരുടെ തലയിൽ വരുന്ന 2 ഡോക്ട്രിൻസ് ഉണ്ട്. ഒന്നിന്റെ പേര് ഡോക്ട്രിൻ ഓഫ് ആന്റിസിഡന്റ് ഡെറ്റും വേറൊന്ന് ഡോക്ട്രിൻ ഓഫ് പയസ് ഒബ്ലിഗേഷനും. മനസ്സിലായി എന്താണ്? 2 ഡോക്ട്രിനോട് പറയാം. അപ്പം ഇത്രയും പവർ വരെ പറഞ്ഞു നിർത്തി. ഇനി ഈ മക്കളെ ചുറ്റിപ്പറ്റി 2 മെയിൻ തത്വങ്ങളാണ്. ഒന്നിന്റെ പേര് ഡോക്ട്രിൻ ഓഫ് പയസ് ഒബ്ലിഗേഷൻ. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പുത്ര എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാണ്. എന്താണ് പുത്ര എന്ന് വെച്ചാൽ? സേവിയർ ഫ്രം ദ ഹെൽ എന്നാണ്. അപ്പൊ അതിന്റെ പോയിന്റ് ഇതേ ഉള്ളൂ. അന്നത്തെ ഹിന്ദുക്കളുടെ വിശ്വാസം എന്താന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ഇവിടെ കടങ്ങൾ ഉണ്ടാക്കി ഇട്ടിട്ട് പോയാൽ ആ കടങ്ങൾ വീട്ടാത്തിടത്തോളം കാലം അയാൾ നരകത്തിൽ പോയി അനുഭവിക്കും. ഓക്കെ, അപ്പൊ അയാളുടെ മോക്ഷം വാക്കാണ് മോക്ഷം എന്നൊക്കെ എഴുതിയാൽ മതി. മോക്ഷ കിട്ടണമെങ്കിൽ, സാൽവേഷൻ കിട്ടണമെങ്കിൽ മക്കൾ ഇവിടെ എന്ത് ചെയ്യണം? ബാധ്യതകൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ ആ മക്കളുടെ കടം. കാരണം ഒരു ചുമ്മാ സ്വത്ത് ബർത്ത് റേറ്റ് കിട്ടുന്നത് കൊള്ളാമെങ്കിൽ എന്തും കൂടെ എടുക്കണം. 2 കൂടെ പഠിച്ചില്ല. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? ആ മക്കളുടെ ഒരു ഡ്യൂട്ടിയാണ്. അതിന് പയസ് ഒബ്ലിഗേഷൻ ആണ്. എന്ത് കൊടുക്കാൻ? അച്ഛൻ ഉണ്ടാക്കിയിട്ട കടങ്ങൾ വീട്ടേണ്ട മകന്റെ ഒരു ഡ്യൂട്ടിയാണ്. ആ ഡോക്ടറിന്റെ പേരാണ് ഡോക്ടർ ഓഫ് പയസ് ഒബ്ലിഗേഷൻ. അപ്പൊ ചോദിക്കും, അച്ഛൻ ഉണ്ടാക്കിയിട്ട് എല്ലാം തീർക്കണോ? വേണ്ട.
അച്ഛൻ നല്ല മാർഗത്തിൽ കൂടെ ഉണ്ടാക്കിയ കടങ്ങൾ തീർത്താൽ മതി. അപ്പൊ കടങ്ങൾ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. നല്ല മാർഗത്തിൽ കൊണ്ട് ഉണ്ടാക്കുന്നതെല്ലാം വ്യവഹാരിക ഡെറ്റ്സ്, കുഴപ്പം പിടിച്ച മാർഗത്തിൽ കൂടെ ഉണ്ടാക്കിയതെല്ലാം അവ്യവഹാരിക ഡെറ്റ്സ്. ഇതിൽ ഏത് മാത്രമേ മക്കൾ കൊടുക്കേണ്ടിയുള്ളൂ? വ്യവഹാരിക. അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ബിസിനസ് ചെയ്ത് കടം വന്നു, വക്കീലിനെ വെച്ച് പൈസ പോയി, അല്ലെ മകളെ കെട്ടിച്ചുവിടാൻ കടം കയറി. ഇതൊക്കെ എന്ത് ഡെറ്റ്സ് ആണ്? പക്ഷേ ഗാംബ്ലിംഗ് നടത്തുകയോ അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കീപ്പായിട്ട് വെച്ച് പൈസ കൊടുത്തു, ഇങ്ങനെയുള്ള കടങ്ങളൊക്കെ വന്നാൽ അതിൽ എന്ത് ഡെറ്റായി മാറും? അത് അതാര് കൊടുക്കണ്ട? ആൺമക്കൾ കൊടുക്കണ്ട. അപ്പൊ ഇതാണ് ഡോക്ടർ ഓഫ് പൈസ് ഒബ്ലിഗേഷൻ, അതിന്റെ ലിമിറ്റേഷൻസ് മനസ്സിലായല്ലോ. ഇനി ഡോക്ടർ ഓഫ് ആന്റിസിഡന്റ് ഡെറ്റ് എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞുതരാം. ഒരു ലീഗൽ നെസസിറ്റിക്ക് വേണ്ടിയോ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് നമ്മുടെ പൂർവികൻ നമ്മുടെ കുടുംബ സ്വത്ത് എടുത്ത് വിറ്റാൽ നമ്മൾ അത് ചലഞ്ച് ചെയ്യുന്നത് ശരിയാണോ? നമ്മൾ ചലഞ്ച് ചെയ്യാമോ? ആ ട്രാൻസാക്ഷനെ ഇംപീച്ച് ചെയ്യാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സർ, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതില് നമുക്ക് അതിലെ ലീഗൽ നെസസിറ്റി എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞത്, ശ്രീ, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ എന്താ പറഞ്ഞത്? ലീഗൽ നെസസിറ്റിക്ക് വേണ്ടി ആണ് ഞാൻ ചോദിച്ചത്. ലീഗൽ നെസസിറ്റിക്ക് വേണ്ടി ചെയ്യും, അതാണ് ഞാൻ ആ വാക്ക് തന്നെ ഞാൻ പറഞ്ഞത്. എന്താണ് ലീഗൽ നെസസിറ്റി എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അതിനു വേണ്ടി ഒരു ട്രാൻസാക്ഷൻ, ഇപ്പൊ ഞാൻ ജനിച്ചല്ലോ, ഞാൻ ബർത്ത് റൈറ്റിൽ ഞാൻ ജനിച്ചു നിൽക്കുക, പക്ഷെ എന്റെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ എന്ത് ചെയ്തു? ലീഗൽ നെസസിറ്റിക്ക് പ്രോപ്പർട്ടി എടുത്ത് വിറ്റു. അപ്പം എനിക്കത് ചലഞ്ച് ചെയ്യാമോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ആൻസർ നോ എന്നാണ്. ആ ഡോക്ടറിന്റെ പേര് ഡോക്ടർ ഓഫ് ആന്റിസിഡന്റ് ഡെറ്റ്. ആന്റിസിഡന്റ് ക്ലിയർ ആണല്ലോ? അപ്പൊ അതുവരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഒന്നിനൊരു ചെറിയ ടോപ്പിക് പറഞ്ഞു. നെക്സ്റ്റ് അടുത്തൊരു ടോപ്പിക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്നത്തെ ഹിന്ദുക്കളുടെ കയ്യിൽ 2 തരം പ്രോപ്പർട്ടി ഇല്ലേ? ഏതൊക്കെയാ? അപ്പൊ സെൽഫ് അക്യൂർഡ് പ്രോപ്പർട്ടി ആണ് പറയാം. ഇതില് എന്താണ് ആക്സിസൽ പ്രോപ്പർട്ടിയിൽ ഏതൊക്കെ വരുമെന്ന് ചോദിച്ചാൽ, ജോയിന്റ് ഫാമിലിയുടെ മൊത്തത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വേർപ്പൊഴുക്കി ഉണ്ടാക്കിയിടുന്ന എല്ലാം എന്തിൽ വരും? അത് ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടി ആണോ? സെൽഫ് വ്യക്തി ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടിയാണ്. ജോയിന്റ് ഫാമിലിയുടെ പ്രോപ്പർട്ടിയാണ്. ഇനി ഒരു വ്യക്തിക്ക് അയാളുടെ കയ്യിൽ അച്ഛന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതൊക്കെ അയാളുടെ കയ്യിൽ എന്താണ്? ഓക്കെ, ഇനി തിരിച്ച് സെൽഫ് അക്യൂർഡിൽ ഏതൊക്കെ വരും? ഒരു വ്യക്തി സ്വന്തം വേർപ്പൊഴുക്കി ഉണ്ടാക്കിയിടുന്നതൊക്കെ ആരുടേതാണ്? ഓക്കെ, ഇനി ഞാൻ പറയാം. സ്വന്തമായിട്ട് ഞാനിപ്പോ പ്രോപ്പർട്ടി ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു? കൂട്ടുകുടുംബ പ്രോപ്പർട്ടിക്ക് അകത്തോട്ട് ഇത് മിക്സ് ചെയ്തു. അതിന്റെ പേര് ബ്ലെൻഡിങ് എന്നാണ്. അപ്പൊ അത് ഏതായി മാറും? അപ്പൊ അതും ഞാൻ ജോയിന്റ് ഫാമിലി പറയാൻ മനസ്സിലായി. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ സെൽഫ് അക്യൂർഡ്, നിങ്ങൾ തന്നെ പറഞ്ഞു, എന്റെ വേർപ്പിൽ ഉണ്ടാക്കിയത് ഞാൻ എന്റെ പ്രോപ്പർട്ടി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? മനസ്സ് നല്ലതായിട്ട് ഞാൻ പറഞ്ഞു ശരി, ഇതും കൂടെ കൂട്ടുകുടുംബത്തിലോട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്താൽ അത് ആ എന്റെ പ്രോപ്പർട്ടി സെൽഫ് അക്യൂർഡ്, എന്റെ സെപ്പറേറ്റ് അല്ലാതെ ഏതിന്റെ ഭാഗമാകും? ജോയിന്റ് പ്രോപ്പർട്ടിന്റെ ഭാഗമാകും. ഓക്കെ, ഇനി അടുത്ത സെൽഫ് അക്യൂർഡ് പ്രോപ്പർട്ടിയുടെ ബാക്കി എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ഒന്ന് പറഞ്ഞല്ലോ, ഇനി ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു. നമ്മുടെ കൂട്ടുകുടുംബത്തിൽ ഇപ്പൊ നമ്മൾ 50 പേരുള്ള നമ്മുടെ കൂടെ പ്രോപ്പർട്ടി കടം കയറി ജപ്തി ചെയ്ത് പോയി. ഞാൻ എന്റെ പൈസ ഉണ്ടാക്കി വക്കീലിനെ വെച്ച് ഞാൻ അത് തിരിച്ച് റീറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നാൽ 1/4 ആർക്ക് എടുക്കാം? ആ 1/4 എന്റെ എന്തായി മാറും? ഇനി എനിക്ക് ഏതെങ്കിലും ബന്ധുക്കൾ ഗിഫ്റ്റ് തന്നാൽ അതാരുടേതായും? എനിക്ക് ഗിഫ്റ്റ് എന്റെ പേര് തന്നിരിക്കുക, എനിക്ക് എന്റെ പേരില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു പർപ്പസിന് എനിക്ക് തന്നു. അപ്പൊ ഇതെല്ലാം ആരുടേതാണ്? ഇതെല്ലാം ആർക്ക് കിട്ടും? സെൽഫ് അക്യൂർഡ് പ്രോപ്പർട്ടി അല്ലേ, അല്ലെ? ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടിയാണ്. ഇനി ഒന്നും കൂടെ ഉണ്ട്, ഒരു ചോദ്യം. ഞാൻ ഇപ്പൊ നമ്മൾ 50 പേരുള്ള കൂട്ടുകുടുംബത്തിൽ ഞാൻ ജനിച്ചു. നിങ്ങൾ കംപ്ലീറ്റ് കൂലിപ്പണി ചെയ്ത് നിങ്ങളുടെ കംപ്ലീറ്റ് വേർപ്പിന്റെ ഫലം എടുത്ത് ബാങ്കിൽ എടുത്തിട്ട് എന്നെ ഡോക്ടറാക്കി അമേരിക്കയിൽ വിട്ടിട്ട് ഞാനിപ്പോ 10 ലക്ഷം രൂപ വെച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരിക വർഷത്തിൽ. അപ്പൊ ഈ അതായത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. അപ്പൊ ഈ 10 ലക്ഷം രൂപ എന്റേതാണോ അതോ നമ്മുടേതാണോ എന്നാണ് ഇവിടുത്തെ ചോദ്യം. കാരണം നിങ്ങളുടെ വേർപ്പിന്റെ ഫലമാണ് നമ്മുടെ കോമൺ, നിങ്ങൾ പലരും പഠിക്കാതെ മാറി നിന്ന് നിങ്ങളുടെ അധ്വാനത്തിലാണ് എന്നെ അയച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് എന്താണ്? എന്റേതാണോ? അപ്പൊ ഇത് സെപ്പറേറ്റ് പ്രോപ്പർട്ടി ആണോ, ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടി ആണോ എന്നുള്ളതാണ് ചോദ്യം. പൈസ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അതെ, അപ്പൊ കറക്റ്റാ, ഇത് കറക്റ്റാ, നിങ്ങൾ പറഞ്ഞ ശരി. ഇതായിരുന്നു പഴയ തത്വം. പക്ഷേ 1930 ഹിന്ദു ഗെയിൻസ് ഓഫ് ലേണിംഗ് ആക്ട് വന്നിട്ട് പറഞ്ഞു, പൈസ എടുത്തത് കൂട്ടുകുടുംബത്തിൽ നിന്നാണെങ്കിലും ഇതാരുടെ പ്രോപ്പർട്ടി അല്ല, ജോയിന്റ് പ്രോപ്പർട്ടി ആയിട്ട് വരില്ല, അതിപ്പോ ആരുടേതായി മാറി? സെൽഫ് അക്യൂർഡ് ആയിട്ട് മാറി. അപ്പൊ ഇതിന്റെ പേര് ഒറ്റ വാക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടിയുടെ പേര് ഗെയിൻസ് ഓഫ് ലേണിംഗ് എന്നാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്.
ഗെയിൻസ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായല്ലോ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പൊ ഗെയിൻസ് ഓഫ് ലേണിംഗ് പണ്ട് എന്തായിരുന്നു? 1930 ആക്ട് വരുന്നതിന് മുമ്പ് അത് എന്തിന്റെ ഭാഗമായിരുന്നു? ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടി. 1930 ഹിന്ദു ഗെയിൻസ് ഓഫ് ലേണിംഗ് ആക്ട് വന്നതിന് ശേഷം എന്തായി? ഗെയിൻസ് ഓഫ് ലേണിംഗ് ആക്ട് വന്നതിന് ശേഷം ഇതുവരെ ക്ലിയർ ആണല്ലോ. ഓക്കെ, ക്യാഷ് എങ്ങനെ തിരിച്ചെടുക്കുക? തിരിച്ചെടുക്കണ്ട, വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് കൊടുക്കാം. ലീഗൽ ക്ലെയിം ഇല്ല. ലീഗൽ ക്ലെയിം ഇല്ല വിഷ്ണു. കാരണം ഇപ്പൊ പറഞ്ഞോ. റിക്കവർ ചെയ്തത് കർത്തയാണെങ്കിൽ 1/4 അല്ലല്ലോ, ഫുൾ ആയിട്ട് കിട്ടൂലേ? അതെ അതെ, അത് കിട്ടും. അതുണ്ട്, എക്സെപ്ഷൻ ഉണ്ട്. കർത്തയാണെങ്കിൽ ഉണ്ട്. പിന്നെ മോബിൾ ആണെങ്കിൽ ഫുള്ള് കിട്ടും. ഇമോബിൾ ആണെങ്കിലാണ് ഞാൻ 1/4 പറഞ്ഞത് കേട്ടോ. ഞാൻ അതിന്റെ ഒരു ഫുൾ ഞാൻ ഡെപ്തിലോട്ട് പോകുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ഞാൻ അതിന്റെ ഐഡിയ പറഞ്ഞുതരാം. ബാക്കി എക്സെപ്ഷൻസ് ഉണ്ട്. കറക്റ്റ് അബ്ദുൽ നാസർ പറഞ്ഞത് ശരി. ഓക്കെ. ഇനി അടുത്ത ടോപ്പിക്, അടുത്ത പെട്ടെന്ന് പറയാം. കാരണം തീർക്കുകയല്ലേ, സമയം തീരില്ല. കാരണം നെക്സ്റ്റ് കാരണം അടുത്ത ഏതാ? ഇനി നമ്മൾ പാർട്ടീഷൻ്റെ എസ്സേ ഉണ്ട്. പാർട്ടീഷൻ അതെന്താന്ന് പറഞ്ഞത്? പാർട്ടീഷൻ നമ്മൾ എസ്സേ പഠിക്കുന്ന ലോജിക്ക് എന്തെന്ന് നമ്മൾ പറഞ്ഞത്. പാർട്ടീഷനെ പറ്റി എസ്സേ പഠിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മിതാക്ഷരയിൽ ബർത്ത് റൈറ്റിൽ തന്നെ ഞാൻ ആരായി? ബർത്ത് റൈറ്റ് എനിക്ക് കിട്ടിയില്ലേ? അപ്പൊ എനിക്ക് ബോധം വീഴുമ്പോൾ തന്നെ എനിക്ക് എന്ത് ചോദിക്കാം? അല്ല, ഇത് നമ്മുടെ സിസ്റ്റം പറഞ്ഞുതരാ. ഇതിനകത്ത് സിലബസിനകത്ത് പാർട്ടീഷൻ വരാൻ റീസൺ മനസ്സിലായല്ലേ? ജനിക്കുമ്പോ തന്നെ ഞാൻ ആരായി? പ്രോപ്പർട്ടിന്റെ ഓണർ. അപ്പൊ എനിക്ക് എന്റെ വീതം ചോദിച്ചുകൂടെ എപ്പോ വേണോ? അപ്പൊ ഇവിടെ പാർട്ടീഷൻ എന്നൊരു കോൺസെപ്റ്റ് ഓൾറെഡി ഹിന്ദു ലോയിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ജോയിന്റ് ആയിട്ട് കിടക്കുന്ന ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടി ആയിട്ട് കിടക്കുന്ന ജോയിന്റ് ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയെ ഓരോരുത്തരുടെ വിഹിതം ചോദിച്ചു പോണതിന്റെ പേരാണ് എന്താണ്? പ്രോസസ് പാർട്ടീഷൻ. ഓക്കെ, അത് പല വിധത്തിൽ. ഒന്നുകിൽ നമ്മൾ വിസിബിൾ ആയിട്ട് തന്നെ കല്ലും നെല്ലും വെച്ച് തിരിക്കാം, വേലി കെട്ടി തിരിക്കാം. അപ്പൊ മീറ്റ്സ് ആൻഡ് ബൗണ്ട്സ് എന്നാ പറയുന്ന. അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണമെന്നില്ല. ഒരു ഉടമ്പടി തയ്യാറാക്കി പാർട്ടീഷൻ ഡീഡ് തയ്യാറാക്കി വെച്ചിരുന്നാൽ തന്നെ എന്തായി മാറും? പാർട്ടീഷനായി മാറും. അപ്പൊ അവിടെ ചെന്ന് നോക്കിയാൽ നമുക്കിപ്പോ 100 ഏക്കർ കിടക്കുന്നു, നമുക്ക് അറിയാൻ പറ്റില്ല പാർട്ടീഷൻ ചെയ്തില്ല, കാരണം അവിടെ വേലി കെട്ടി തിരിച്ചിട്ടില്ല. പക്ഷെ ലീഗലി അത് എന്ത് തന്നെയാണ്? പാർട്ടീഷൻ. അപ്പൊ ആക്ച്വൽ എക്സ്പ്രസ് സിംപ്ലിയർ എന്നൊക്കെ പറഞ്ഞ കോൺട്രാക്ട് പഠിച്ചെടുക്കാണ് 2 വിധത്തിൽ പാർട്ടീഷൻ ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ചോദിക്കുമ്പോൾ ക്ലെയിം ചെയ്യുമ്പോൾ തന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ഫയൽ ചെയ്യാം? സ്യൂട്ട് ഫോർ പാർട്ടീഷൻ ഒക്കെ കോടതിയിൽ പോയിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഒരു തത്വമുണ്ട്, വൺസ് എ പാർട്ടീഷൻ ഈസ് ഓൾവേസ് എ പാർട്ടീഷൻ എന്നൊരു തത്വമുണ്ട്. എന്താണ് വൺസ് എ പാർട്ടീഷൻ ഈസ്? അതിനർത്ഥം ഒരിക്കൽ പാർട്ടീഷൻ ചെയ്താൽ റീഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നാണ് റൂള്. പക്ഷെ അതിന് എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു അൺബോൺ ഊമ്പിലുള്ള ഒരു കുട്ടിക്ക് എന്താണ് പോർഷൻ മാറ്റി വെച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം? എന്ത് ക്ലെയിം ചെയ്യാം? എന്റെ വിഹിതം എവിടെയെന്ന് പിന്നെ ചോദിക്കാം. അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ, പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഭ്രാന്താണ്, അൺസൗണ്ട് ആണ്. അപ്പൊ ഈ ബാക്കിയുള്ളവരെ ഇയാൾക്ക് കൊടുക്കാതെ എന്ത് ചെയ്തു? ഇയാളുടെ വിഹിതം കൊടുക്കാതെ ബാക്കിയുള്ളവരെ എടുത്തു. അപ്പൊ ഭ്രാന്ത് മാറി വരുമ്പോ എന്ത് ചെയ്യാം? അയാളെ വിഹിതം ചോദിക്കാം. അല്ലെങ്കിൽ മിസ്സിംഗ്, ആ സമയത്ത് കാണാനില്ല. അപ്പൊ ആള് സന്തോഷത്തിൽ എന്താണ് ഒരുത്തന്റെ ലാഭം കിട്ടിയില്ലെന്നൊരു കൊണ്ടു. പക്ഷെ പാർട്ടീഷൻ ചെയ്തതിനെ പിറ്റേന്ന് ആര് വന്ന് നിൽക്കുന്നു? മിസ്സിംഗ് ആയ ആള് വന്നു. യെസ്. അപ്പൊ ഇതൊക്കെയാണ് പാർട്ടീഷന്റെ വൺസ് എ പാർട്ടീഷൻ ഈസ് ഓൾവേസ് എ പാർട്ടീഷൻ അല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അല്ലേ? ഇനി വേറൊന്നും കൂടെ ഉണ്ട്. വേറെ എക്സെപ്ഷൻ, ഞാൻ റീയൂണിയൻ ചെയ്യാം. അതിന്റെ റീയൂണിയന്റെ അർത്ഥം എന്താണ്? ഈ പിരിഞ്ഞു പോയവരെല്ലാം വീണ്ടും ഒന്നേന്ന് കൊണ്ടുവന്ന് കോമൺ പൂൾ ചെയ്യുന്നതിന്റെ പേരാണ് എന്താണ്? റീയൂണിയൻ. അപ്പൊ അതെന്ന് പറയുമ്പോൾ വീതം വെച്ച് പോയവർക്ക് വേണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം? ആക്കാം. പക്ഷെ അതിൽ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. കുറച്ച് പേരുമായിട്ടേ റീയൂണിയൻ ലോ സമ്മതിക്കുന്നുള്ളൂ കേട്ടോ. ഫാദർ, ബ്രദർ, മെറ്റേണൽ അങ്കിൾ എന്നൊക്കെ പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്. അവരുമായിട്ട് മാത്രമേ എന്തിന് സ്കോപ്പ് ഉള്ളൂ? റീയൂണിയൻ സ്കോപ്പ് ഉള്ളൂ. ഇനി അടുത്തൊരു ടോപ്പിക്, ഈ കൂട്ടുകുടുംബ പ്രോപ്പർട്ടി ഇങ്ങനെ കിടക്കുമ്പോൾ പാർട്ടീഷൻ ചെയ്യാൻ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ എന്തെല്ലാം പാർട്ടീഷൻ ചെയ്തുകൂടാന്ന് ഞാൻ പറയാം. അതിൽ ഒന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ, സെൽഫ് അക്യൂർഡ് ആയിട്ട് ഒരുത്തന്റെ കിടക്കുന്നത് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സെൽഫ് അക്യൂർഡ് വാട്ട് കനോട്ട് ബി പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ ചോദിക്കും വാട്ട് ഈസ് പാർട്ടീഷൻ ആൻഡ് വാട്ട് കനോട്ട് ബി പാർട്ടീഷൻ. അപ്പൊ ഒരു പാർട്ടീഷന് പാത്രമാവാൻ പറ്റാത്ത ഒരു കാര്യം മനസ്സിലായല്ലോ. അവിടെ ഉള്ള ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ഏത് പ്രോപ്പർട്ടി? സെൽഫ് അക്യൂർഡ്. രണ്ടാമത് അമ്പലങ്ങളും വിഗ്രഹങ്ങളും ഇല്ല. അന്ന് ഹിന്ദുവിനൊക്കെ അറിയാലോ, കാവ് എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ ടെമ്പിൾസ്, ഐഡിയോൾസ് അതൊന്നും ചെയ്യാൻ പറ്റില്ല. വേറൊന്ന് കിണറുണ്ട്. ഒരു കിണറുണ്ടെന്ന് വെച്ചോ, 4 പേർക്ക് കിണർ എങ്ങനെ വീതിക്കും? അല്ലെ ഒരു ആനയുണ്ട്, അപ്പൊ ആനയുടെ 2 അങ്ങനെ പറ്റില്ല. അപ്പൊ അനിമൽസ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? പാർട്ടീഷൻ ചെയ്യാൻ പറ്റില്ല. അതിനെ നമ്മൾ ഇംപാർട്ടിബിൾ എസ്റ്റേറ്റ് എന്നാ പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഭാഗം വെക്കാൻ പറ്റാത്ത വേറൊരു ഐറ്റം പ്രോപ്പർട്ടിയുടെ പേരാണ് ഞാൻ പറയാൻ പോണ.
അതിന്റെ പേര് സ്ഥാനം പ്രോപ്പർട്ടി എന്നാണ്. എന്താണ് എന്ത് പ്രോപ്പർട്ടി? സ്ഥാനം പ്രോപ്പർട്ടി. സ്ഥാനം STA അത് തന്നെ അങ്ങനെയാണ്. STH സ്ഥാനം പ്രോപ്പർട്ടി എന്ന് തന്നെ കൊടുക്കുന്നത്. നോട്ടിൽ നിങ്ങൾ സിലബസിൽ ഉണ്ടെന്നോ എന്തായാലും കാണുമെന്ന് തോന്നുന്നു. നോക്കൂ, വായിച്ചോ, അതെല്ലാം പഠിച്ചോ? സ്ഥാനം പ്രോപ്പർട്ടി എല്ലാം പഠിച്ചോ? സ്ഥാനം പ്രോപ്പർട്ടി ഇല്ല സർ, അതുവരെ എത്തിയിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എന്താണ് സ്ഥാനം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞുതരാം. ശരിച്ചുള്ളൂ. ഈ മരുമക്കത്തായം ലോ ഗവേൺ ചെയ്യുന്ന ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ ഫീച്ചർ ഉണ്ടായിരുന്നു. വേറൊന്നുമില്ല. ഇപ്പൊ എക്സാമ്പിൾ, നമ്മൾ മരുമക്കത്തായം സിസ്റ്റത്തിൽ ഞാനാണെന്ന് വെച്ചോ ഇപ്പൊ ഇവിടുത്തെ എന്താണ് കർത്താവ്. അപ്പൊ നിങ്ങൾ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിലെ ഒരു മെജോറിറ്റി ഷെയർ കർത്തയ്ക്കെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കാരണവൻ എന്ന് പറഞ്ഞ് ഇട്ടേക്കും. അപ്പൊ കാര്യം മനസ്സിലായി. അപ്പൊ ഒരു കർത്തയ്ക്ക് അല്ലെങ്കിൽ കാരണവന് ഒരു സ്ഥാനം, ജനങ്ങളുടെ ഒരു പൊസിഷൻ ഉണ്ട്, ഒരു ഡിഗ്നിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി, കൂടുതൽ പ്രോപ്പർട്ടി ആ വ്യക്തിയുടെ പേരിലല്ല ഇട്ടിരിക്കുന്നത്, ആ പോസ്റ്റ് ഇരിക്കുന്നവരുടെ പേരിൽ ഇട്ടേക്കും. അതിന്റെ പേരാണ് എന്ത് പ്രോപ്പർട്ടി? സ്ഥാനം പ്രോപ്പർട്ടി. അപ്പൊ ആ കിട്ടിയ ആളുടെ പേര് സ്ഥാനി എന്നൊക്കെ പറയും. അത് എന്തിനാന്ന് മനസ്സിലായില്ലേ? വലിയ ആളാണെന്ന് ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ പോകുമ്പോൾ 500 ഏക്കർ ഉണ്ട്, അപ്പൊ ഞാൻ അത്ര വലുതാണെന്ന് കാണിക്കും. ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്ഥാനം സിസ്റ്റം. അപ്പൊ സ്ഥാനം എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിനുണ്ട്, മലയാളത്തിലുള്ള ഒരു സ്ഥാനം എന്ന് പറയില്ലേ, പൊസിഷൻ. പൊസിഷൻ. അപ്പൊ ആ കിട്ടുന്ന പൊസിഷൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കൊടുക്കുന്ന പ്രോപ്പർട്ടിയുടെ പേരാണ് എന്താണ്? സ്ഥാനം പ്രോപ്പർട്ടി. അപ്പൊ ഞാൻ ഇപ്പൊ ഞാനാണ് കർത്തയെന്ന് വിചാരിച്ചോ, അപ്പൊ ഈ പ്രോപ്പർട്ടി ഇപ്പൊ ആരുടേതാണ്? സാറിതാണ്. എന്റേതാണ്. പക്ഷെ എന്റെ പേരിലല്ല, ഞാൻ മാറി. ഇപ്പൊ നിങ്ങളില്ലാത്ത അടുത്ത ആരായി? ഇപ്പോ വേറൊരാളെ വിഷ്ണു ആയെന്ന് വെച്ചു. അപ്പൊ ഇത് ആർക്കായി ഈ പ്രോപ്പർട്ടി? വിഷ്ണുവിനായി. അതിന്റെ അർത്ഥം ഇത് പാർട്ടീഷൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇത് ഒരു എന്തിന്റെ എക്സാമ്പിൾ ആയിരുന്നു? സ്ഥാനം പ്രോപ്പർട്ടി എന്തിന്റെ എക്സാമ്പിൾ ആയിരുന്നു? എന്തിന്റെ എക്സാമ്പിൾ ആയിരുന്നു? ഇമ്പാർട്ടിയബിൾ എസ്റ്റേറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ 1956 ആക്ട് വന്നില്ലേ? ആക്ട് വന്നപ്പോ ഏതെടുത്ത് കളഞ്ഞു? ഏത് കോൺസെപ്റ്റ് അബോളിഷ് ചെയ്തു? സ്ഥാനം പ്രോപ്പർട്ടി എന്താക്കി മാറ്റി? പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? എന്തോ ഏതാ പാർട്ടീഷൻ ചെയ്യാൻ പറ്റിയ സ്ഥാനം പ്രോപ്പർട്ടി? ഹിന്ദു സക്സഷൻ ആക്ട് ഓഫ് 1956. ഹിന്ദു, കാരണം എന്തറിയാം മിഷൽ, ഇതിനകത്ത് ഈ നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ ഹിന്ദു സക്സഷൻ ആക്ട് 1956 ആണ് ഏറ്റവും ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. പഴയ മിതാക്ഷരൻ, ദേവാഗയൊക്കെ നമ്മൾ പഠിച്ച ഒറ്റയടിക്ക് ഇല്ലാതായി. ഓക്കെ, പറയട്ടെ മിഷൽ? ഹിന്ദു സക്സഷൻ ആക്ട് ഓഫ് 1956. ഇനി ഇതേപോലെ തന്നെ ഇവിടെ ഈ കേരളത്തിലെ ജോയിന്റ് ഫാമിലി സിസ്റ്റം അബോളിഷ് ചെയ്യാൻ വേണ്ടി കേരള ജോയിന്റ് ഫാമിലി സിസ്റ്റം അബോളിഷൻ ആക്ട് ഓഫ് 1975 കൂടെ ഉണ്ട് കേട്ടോ. അതുകൂടെ നിങ്ങൾ എവിടെയെങ്കിലും പരീക്ഷയ്ക്ക് എഴുതണം കേട്ടോ. ഹിന്ദു സക്സഷൻ ആക്ട് പാസ്സാക്കിയിരിക്കുന്ന സെൻട്രൽ പാർലമെന്റ് അല്ലേ കൊണ്ടുവന്നിരിക്കുന്ന, ഇന്ത്യ മൊത്തത്തിലല്ലേ. പക്ഷെ ഇവരല്ലാതെ തന്നെ കേരളത്തിൽ തന്നെ നമ്മൾ ഏത് പാസ്സാക്കി? കേരള ജോയിന്റ് ഫാമിലി സിസ്റ്റം അബോളിഷൻ ആക്ട് ഓഫ് 1975 കൂടെ ഉണ്ടെന്ന് അറിയുക കേട്ടോ. അപ്പൊ അതിപ്പോ മിഷൽ ചോദിച്ചുകൊണ്ടാണ് ഞാനത് എനിക്ക് പറയാൻ പറ്റിയത്. അതും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് എഴുതണം കേട്ടോ. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി വേറൊന്നുണ്ട്. ഹിന്ദുക്കളുടെ ഇടയിൽ, കേരളത്തിൽ നായന്മാരുടെ ഇടയിൽ, നായേഴ്സിന്റെ ഇടയിൽ കാണുന്ന ഒരു സിസ്റ്റമാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അതിനെ വേറെ കൂടുതൽ ഞാൻ പറയുന്നില്ല, മരുമക്കത്തായം സിസ്റ്റം എന്ന് പറയും. അവിടെ ആർക്കാണ് ഡോമിനൻസ്? അപ്പൊ അതിനകത്ത് ഒരു ഫീമെയിലിനാണ് ഡോമിനേഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഹിന്ദുക്കളുടെ ഇടയിൽ കേരളത്തിലുള്ള നായേഴ്സിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ആ കൂട്ടുകുടുംബത്തിന് നമ്മൾ വിളിക്കുന്ന വാക്ക് തറവാട് എന്നാണ് കേട്ടോ. തറവാട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനൊരു അവിടെയാണ് ജനിച്ചെങ്കിൽ എന്റെ തറവാട് എന്റെ അച്ഛന്റെ തറവാടിൽ വരൂ, എന്റെ അമ്മയുടെ തറവാടിൽ വരൂ. ഞാൻ ഏതിനാ ബിലോങ് ചെയ്യുന്നത്? ഞാൻ ജനിച്ചത് എന്റെ അച്ഛന്റെ തറവാടിലായിട്ടല്ല കൂട്ടുന്നത്, ഞാൻ എന്റെ അമ്മയുടെ തറവാടിന്റെ ബിലോ. അപ്പൊ അതാണ് എന്താണ് കേരളത്തിലോട്ട് വരുമ്പോ തറവാട് പിന്നെ താ വഴി എന്നാ പറയുന്നത്, അമ്മ വഴി. കണ്ടില്ലേ, തായ് എന്നുള്ള വാക്കില്ലേ തമിഴിൽ നമ്മൾ തായ് അമ്മ, അപ്പൊ താ വഴി. അതെ. അപ്പൊ അതാണ് എന്താണ് ഷോർട്ട് ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് പറയാം. ഓക്കെ, ഇനി പെട്ടെന്ന് തീർത്തുതരാം. ഇനി നമ്മൾ ഇതിനകത്ത് ചെറിയ വേറെ ടോപ്പിക് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ വഖഫ് പറയുമ്പോൾ പറഞ്ഞു, ഇപ്പൊ ഞാൻ പറയുന്നില്ല. വഖഫിന്റെ പറയുമ്പോൾ അത് പറഞ്ഞു, സിലബസിലുള്ള വഖഫ്. ഇപ്പൊ ഞാൻ ഇതങ്ങ് തീർക്കാൻ. ഇനി നമ്മൾ 1956 ആക്ടിലോട്ട് പെട്ടെന്ന് തീർത്തുതരാം. 1956 ആക്ട് വന്നപ്പോ തീർക്കുക. നമ്മൾ ഇത്രയും നേരം പറഞ്ഞെല്ലാം ഹിസ്റ്ററിയായി. ഓക്കെ, 1956 ആക്ട് വന്നപ്പോഴത്തേക്ക് ഒരു ഹിന്ദു മെയിൽ മരിച്ചാൽ ആർക്കൊക്കെ പോകണമെന്നും
ഒരു ഹിന്ദു ഫീമെയിൽ മരിച്ചാൽ ആർക്കൊക്കെ പോകണമെന്നും കൃത്യമായിട്ട് ഈ ആക്ടിൽ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരമേ എന്ത് പോവുള്ളൂ, പ്രോപ്പർട്ടി പോകും. പെട്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം ഒരു ഹിന്ദു മെയിൽ മരിച്ചാൽ എങ്ങനെ പോകുന്നുള്ള പെട്ടെന്ന് പറഞ്ഞു തരാം. അതിന് എങ്ങനെയാണ് കണക്കാക്കുന്നത് കറക്റ്റ് ശ്രദ്ധിച്ചോളൂ. ഒരു ഏറ്റവും വേണ്ടപ്പെട്ട നമുക്ക് തോന്നുന്നു ഏറ്റവും വേണ്ടപ്പെട്ട ഒരു 1956 ക്ലാസ് 1 എന്ന് പറഞ്ഞൊരു ഹെയറിൽ 12 പേരെ കൊടുത്തിരുന്നു. 56 വന്നപ്പോ അതിൽ എത്ര പേരെ കൊടുത്തിരുന്നു? 12 പേര്. അവിടെ 12 പേര് കൊടുത്തപ്പോ ആണുങ്ങൾക്കുള്ള ഡോമിനൻസ് ആണ് കൂടുതൽ നിന്നത്. 2005 ആയപ്പം അതിലൊരു 4 പേരെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ആർക്ക് വേണ്ടിയാണെന്ന് മനസ്സിലായല്ലോ. 2005 വന്ന മാറ്റം അപ്പൊ ആർക്ക് വേണ്ടിയാ? ഫീമെയിലാണ്. സ്ത്രീകൾക്ക്, ഫീമെയിലിന് വേണ്ടി. അപ്പൊ ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ക്ലാസ് 1 16 പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹിന്ദു മരിച്ചാൽ വേറൊന്നുമില്ല, ഹിന്ദു മരിച്ചാൽ ആ പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി ആർക്ക് കിട്ടണം? അവർക്ക് കിട്ടണം. അതിലാരുണ്ട്? വിഡോ ഉണ്ട്, സൺ ഉണ്ട്, ഡോട്ടർ ഉണ്ട്, വൈഫ് ഓഫ് ദ പ്രൊഡ്യൂസ് സൺ. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് എയുടെ മകൻ മരിച്ചു, മകന്റെ ആരിവിടെ നിൽക്കുക? മകന്റെ വിധവ. ഓക്കെ, അങ്ങനെ ഒരു ലിസ്റ്റ്. അത് ഞാൻ കൂടുതൽ പറഞ്ഞത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ മാർഗമുള്ള, അതിൽ എനിക്ക് വരെ നിങ്ങളെ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ നിന്നാണ് പ്രോബ്ലം ചോദിക്കുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞൊരു ഹിന്ദു മരിച്ചു, ഇന്ന അവകാശികളെ വിട്ടിട്ടാണ് മരിച്ചു, പ്രോപ്പർട്ടി കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആ പ്രോബ്ലത്തിൽ കൊടുക്കുന്ന വ്യക്തി ഈ ഏത് ലിസ്റ്റിലുണ്ടെന്നുള്ള ഞാൻ ലോജിക്ക് എനിക്ക് പറയാം. ഞാൻ വീണ്ടും പറയാം. ഒരു ഹിന്ദു മരിച്ചു. അപ്പൊ ആദ്യം ക്ലാസ് 1 16 ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്ക് കിട്ടും? അവർക്ക് കിട്ടും. ഓക്കെ, അവരില്ലെങ്കിൽ അടുത്തൊരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ പേര് ക്ലാസ് 2 ഹെയർ. ഓക്കെ, അവരില്ലെങ്കിൽ അഗ്നേറ്റ്സ് എന്ന് പറയും. അതായത് 2 വ്യക്തികൾ തമ്മിൽ ആണുങ്ങൾ വഴിയുള്ള ഹോൺലി ത്രൂ മെയിൽ ആണെങ്കിൽ അഗ്നേറ്റ്സും, അതില്ലെങ്കിൽ ഹോൺലി ത്രൂ മെയിൽസ് അല്ലാതെ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന ബന്ധത്തിന് കൊഗ്നേറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞു നോക്കിയേ? ക്ലാസ് 1 അവരില്ലെങ്കിൽ പെട്ടെന്ന് തീർക്കാം. ക്ലാസ് 1, ക്ലാസ് 2, പിന്നെ അഗ്നേറ്റ്സ്, പിന്നെ ആര്? കൊഗ്നേറ്റ്സ്. ഇവരാരും ഇല്ലെങ്കിൽ ബോണ വെക്കൻഷ്യ എന്ന് പറഞ്ഞ് വേക്കന്റ് ലാൻഡ് എന്ന് പറഞ്ഞ് എഷീറ്റ്, ESCHEAT, എഷീറ്റ് എന്നുള്ള പ്രോസസ് വഴി ഇത് ആർക്ക് കിട്ടും? ഈ പ്രോപ്പർട്ടി ഗവൺമെന്റ്, സർക്കാരിന് കിട്ടും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരമുള്ള ഹിന്ദുവിന്റെ സക്സഷനെ പറ്റി, മെയിലിനെ പറ്റി നിങ്ങൾ ഇങ്ങനെയാണ് അതിന്റെ ലോജിക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾ പഠിക്കുക. അപ്പൊ ഞാനൊരു പ്രോബ്ലം ചോദിക്കാം, ശ്രദ്ധിച്ചോളൂ. എന്ന് പറഞ്ഞൊരു ഹിന്ദു മരിക്കുന്നു. അയാൾ മരിച്ചപ്പോ അയാൾക്ക് ഒരു മകനുണ്ട്, മകളുണ്ട്, വിധവയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. പ്രോപ്പർട്ടി ആർക്കൊക്കെ കിട്ടും? പ്രോബ്ലം മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ ഒരു ഹിന്ദു മരിച്ചു, മെയില്. അയാൾക്ക് മകനുണ്ട്, മകളുണ്ട്, അയാളുടെ അച്ഛനുണ്ട്, അയാളുടെ അമ്മയുണ്ട്, വിധവയുണ്ട്. ഇങ്ങനെ ചോദിച്ചാൽ ഡിസ്ട്രിബ്യൂട്ട് അസറ്റ് നിങ്ങൾ എന്തെഴുതും? ഇവിടെ ആർക്കൊക്കെ കിട്ടും? അച്ഛനെ വെച്ച് ബാക്കി എല്ലാവർക്കും കിട്ടും. അച്ഛൻ ക്ലാസ് 2 ഹെയറിൽ വരുന്നതല്ലേ? അതെ, കറക്റ്റ് ആണ്. അത് പറഞ്ഞാൽ കറക്റ്റ് ആണ്. കാരണം അത് പറയാൻ കാര്യം, നമ്മളിത് ലോജിക്ക് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നില്ലേ? കാരണം ഫസ്റ്റ് അച്ഛന് കിട്ടുമെന്നല്ലേ മിക്കവാറും ഞാൻ പണ്ടൊരിക്കൽ വാല്യൂ ചെയ്തപ്പോൾ കുട്ടിയിൽ എഴുതിയിരിക്കുന്നത്. അച്ഛന് മാത്രമേ കൊടുക്കാവുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അച്ഛനാണ് കിട്ടുന്നത്. കാരണം അച്ഛൻ ഉറങ്ങാത്ത വീട് എന്നുള്ള സിനിമയൊക്കെ കണ്ടില്ല, അതിന്റെ കഥ വരെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പരീക്ഷ ഷീറ്റിൽ എത്ര ഇടേണ്ടി വരും? മാർക്ക് എത്ര കൊടുക്കാൻ പറ്റൂ? കാരണം എന്താണെന്നറിയാമോ? അത് ലോജിക്കാണ് നമ്മുടെ. കാരണം എന്തുകൊണ്ടാണ്? അത് സിനിമയും കഥയാണ്. കാരണം അച്ഛനാണ് വളർത്തി വിട്ടത് എന്നൊക്കെ പറഞ്ഞ് വലിയ വികാരഭരിതനായിട്ട് എഴുതി നമുക്കൊക്കെ കണ്ണ് നിറഞ്ഞുപോയി. പക്ഷെ മാർക്ക് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അതിന്റെ റീസൺ എന്താണ്? ലോയും ലോജിക്കും തമ്മിൽ മാച്ച് ആവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലോജിക്കലി ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല അച്ഛനും കൊടുക്കേണ്ടതല്ലേ സത്യത്തിൽ? പക്ഷെ അച്ഛന് കൊടുക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ഹിന്ദു സക്സഷൻ ആക്ടില് അച്ഛന്റെ പേര് 1ാം പട്ടികയിൽ ഇല്ല. എവിടെയേ ഉള്ളൂ? നിങ്ങൾ കറക്റ്റ് തിയറി അറിയാന്നുള്ള എനിക്ക് മനസ്സിലായി. ഇനി ക്ലാസ് 1 ഈ ക്ലാസ് 2 തമ്മിലുള്ള ഓക്കെ റിഹാബ്, ഞാൻ മാർക്ക് കൊടുത്തു റിഹാബ്. കാരണം അച്ഛന്മാരെ സ്നേഹിക്കുന്ന മക്കളുള്ളത് വലിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? മാർക്ക് കൊടുത്തു കേട്ടോ. ഞാനത് 0 ചുമ്മാ പറഞ്ഞത്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 0 വീഴും എന്നുള്ളത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഓക്കെ, നെക്സ്റ്റ്. ഇനി അത് അടുത്തപ്പോ ക്ലാസ് 1 നമ്മൾ 16 പേരുടെ പറഞ്ഞല്ലോ. പക്ഷേ ക്ലാസ് 2 ചെറിയൊരു പ്രത്യേകത കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ക്ലാസ് 2 നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ക്ലാസ് 2 എൻട്രി 1, എൻട്രി 2, എൻട്രി 3 എന്ന് പറഞ്ഞ് റോമൻ ലെറ്ററിൽ സൈഡിൽ മാർജിനിൽ റോമൻ 1 തൊട്ട് 9 വരെ കൊടുത്തിട്ടുണ്ട്. അത് എവിടെ ഇല്ല? അത് ഏത് ലിസ്റ്റിലില്ല? ക്ലാസ് 1 പക്ഷേ 2 നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻട്രി 1, എൻട്രി 2, എൻട്രി 3 എന്ന് പറഞ്ഞാൽ 9. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ക്ലാസ് 1 ആരും ഇല്ലെങ്കിൽ നേരെ ക്ലാസ് 2 ഇറങ്ങുമ്പോൾ എൻട്രി 1 അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എൻട്രി 1 അച്ഛൻ ഉണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി മൊത്തം ആർക്ക് കിട്ടണം?
അച്ഛൻ കിട്ടണം. യെസ്, അച്ഛൻ ഇല്ലെങ്കിൽ അവിടുത്തെ എൻട്രി 2-ൽ ഇറങ്ങും. ഇനി അതിനകത്ത് രണ്ടുപേരുണ്ടെങ്കിൽ അവർ രണ്ടും ഈക്വലി എടുക്കും. ഇനി അവരില്ലെങ്കിൽ ആർക്ക് പോകൂ? എൻട്രി 3ലേക്ക് പോകും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ലിസ്റ്റ് 2-ലുള്ള എൻട്രി 9-ൽ കിടക്കുന്ന വ്യക്തിക്ക് കിട്ടണമെങ്കിൽ ആരൊക്കെ പാടില്ല? ആളുകൾ വരാൻ സാധിക്കില്ല. ക്ലാസ് 1-ൽ ആരും പാടില്ല. ക്ലാസ് 2 8 ആളുകളും പറ്റത്തില്ല. ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്ത് വെച്ചു, ഒരു എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് പഠിക്കും. കാരണം ഇതിൽ നിന്ന് നമ്മൾ ഈ മാർക്ക് കിട്ടുന്ന പോയിന്റ് ഇതാണ്. ഞാൻ തിയററ്റിക്കലി പറഞ്ഞു തന്നു. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ അവരില്ലെങ്കിൽ ഇതപ്പെട്ടത് അഗ്നേറ്റ്സ്, പിന്നെ കൊഗ്നേറ്റ്സ്, പിന്നെ സർക്കാർ പറഞ്ഞതിന്റെ വാക്ക് മനസ്സിലായി. എഷീറ്റ് എന്നാ പറയുന്നത് കേട്ടോ. ESCHEAT എഷീറ്റ്, അല്ലെ ബോണ വെക്കൻസി എന്നാണ് പറയുന്നത്, വേക്കന്റ് ലാൻഡ്. ഓക്കെ, ഇനി ഇതേപോലെ സ്ത്രീയുടെ ഞാൻ കൂടുതൽ പറഞ്ഞത്, സ്ത്രീ മരിച്ചാലും ഇങ്ങനെ തന്നെയാണ് പോണത്. എന്താണ്, ഭർത്താവിനും മക്കൾക്ക് എന്നൊക്കെ. പക്ഷെ അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഒരു സ്ത്രീ മരിക്കുമ്പോൾ മക്കളില്ല, ഭർത്താവ് മാത്രമേ ഉണ്ടെങ്കിൽ ഭർത്താവിന് കിട്ടില്ല. ആർക്ക് പോകും? ആ സ്ത്രീ വിഡോയുടെ ആർക്കേ പോകും? സോറി, ആ സ്ത്രീയുടെ ആർക്കേ പോകും? പേരൻസിന് തന്നെയാണ്. അതിന്റെ കാര്യം എന്തെന്നറിയാമോ? ഇപ്പൊ ഈ സ്വത്ത് കിട്ടാൻ വേണ്ടി സ്ത്രീകളെ കൊന്നെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ്, ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്. ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ചിലപ്പോൾ കിട്ടില്ല. If the female has her property that is acquired by her own means, it would go to her husband, right? Husband, but if there are children, then husband can succeed along with the children. But if there is no children, it will go back to. അങ്ങനെ പേരൻസിന് കിട്ടിയതിന്റെ കാര്യം ഞാൻ ഈ പറയുന്ന. സെൽഫ് സെക്യൂർഡ് കിട്ടും കേട്ടോ. Okay, sir. All right. Thank you. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഈ പേരൻസിന്ന് പേരൻസ് ഈ മകൾക്ക് കൊടുത്ത സ്വത്താണ്. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, അടുത്ത പറയട്ടെ. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിലും കിട്ടില്ല. അത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഡിസ്ക്വാളിഫിക്കേഷൻ. അതായത് ഈ സക്സഷൻ ആക്ടിൽ കുറച്ച് പേരെ ലിസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുക. അത് ആരൊക്കെയെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് 3 ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഒന്ന് മർഡറർ. ആരാണ് മർഡറർ? അത് ലോജിക്ക് മനസ്സിലായല്ലോ. ഈ ലിസ്റ്റ് ഇപ്പൊ മകൻ അച്ഛനെ കൊന്നിരിക്കുക. അപ്പൊ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഷോർട്ട് നോട്ട് ഡിസ്ക്വാളിഫിക്കേഷൻസ് അണ്ടർ ദ ഹിന്ദു സക്സഷൻ ലോ. അപ്പൊ ഫസ്റ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ മനസ്സിലായാലും ആരാണ്? മർഡറർ. ഓക്കെ, മർഡറർ ഫസ്റ്റ് വൺ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ റീമാരേജ് ഓഫ് സർട്ടൺ വിഡോസ് എന്നാണ് പറയുന്നത്. അതായത് ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ഭാര്യയെ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അത് കറക്റ്റ് ശ്രദ്ധിച്ചോണം. സർട്ടൺ വിഡോസ് എന്ന് പറഞ്ഞ് പഠിക്കണം. അത് കാരണം ഇതിനകത്ത് കുറെ ഈ പറഞ്ഞ ക്ലാസ് 1-ലൊക്കെ കുറെ വിഡോസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിഡോ ഓഫ് ദ പ്രെഡിസസർ സൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം മനസ്സിലായോ? ആ മരിച്ചാളുടെ വിഡോയെ കിട്ടുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന. എന്താ പറഞ്ഞിരുന്നത്? വേറെ കുറെ വിഡോസിന് സ്വത്ത് കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ട്. പക്ഷെ അവിടെ അവർക്ക് കിട്ടാനുള്ള ഗ്രൗണ്ട് എന്താണ്? അവര് അതിന് മുമ്പ് എന്ത് ചെയ്യപ്പെട്ടു പോയി? റീമാരേജ്. അപ്പൊ റീമാരേജ് ആണ് രണ്ടാമത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ. മൂന്നാമതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട്, കൺവേർഷൻ. അപ്പോസ്റ്റസി നിങ്ങൾ പഠിച്ചില്ലേ? അപ്പോസ്റ്റസി, കൺവേർഷൻ അല്ലേ? പഠിച്ചില്ലേ കൺവേർഷൻ? കൺവേർഷൻ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാനാണെന്ന് വെച്ചാൽ ഈ അവസ്ഥയില് ഞാനാണ് എന്താണ്, എന്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചു. അപ്പൊ ഞാൻ ഹിന്ദു ആയ ഞാൻ യഥാർത്ഥത്തിൽ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാൻ മുസ്ലിം ആയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. യെസ് ഓർ നോ? ഞാൻ ഹിന്ദു ആയിരുന്നു, ഞാനിപ്പോ മുസ്ലിമായി. അപ്പൊ എന്റെ ഹിന്ദു അച്ഛനായ എന്റെ അച്ഛന്റെ പ്രോപ്പർട്ടി എനിക്ക് കിട്ടുമോ എന്നാണ് ഇവിടുത്തെ ചോദ്യം. കിട്ടുമോ ഇല്ലേ? യെസ് ഓർ നോ? ഇല്ല, കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ സർ. ഇല്ല, കിട്ടും. എനിക്ക് കിട്ടും. പക്ഷെ എന്റെ ഡിസെൻഡൻസിനെ എന്ത് ചെയ്യാവുള്ളൂ? അതാണ് പോയിന്റ്. അപ്പൊ എനിക്കൊരു വിഹിതം കിട്ടും. അതിനെ ആ കിട്ടുന്ന വിഹിതം ആർക്ക് ഡിവൈഡ് ചെയ്ത് പോവുകയുള്ളൂ? അപ്പൊ ആരെയാണ് ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്? കൺവേർട്ടിനെയാണോ കൺവേർട്സിന്റെ ഡിസെൻഡൻസിനെയാണോ? മാറിപ്പോയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ആ പോയിന്റ് ഞാൻ തീർക്കാം. അപ്പോ അതായത് ഞാൻ ഹിന്ദു ആയിരുന്ന സമയത്ത് എന്റെ അച്ഛൻ ഹിന്ദു ആണ്, പക്ഷെ ഞാൻ എന്തായി, ഞാൻ മുസ്ലിം ആയിട്ട് മതം മാറിപ്പോയി. അപ്പോ എനിക്കുള്ള ഷെയർ കിട്ടും. പക്ഷെ എനിക്ക് ശേഷം ഉണ്ടാവുന്ന മക്കളോ അങ്ങനെയുള്ള കുട്ടിയൊക്കെ ഏത് എലിജിബിൾ അല്ല. അപ്പൊ കൺവേർട്ട് ചെയ്ത അവകാശിക്ക് കിട്ടില്ല എന്നല്ല, ആ അവകാശിയുടെ ഡിസെൻഡൻസിന് എന്തില്ല. മനസ്സിലായ വിഷ്ണു?
ഓക്കെ സാർ, ഓക്കെ സാർ. അതാണ് കൺവേർട്സ് ഡിസെൻഡൻസ് നിങ്ങൾ ഓർത്താൽ മതി. ഇതുവരെ ക്ലിയർ അല്ലേ? തിരിച്ചു പോവോ? എന്തോ? കൺവേർട്ടും കൂടി മരിക്കുകയാണെങ്കിലോ ആ പ്രോപ്പർട്ടി? അല്ല, കൺവേർട്ട് മരിച്ചാൽ പ്രോപ്പർട്ടി തിരിച്ചു പോകുന്നില്ല. അപ്പൊ അതിലൊരു ഡോക്ട്രിൻ ഓഫ് നോഷണൽ പാർട്ടീഷന്റെ കോൺസെപ്റ്റ് ഉണ്ട്. ഡോക്ട്രിൻ ഓഫ്, അത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ എന്റെ അച്ഛൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇപ്പൊ 3 മക്കളാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഞാൻ മരിച്ചു. അപ്പോ ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ എനിക്ക് എത്ര കിട്ടുമായിരുന്നു എന്ന് നോക്കിയിട്ട് അത് എന്റെ ആർക്ക് പോവും? കൃഷ്ണപ്രസാദ്, അതിനെയാണ് നോഷണൽ പാർട്ടീഷൻ എന്നൊരു ഡോക്ട്രിൻ ഉണ്ട്. ഡോക്ട്രിൻ ഓഫ് നോഷണൽ പാർട്ടീഷൻ. ഐഡിയ മനസ്സിലായി? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, നോഷണൽ പാർട്ടീഷൻ അത് മാത്രം കിട്ടും. ആ ഒരു മകൻ എന്നുള്ള നിലയ്ക്ക്, അതായത് ഞാൻ മരിക്കാതിരുന്നുവെങ്കിൽ എന്റെ കുടുംബത്തില് 3 പേരിൽ 1 എനിക്ക് കിട്ടേണ്ടതല്ലായിരുന്നോ? അപ്പൊ ലോ അസ്യൂം ചെയ്യും എന്താണ്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ കുടുംബത്തിൽ എന്ത് നടന്നിരുന്നു എന്ന്. കേൾക്കുന്നുണ്ടോ കൃഷ്ണപ്രസാദ്, വിഷ്ണു? കേൾക്കുന്നുണ്ട്. പാർട്ടീഷൻ നടന്നു അസ്യൂം ചെയ്ത് കൊടുക്കും. അസ്യൂം ചെയ്തിട്ട് 1 എനിക്ക് വരും. അത് ആർക്ക് കിട്ടും? അത് കൊടുക്കും, താഴെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കും, ഡിസെൻഡൻസിന് കിട്ടും. ഓക്കെ, അത് ക്ലിയർ ആയി. നെക്സ്റ്റ്, ഇനി ഇത് തീർക്കുക. ഇനി നമ്മൾ ഇത് ക്ലിയർ ആണല്ലോ, ഇതുവരെ പറഞ്ഞു. ഇനി നമ്മൾ പെട്ടെന്ന് കുറച്ചുകൂടെ അങ്ങനെ, ഇത് ഒരു ബാറ്ററിയുടെ ചാർജിന്റെ ഒക്കെ പ്രശ്നം മാത്രമല്ല, ഞാൻ സ്പീഡ് കൂടുതലാണോ? ഇനി ഇത്രയും സ്പീഡ് വന്നാലേ തീരുള്ളൂ. ഓക്കെ, കാരണം ഞാൻ ഇന്ന് തന്നെ ഞാൻ നല്ല ടയർഡുമാണ്. രാവിലെ തൊട്ട് വേറെ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഈവനിംഗുകാർക്കൊക്കെ ഞാൻ ഇന്ന് എക്സ്ട്രാ ക്ലാസ്സസ് എടുത്തു കൊടുത്തിട്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സ്പീഡ് കൂടുതൽ മനസ്സിലാവാതെ ഒന്നും ഇല്ലല്ലോ? ഇല്ല സാർ, ക്ലിയർ ആണ്. ക്ലാരിറ്റി വന്നാൽ മതി. ബാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. നിങ്ങൾ എന്നെ നല്ല ബ്രൈറ്റ് കുട്ടികളല്ലേ, നിങ്ങൾക്ക് ഇത്രയും കിട്ടിയാൽ നിങ്ങൾക്ക് ഇത് പൊലിപ്പിച്ചിട്ട് എന്തുകൊണ്ടോ എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ഹിന്ദുക്കളുടെ ഏകദേശമായി. ഇനി നമ്മൾ നേരെ അടുത്ത് പെട്ടെന്ന് പോവാം. ഇനി നമ്മൾ നേരെ എങ്ങോട്ട് പോവാം? മുസ്ലിംസിൽ പോയിട്ട് ക്രിസ്ത്യൻസിലോട്ട് വരാം. നമ്മൾ മുസ്ലിംസിലോട്ട് ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ നിങ്ങൾ മുസ്ലിം ലോ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പഠിക്കുക. മുസ്ലിം പേഴ്സണൽ ലോ ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഓഫ് 1937 കൂടെ ഇടയ്ക്കിടയ്ക്ക് എഴുതണം കേട്ടോ. ആക്ടിന്റെ പേര് കേൾക്കാത്തവർക്കൊന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. മുസ്ലിം പേഴ്സണൽ ലോ ബ്രാക്കറ്റ് ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഓഫ് 1937. അത് കൃത്യമായിട്ട് ഈ പേപ്പറിൽ 3-4 സ്ഥലത്ത് എഴുതണം കേട്ടോ. ആക്ടിന്റെ പേരെന്ന് പറഞ്ഞേ, മുസ്ലിം പേഴ്സണൽ ലോ ബ്രാക്കറ്റ് ശരിയത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ആക്ട് ഓഫ് 1937. ഈ ആക്ടിന്റെ പ്രത്യേകത വേറൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഈ ആക്ടിലാണ് പറയുന്നത്, ഇവിടെ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും, ചെറിയ ആക്ട് ആണ് കേട്ടോ. നെറ്റിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ഓൺലി 6 സെക്ഷനേ ഉള്ളൂ. സെക്ഷൻ 1 തൊട്ട് 6, അതിൽ 1-2 വകുപ്പ് റിപ്പീൽ ചെയ്ത് പോവുകയും ചെയ്തു. ചെറിയ നിയമമാണ്. പക്ഷെ ഇത് ചെറിയ നിയമമാണെന്ന് പറയുന്നെങ്കിലും വലിയ നിയമമാണ്. ചെറുതെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഇതൊരു വലിയ നിയമമാണ്. ഇതിൽ പറയുന്ന കാര്യം വേറൊന്നുമില്ല. നോട്ട് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എനി കസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, മുസ്ലിംസിന് ഗാർഡിയൻഷിപ്പ്, മൈനോറിറ്റി, അല്ലെങ്കിൽ തലാക്ക്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി, സക്സഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏത് മാത്രമേ ആപ്ലിക്കബിൾ ആവാവൂ ഇന്ത്യയിൽ? കൂടുതൽ ഞാൻ പറയുന്നില്ല, മുസ്ലിം പേഴ്സണൽ ആപ്ലിക്കേഷൻ ആക്ട് ഇത്രേ പറയുന്നുള്ളൂ. അപ്പൊ അവരുടെ എല്ലാ മേഖലയും അതൊന്ന് എടുത്ത് വെച്ച് വായിച്ചു നോക്കണം. അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് മറ്റുള്ള ഒന്നുമല്ല നോക്കേണ്ടത്, അവർക്ക് മുസ്ലിംസിന് ഏതാണ് ഇവിടെ ആപ്ലിക്കബിൾ. അതുകൊണ്ട് നമ്മൾ ശരിയത്ത് ആക്ട് എന്ന് പറയുന്ന കാര്യം മനസ്സിലായില്ലേ? അതായത് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, പാർലമെന്റിന് കൂടുതൽ പറയേണ്ട കാര്യം. എന്ത് പറഞ്ഞിരിക്കുക? ഇന്ന മേഖലയിൽ മുസ്ലിംസിന് അവരുടെ വ്യക്തി നിയമം തന്നെ ആയിക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആക്ട് മറന്നുപോലെ അത് നിങ്ങൾ കോട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ പെട്ടെന്ന് തീർക്കുക. ഇവിടെ നമ്മൾ ഇനി ഒരു മുസ്ലിം മരിച്ചാൽ എങ്ങനെ പ്രോപ്പർട്ടി പോകുന്നു ഞാൻ നോക്കുകയാണ്, ശ്രദ്ധിച്ചോളൂ. അപ്പൊ മുസ്ലിം മരിക്കുമ്പോൾ നമ്മൾ ഹിന്ദു ലോയിൽ കമ്പാരിസൺ ആണ്. ഹിന്ദു ലോ നമ്മൾ പഠിച്ച എങ്ങനെയാണ്? എന്തൊക്കെയാ? ക്ലാസ് 1, ക്ലാസ് 2, അഗ്നേറ്റ്സ്, എസ്സേ കിട്ടുന്നതാണ്. ക്ലാസ് 1 ഇത് നിങ്ങൾ പ്രോബ്ലം ചോദിച്ചാൽ നിങ്ങൾ പ്രോബ്ലത്തിൽ ഈ തിയററ്റിക്കലി ആൻസർ ചെയ്തിട്ടേ നിങ്ങൾ പ്രോബ്ലത്തിലോട്ട് പോകാം കേട്ടോ. അപ്പൊ ഹിന്ദുവിന്റെ സക്സഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഹിന്ദു സക്സഷൻ ആക്ട് ഉണ്ടെന്നും അവിടെ ക്ലാസിഫിക്കേഷൻ ക്ലാസ് 1, ക്ലാസ് 2, അഗ്നേറ്റ്സ്, കൊഗ്നേറ്റ്സ്, സർക്കാർ എന്ന് എഴുതണം. ഓക്കെ, അതേപോലെ ഇവിടെ നമ്മൾ പറയാൻ പോയാൽ മുസ്ലിം ലോയിലോട്ട് വന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. 2 തരത്തിലുള്ള ഇൻഹെറിറ്റൻസ് ആണ്. ഷിയ ഇൻഹെറിറ്റൻസും ഉണ്ട്, സുന്നീസും ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഏതേ പഠിക്കുന്നുള്ളൂ? നമ്മുടെ അതും കൂടെ എഴുതണം. ഇന്ത്യൻ മുസ്ലിംസ് ആർ പ്രിസ്യൂം ടു ബി സുന്നീസ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഏത് ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണത്? വി ആർ ഗോയിങ് ടു അപ്ലൈ ദ സുന്നി ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ. അല്ലെങ്കിൽ അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു കേസിൽ ഷിയ ആണെങ്കിൽ കോടതിയിൽ ആദ്യമേ ഈ ഷിയ എന്ത് പറയണം? ദാറ്റ് കൺസേൺഡ് പെറ്റീഷണർ ഓർ ക്ലെയിമന്റ് ഹാസ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് ഹി ഈസ് എ ഷിയ. അപ്പൊ ഏത് ലോ എടുക്കും? പറയാൻ കാര്യം ഇത് ഇൻട്രോ എഴുതാൻ വേണ്ടി പറഞ്ഞു തരാം. എസ്സേ കിട്ടുമ്പോൾ ഇതും കൂടെ എഴുതണം. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ സുന്നിയിലോട്ട് വന്നു. സുന്നിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഏറ്റവും വേണ്ടപ്പെട്ട കുറെ പേരെ
ഖുറാനിക് ഹേഴ്സ് അല്ലെങ്കിൽ ഖുറാനിക് ഷെയറേഴ്സ് അല്ലെങ്കിൽ ഖുറാനിക് ഹേഴ്സ് എന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ കാറ്റഗറി ആരാ? ഖുറാനിക് ഷെയർ അല്ലെങ്കിൽ ഖുറാനിക് ഹേഴ്സ് അല്ലെങ്കിൽ ഷെയറേഴ്സ്. അവിടെ 12 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അത് പണ്ട് കമ്പാരിസൺ ആണ്. ഹിന്ദു ആക്ടിലും 12 ലിസ്റ്റ് ഒന്നിലുണ്ടായിരുന്നു, അതിപ്പോ മാറി. മുസ്ലിം ലോയിലും ആദ്യത്തെ ലിസ്റ്റ് 1 എന്നല്ല പറയേണ്ട, എന്താണ് ഖുറാനിക് ഹേഴ്സ് ഓർ ഷെയറേഴ്സ് 12 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അടുത്തത് വേറൊരു തൊട്ട് താഴെ റെസിഡ്യൂറീസ്. എന്താണ് അപ്പൊ റെസിഡ്യൂ കഴിഞ്ഞാൽ ബാലൻസ് എന്നുള്ള വാക്കില്ലേ റെസിഡ്യൂ. നമ്മൾ പണ്ട് കെമിക്കൽ മറ്റേ ഇതൊക്കെ നമ്മൾ ലാബിലൊക്കെ പരീക്ഷിക്കുമ്പോൾ അടിയിൽ അവശിഷ്ടം ഇങ്ങനെ വരില്ല, അപ്പൊ റെസിഡ്യൂ. അപ്പൊ പിന്നെ ഒന്നും കൂടെ ഉണ്ട്, കുറച്ചും കൂടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്, ഡിസ്റ്റന്റ് കിൻഡ്രഡ്. ആരാ? ഡിസ്റ്റന്റ് കിൻഡ്രഡ്. അപ്പൊ 3 കാറ്റഗറി ഒന്ന് പറഞ്ഞു നോക്കിയേ. ആദ്യം 12 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്, അവരെല്ലാം എന്ത് വിളിക്കണം? ഖുറാനിക് ഹേഴ്സ് അല്ലെങ്കിൽ ഷെയറേഴ്സ്. രണ്ടാമത്തെ ആരാ? റെസിഡ്യൂറീസ്, കുറച്ചും കൂടെ ഡിസ്റ്റൻസ് അല്ല, പറഞ്ഞുതരാം, അങ്ങനെയാണ് ലോജിക്കാണ്. 3 ഡിസ്റ്റന്റ് കിൻഡ്രഡ്. ഓക്കെ, 3 കാറ്റഗറി കൊടുത്തിരിക്കുക. ഇവിടെയും ഹിന്ദു ലോയും തമ്മിലൊരു ചെറിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഹിന്ദു ലോയിൽ നമ്മൾ ആ 16 പേരെ പറഞ്ഞിട്ട് എന്തെങ്കിലും 1/2 എന്നോ 1/6 എന്നോ എന്തെങ്കിലും നമ്മൾ ഒരു ഫ്രാക്ഷൻ പഠിച്ചോ? പറഞ്ഞോ? ഇല്ലല്ലോ, ഇല്ല. പക്ഷേ മുസ്ലിം ലോ കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാൻ കാര്യം, നിങ്ങൾ അവിടെ കുറച്ചുകൂടെ മാത്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കുറച്ചും കൂടെ തല പോയിക്കേണ്ടി വരും. വേറൊന്നുമില്ല, 12 പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ട് ആ ലിസ്റ്റിന്റെ സൈഡിൽ തന്നെ ഇന്ന വ്യക്തികൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ അച്ഛന് 1/6 എന്നോ, അല്ലെങ്കിൽ ഇന്ന വ്യക്തി ഉണ്ടെങ്കിൽ അച്ഛൻ ഏതിന്ന് ഖുറാനിക് ഹെയറിൽ നിന്ന് മാറി ഏതിലോട്ട് താഴ്ത്തപ്പെടും? യെസ്. അപ്പൊ അങ്ങനെ നിങ്ങൾ കുറച്ച് അത് ബൈഹാർട്ട് ചെയ്തേ പറ്റും. ഞാൻ എനിക്ക് അതിന്റെ ലോജിക്ക് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. നിങ്ങൾ അതിന്റെ തത്വം മനസ്സിലായല്ലോ. നിങ്ങൾ 3 വിഷ്വൽ കിട്ടി, 12 പേരെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസ് 1 അല്ല, ഏറ്റവും ഹയർ ആയിട്ട് നമ്മൾ ഖുറാനിക് ഹേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ കുറച്ച് പേരെ റെസിഡ്യൂറി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ഡിസ്റ്റന്റ് കിൻഡ്രഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പക്ഷേ ഇത് പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ നേരെ ഇന്ന ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന ആളുകൾക്ക് ഇന്ന വിഹിതമാണെന്നും, ഇന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ആ കിടക്കുന്ന ആളുകൾ ഏതിലോട്ട് മാറ്റപ്പെടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ പ്രോബ്ലം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഷാർപ്പ് അറിയാമെങ്കിൽ അത് എഴുതാൻ പറ്റൂ. ചുമ്മാ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് തള്ളാൻ പറ്റില്ല. കാര്യം മനസ്സിലായില്ലേ? കാരണം ആ പ്രോബ്ലത്തിൽ ഏതൊക്കെ ബന്ധങ്ങൾ കൊടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ചിലപ്പോൾ അച്ഛനെ കിടക്കുമ്പോൾ നമ്മൾ ചാടി കയറി അച്ഛനെ എന്താണ് അച്ഛനച്ഛനൊക്കെ നമ്മൾ ഏതിൽ കയറി എഴുതി കളയും. തിയററ്റിക്കലി നോക്കിയാൽ നമ്മൾ അതിനെ ഖുറാനിക് ഹെയർ എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും. കാരണം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പറയണം ഇന്ന ആളിവിടെ ഉള്ളതുകൊണ്ട് ഈ അച്ഛൻ ആരായി മാറി. ഓക്കെ, എന്റെ തത്വം മനസ്സിലായല്ലോ റിഹാബ്? ഖുറാനിക് ഹെയർ 3 വിധത്തിലാണ്. ഓക്കെ, ഇനി ഇവിടെ ചെറിയ ഒരു വ്യത്യാസവും കൂടെ ഉണ്ട്. ശ്രദ്ധിച്ചു. എന്നിട്ട് അവിടെയും സർക്കാരുണ്ട് കേട്ടോ. 3 പേർക്ക് ഇല്ലെങ്കിൽ അവിടെ പോകും. അത് എഴുതാൻ എളുപ്പമാണ്. ഷീറ്റ് വഴി അവിടെ പോകും, സർക്കാർ എടുത്തുകൊണ്ട് പോകും. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം നമ്മൾ ഒരു ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഈ ഫ്രാക്ഷൻ അല്ലേ, അപ്പൊ ഇതിന്റെ ഇലസ്ട്രേഷൻ പറഞ്ഞുതരാം. 2 ഡോക്ടറിൻസ് പറഞ്ഞുതരാം. ഡോക്ടർ ഓഫ് ഓൾ അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ഓൾ അല്ലെങ്കിൽ ഇൻക്രീസും, പിന്നെ ഡോക്ടർ ഓഫ് റദ്ദ് അല്ലെങ്കിൽ റിട്ടേൺ. 2 ഡോക്ടറിന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മുസ്ലിം മരിച്ചിട്ട് അയാളുടെ ഒരു 1 lakh ഉണ്ടെന്ന് വെച്ചു. 1 lakh അയാൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി 1 lakh ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ ഈ 1 lakh കൊടുക്കേണ്ട ആർക്കാണ് കൊടുക്കേണ്ട? 1 lakh ആർക്കാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? യെസ്. അപ്പൊ ഈ ഖുറാനിക് ഹേഴ്സിന്റെ നമ്മൾ കണക്കെടുത്ത് നോക്കിയപ്പോൾ 1 lakhന്റെ 1/6 ഇങ്ങനെ കണക്ക് കൂട്ടി കൊടുത്തപ്പോഴത്തേക്ക് 1,05,000 രൂപ കൊടുക്കേണ്ടി വരും. എക്സാമ്പിൾ പറയാം. നമ്മൾ കണക്ക് കൂട്ടിയില്ലേ? 1 lakhനെ വെച്ചിട്ടല്ലേ നമ്മൾ 1/6 2/3 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് നോക്കിയില്ലേ? അപ്പൊ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 1 lakh പ്ലസ് 1,05,000 വേണ്ടി വരും. അപ്പൊ ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്റെ 5,000 രൂപ കൂടെ കൊടുക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യും? ഈ കിട്ടിയവർക്ക് ആനുപാതികമായിട്ട് 5,000 രൂപ അവരുടെ നിന്ന് ട്രിം ചെയ്ത് മാറ്റും. മനസ്സിലായോ? ആ ട്രിം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ പേരാണ് ഡോക്ടർ ഓഫ് ഓൾ, AUL, അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ഇൻക്രീസ്. ഡോക്ടർ ഓഫ് ട്രിം ചെയ്യുന്നത് ഈക്വൽ ആയിട്ടാണോ എല്ലാവരും? പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്. ഓക്കെ, അതിന്റെ പേരാണ് ഡോക്ടർ ഓഫ് ഓൾ അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ഇൻക്രീസ്. അപ്പൊ ഈ പേരിന് തന്നെ ചില മുസ്ലിം ജൂറിസ്റ്റുകൾ ഈ പേരിന് ഡോക്ടർ ഓഫ് ഡിക്രീസ് എന്നിടണമെന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എഴുതാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പൊ കറക്റ്റ് ഡിക്രീസിങ് അല്ലേ നടക്കുന്നത്? അല്ലെ ഒരു വ്യക്തി ആലോചിച്ച അല്ലേ, കിട്ടേണ്ടി വരുന്നതിൽ നിന്ന് കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് അല്ല, അതെ 2 വിധത്തിൽ ഞാൻ പറയാൻ കാര്യം, അത് 2 അക്കാഡമിക് ഡിസ്കഷൻ ഉണ്ട്. പല മുസ്ലിം ജൂറിസ്റ്റുകളുടെ ബുക്കിലും ഇത് ഈ ഏരിയ വിമർശിക്കുന്നുണ്ട്. പക്ഷെ അതിന് മറുവാദം ശരിയാണ്. എന്താണ് ഇൻക്രീസ് എന്നിടാനുള്ള ലോജിക്ക്? എന്താണ്? 1 ലക്ഷത്തിന്
5000 കൂടി കൂടുതൽ എക്സ്ട്രാ വന്ന് കൊടുക്കേണ്ടി വന്നു. അല്ല, അപ്പൊ അതുകൊണ്ട് മറ്റേവര് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ അത് പറയുന്നെങ്കിൽ ഇതിനെ കിട്ടുന്നതിനേക്കാൾ ഒറിജിനലി കിട്ടേണ്ടതിനേക്കാൾ കുറയുന്നു പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഡിക്രീസ് എന്ന് തർക്കമില്ല. ബുക്ക് എഴുതുമ്പോൾ എന്തെങ്കിലും എഴുതും ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം ജൂറിസ്റ്റ് ഹാവ് ഡിവൈഡഡ് ഒപ്പീനിയൻ വിത്ത് റിഗാർഡ് ടു ദിസ് ടൈറ്റിൽ ഇറ്റ്സെൽഫ്. ഓക്കെ, അതാണ് ഡോക്ടർ ഓൾ. ഇനി വേറെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഈ 1 ലക്ഷം രൂപ തന്നെയാണ്. ഈ 1 ലക്ഷം രൂപ നമ്മൾ കൊണ്ടുവന്ന് ഈ ക്ലാസ് ഖുറാനിക് ഹേഴ്സിന് കൊടുത്തിട്ട് ഒരു 30,000 രൂപ മിച്ചം വന്നെന്ന് വിചാരിക്കുക. ആദ്യത്തിൽ തികയാതെ വന്നു. ഇപ്പൊ നമുക്ക് എന്ത് വന്നു? എത്ര രൂപ മിച്ചം വന്നു? 30,000 രൂപ ബാലൻസ്. യെസ്. അപ്പൊ നമ്മൾ അത് ആർക്ക് കൊടുക്കണം? ഈ ഹെയർസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അത് ഏത് ഹേഴ്സിന്? ഖുറാനിക് ഹേഴ്സിന് കൊടുത്തത് മൊത്തം കൊടുത്ത് തൃപ്തിപ്പെടുത്തിയല്ലോ. ഇനി 30,000 നമ്മൾ കൊടുക്കേണ്ടത് ആർക്കാണ്? റെസിഡറീസിന് കൊടുക്കണം. അപ്പൊ നമ്മൾ റെസിഡറി ലിസ്റ്റ് നോക്കിയപ്പോ ആരും ഇല്ല. അപ്പൊ ആർക്ക് കൊടുക്കണം? ഡിസ്റ്റന്റ് ടെൻഡർ. അതാണ് നമ്മൾ. അങ്ങനെ പറഞ്ഞാൽ സീറോ വീഴും. അങ്ങനല്ല, റെസിഡറിയിൽ ആരും ഇല്ലെങ്കിൽ ഈ എമൗണ്ട് തിരിച്ചാർക്ക് പോകും? ഖുറാനിക് ഹെയർസിന് പോകും. യെസ്, കണ്ട് മനസ്സിലായില്ലേ? ഖുറാനിക് ഹേഴ്സിന് പോയിട്ട് അവർക്ക് അത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്ത് ചെയ്യും? യെസ്, അതിന്റെ പേരാണ് ഡോക്ട്രിൻ ഓഫ് റദ്സ് അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് റിട്ടേൺ. മനസ്സിലായല്ലോ വ്യത്യാസം? ലോജിക്കലി നിങ്ങൾ പറഞ്ഞ ശരിയാ. 1-ൽ ഇല്ലെങ്കിൽ 2-ൽ പോകും, 2-ൽ ഇല്ലെങ്കിൽ എവിടെ പോകും? 3-ലേക്ക് പോകണം. പക്ഷെ ഇവിടെ നമ്മൾ വ്യത്യാസം മനസ്സിലായോ? റിഹാബ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഡോക്ട്രിൻ ഓഫ് റദ്ദ്, RADD അല്ലെ ഡോക്ട്രിൻ ഓഫ് റിട്ടേൺ. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഇനി അപ്പൊ ഡിസ്റ്റന്റ് കിൻഡ്രഡ് എന്തിനാന്നൊരു ചോദ്യം വരില്ലേ? അതെന്താന്ന്? റെസിഡ്യൂറിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് മിച്ചം ഉണ്ടെങ്കിൽ എവിടെ പോവും? ഡിസ്റ്റന്റ് കിൻഡറിലേക്ക്. അപ്പൊ ഡിസ്റ്റന്റ് കിൻഡ്രഡിന് കിട്ടണമെങ്കിൽ റെസിഡ്യൂറിൽ ആരെങ്കിലും എന്തായിട്ട് വേണം? ഡിസ്റ്റന്റ് കിൻഡ്രഡിന് കിട്ടണമെങ്കിൽ സെക്കൻഡ് കോളത്തിൽ ആര് വേണം? റെസിഡറിയിൽ ആരെങ്കിലും ജയിച്ചിരിക്കണം. അതെ, കറക്റ്റ് ആണ്. കാര്യം മനസ്സിലായി? ലോജിക്കലി ക്ലിയർ അല്ലേ? കോൺസെപ്റ്റേ പറഞ്ഞു തരാൻ പറ്റുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ലോജിക്കലി ക്ലിയർ ആയില്ലേ സാധനങ്ങളെല്ലാം? ഓക്കെ, ഇനി അടുത്ത കുറച്ച് ചെറിയ ടോപ്പിക്. ഇനി അടുത്ത ടോപ്പിക് ക്രിസ്ത്യൻസിന്റെ സക്സഷൻ. എന്താണ് ഒരു ക്രിസ്ത്യൻ സക്സഷൻ? അത് നമ്മൾ സക്സഷൻ പറയുന്നത് രണ്ടും വിൽപത്രം വെച്ചാലും വെച്ചില്ലെങ്കിലും അത് ഇന്ത്യൻ സക്സഷൻ ആക്ട് ഓഫ് 1925 ആണ് കേട്ടോ. നിങ്ങൾ ഈ ആക്ടും ഇതിന്റെ പേരും കൂടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് എഴുതിക്കണം. കാരണം ഇത് യൂണിഫോം സിവിൽ കോഡ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് കേട്ടോ. അപ്പൊ ഹിന്ദു സക്സഷനിലോട്ട് വന്നപ്പോൾ നമ്മൾ ഏത് പറയുന്നു? ഇപ്പൊ പറഞ്ഞ ഏതാ? ഇന്ത്യൻ സക്സഷൻ ആക്ട് ഓഫ് 1925. ഓക്കെ, അപ്പൊ 1925 ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് വേറെ കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട. അപ്പൊ ഞാൻ എന്നെ തന്നെ പറഞ്ഞുതരാം. 2 കാറ്റഗറി ആക്കിയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് വെച്ചോളൂ. ഒന്ന് ലീനിയൽ കൺസാങ്ക്വിനിറ്റി എന്ന് പറയും. ഓക്കെ, ഹിൻഡേർഡ് ബൈ ലീനിയൽ കൺസാങ്ക്വിനിറ്റി. 2 ഹിൻഡേർഡ് ബൈ കൊളാട്രൽ കൺസാങ്ക്വിനിറ്റി. ഈ 2 വാക്ക് നിങ്ങൾ പറയും. ആദ്യത്തെ ലീനിയൽ എന്നല്ലേ പറഞ്ഞത് അല്ലേ? വഖഫ് പറഞ്ഞുതരാം. വഖഫ് ഞാൻ പറയാം. വഖഫ് അടുത്ത എസ്സേയിലോട്ട് വഖഫ് എത്തില്ല. അത് വഖഫും ഇനി 3 ചെറിയ ടോപ്പിക് കഴിയുമ്പോഴത്തേക്ക് വഖഫിനെ പറ്റി ഒരു എസ്സേ പറഞ്ഞുതരാം. പിന്നെ അതേപോലെ പറഞ്ഞു തരുന്നത് അഡോപ്ഷൻ ഒരു എസ്സേ, ഗാർഡിയൻഷിപ്പ് ഒരു എസ്സേ, ഫുൾ പേപ്പർ തീരെ. ഓക്കെ, പറഞ്ഞുതരാം. അപ്പൊ ഇത് കേട്ടോളൂ. യെസ്, നമ്മളിപ്പോ പറഞ്ഞതാ ക്രിസ്ത്യൻസിന്റെ 2 കാറ്റഗറി മനസ്സിലായല്ലോ. ലീനിയൽ ക്ലാസ് 1 ഒക്കെ മറന്നു, എല്ലാം അങ്ങ് മറക്കും. ഇപ്പൊ പറയുമ്പോൾ 1925 ഏത് ആക്ട്? ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം ഇന്റർസ്റ്റേറ്റ് സക്സഷന് വേണ്ടി 2 വിധത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുക. ലീനിയൽ കൺസാങ്ക്വിനിറ്റിയും കൊളാട്രൽ. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം, കേൾച്ചോളൂ. ഇപ്പൊ ഞാൻ എൻ്റെ മകന്റെ മകൻ അല്ലെങ്കിൽ മകളുടെ മകളിലെ എന്നിക്കൂടി ഉണ്ടാവുന്ന എന്നിക്കൂടെ പോവേയല്ലേ അല്ലേ? കറക്റ്റ് അല്ലേ? ഞാൻ കഴിഞ്ഞിട്ട് എൻ്റെ മകൻ ഇതെല്ലാം ഞാൻ വഴി പോവേയല്ലേ, മുമ്പോട്ട് പോവേയല്ലേ? കറക്റ്റ് അല്ലേ? ഇനി എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അമ്മയുടെ അമ്മയൊക്കെ ഞാൻ വഴി മുകളിലോട്ട് പോവേയല്ലേ? ഇങ്ങനെയുള്ള ബന്ധങ്ങളെയാണ് നമ്മൾ ആദ്യത്തെ ലിസ്റ്റിൽ. നമ്മളത് കുരിശു പോലെ തന്നെ ഓർത്താൽ മതി. ഞാൻ അതുകൊണ്ട് പറഞ്ഞു ക്രിസ്ത്യൻസിന്റെ നമ്മൾ കുരിശിന്റെ ഷേപ്പ് ഓർത്താൽ മതി. ഇപ്പൊ ഞാൻ കുരിശൊന്നുമല്ല, ഞാനിങ്ങനെ നിൽക്കുന്നു, മോളിൽ കൂടെ പോകുന്നു അച്ഛനും അമ്മയൊക്കെ, താഴെ കൂടെ ആര് പോകുന്നു? മകൻ ആണല്ലോ, അല്ല തർക്കമില്ലല്ലോ. ഇനി എന്റെ അമ്മയുടെ ബ്രദർ ഇങ്ങനെയുള്ള ലൈനിൽ വരുമോ, എന്റെ സൈഡിലോട്ടുള്ള ലൈനിൽ വരുമോ? അമ്മയുടെ ബ്രദർ, നിങ്ങൾ തന്നെ ആലോചിച്ചു. അമ്മയുടെ ബ്രദർ എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയുടെ ബ്രദർ എന്നിക്കൂടെ കടന്ന് മുകളിലോട്ടോ താഴോട്ടോ പോണോ? അല്ലല്ലോ. അപ്പൊ സൈഡിൽ കൂടെ വരുന്നതാണ് ഏത്? അമ്മയുടെ ബ്രദർ. അപ്പൊ അത് ഏതിൽ വരും? കൊളാട്രൽ. അത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞില്ലേ ഒരു ലൈൻ ഇങ്ങനെ, മറു ലൈൻ ഇങ്ങനെ. അപ്പൊ ഏതുപോലായി?
ആയല്ലോ. ലോജിക്ക് മനസ്സിലായല്ലോ എന്താ ഉദ്ദേശിച്ചു? ഒന്നുകൂടെ പറയാം. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് അസെൻഡിങ് ആയിട്ടോ ഡിസെൻഡിങ് ആയിട്ടോ പോണ ഒരു ലൈൻ വരുന്നതല്ല. ഏത് അതാണ് ഏറ്റവും ബന്ധങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. കറക്റ്റ് ലൈൻ ബന്ധം അതല്ലേ? ആണോ അല്ലയോ? അതാണ് ഏത് കോൺസാങ്ക്വിനിറ്റി? ഹിൻഡേർഡ് ബൈ ലീനിയർ. മറ്റേത് ഇങ്ങനെയുള്ള ലൈൻ അല്ലെ? രണ്ട് കുരിശിന് ഇങ്ങനെയല്ലേ പറയുന്നത്, അങ്ങനെയല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ലൈനാണ് ഞാൻ ഓർക്കാൻ വേണ്ടി പറയാം, എളുപ്പത്തിൽ പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ലൈനിൽ വരുന്ന എല്ലാം ആരാണ്? ഇത് ക്ലിയർ ആണല്ലോ. ഇനി ഇവിടുത്തെ പറയാം, ഇവിടെയും നേരത്തെ പറയാനൊക്കെ പാവപ്പെട്ട സ്ത്രീകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ട്രാവൻകൂർ സക്സഷൻ ആക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്താണ്, മേരി റോയ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പഠിച്ചില്ല. ആ കേസിലാണ് അവർ പോയത്. അപ്പൊ അതിനുള്ള പൊസിഷൻ ഇതേ ഉള്ളായിരുന്നു. ആണുങ്ങൾക്ക് കൊടുക്കുന്നതിന്റെ 1/4 5000 രൂപയോ ഇതിൽ കുറവേതേ അത് മാത്രമേ ആർക്ക് കൊടുക്കുള്ളായിരുന്നു. പക്ഷെ അതിപ്പോ മാറ്റിയിട്ട് ഈക്വലൈസ് ചെയ്തിട്ട് ഇപ്പൊ എന്താണ്, ആ മേരി റോയുടെ കേസ് വന്നതിന് ശേഷം ട്രാവൻകൂറിലുള്ള അവർക്കും ഇന്ത്യൻ സക്സഷൻ ആക്ട് തന്നെയാണ് പാലിക്കുന്നു എന്ന് പറഞ്ഞ് ഏത് ആക്ട് ഇല്ലാതായി. കേരളത്തിലുള്ള സ്ത്രീകളുടെ ഈ പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ അരുന്ധതി റോയുടെ അമ്മ മേരി റോയ് പോയി നമുക്ക് സ്ത്രീകൾക്ക് ഇക്വാളിറ്റി വാങ്ങിച്ചു തന്നു. അപ്പൊ ക്ലിയർ ആണല്ലോ. ഇത് 3 തീർന്നില്ലപ്പോൾ ഹിന്ദു സക്സഷനായി, ക്രിസ്ത്യനായി, മുസ്ലിമായി. പെട്ടെന്ന് തീർക്കാം. ഇനി അടുത്ത് നമ്മൾ പെട്ടെന്ന് തീർക്കാം. ടെസ്റ്റമെന്ററി ഡിസ്പോസിഷൻ പറയാം. അതും കൂടി ഈ പേപ്പറിലുണ്ട്, ചെറുതായിട്ടുണ്ട്. അപ്പൊ ടെസ്റ്റമെന്ററി ഡിസ്പോസിഷൻ എന്ന് പറയുമ്പോൾ ടെസ്റ്റമെന്റിനെ പറ്റി പറയുന്ന ഇന്ത്യൻ ലോ ഏതാ? ഇന്ത്യൻ സക്സഷൻ ആക്ടിലാണ് പറഞ്ഞു പോണ ടെസ്റ്റമെന്ററിയെ പറ്റി, വിൽപ്പത്രം വഴിയുള്ള. പക്ഷേ അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. ആർക്ക് വേണോ മേജർ ആയിട്ടുള്ള സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്ക് എന്താണ് വിൽപ്പത്രം എഴുതി വെച്ച് ട്രാൻസാക്ട് ചെയ്യാം. അത് എന്താണ് വിൽപ്പത്രം എഴുതി വെച്ചതിന് ശേഷം ആള് മരിച്ചതിന് ശേഷം ഇത് കോടതി കൊണ്ട് പ്രൊബേറ്റ് ചെയ്തിട്ട് ഒതന്റിസിറ്റി ഒക്കെ നോക്കിയിട്ട് കോടതിയുടെ കൺസെന്റ് സർട്ടിഫിക്കറ്റോട് കൂടി ഇത് വിധിച്ചു പോകും. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി മുസ്ലിംസിന്റെ അതിനകത്ത് വരുമ്പോഴത്തേക്കാണ് പരീക്ഷയ്ക്ക് സിലബസിൽ വരുന്നതാണ്. മുസ്ലിംസിന്റെ വിൽപ്പത്രം എഴുതിയതിന്റെ പേര് ഒസിയത്ത് എന്നാണ്. മനസ്സിലായി? ഒസിയത്ത് കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ മുസ്ലിംസിന് കുറച്ച് പരിമിതികളുണ്ട്. പരീക്ഷയ്ക്ക് അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഓവർ ദി ടെസ്റ്റമെന്ററി ഡിസ്പൊസിഷൻ ഓഫ് എ മുസൽമാൻ? അപ്പൊ ഒരു മുസൽമാന് വിൽപ്പത്രം എഴുതി പ്രോപ്പർട്ടി കൊടുക്കുന്നതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കുറച്ച് കടമ്പകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ഒന്ന് ബിക്തബിൾ തേർഡ് റൂൾ ഉണ്ട്. ഒരു 1/3 പോർഷൻ പറയുന്നുണ്ട്. ഒരു 1/3 റൂൾ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ഒരു മൊത്തം സ്വത്തും കൊടുക്കാൻ പറ്റില്ല. ഒരു 1/3 പ്രോപ്പർട്ടിയുടെ 1/3 എന്ത് ചെയ്യണം, മാറ്റി വെച്ചിട്ട് ബാക്കി എന്ത് ചെയ്യാവും. അപ്പൊ ഇതൊരു ലിമിറ്റേഷൻ ആണ്. ഇതാർക്കില്ല. ഇത് ഏത് മതക്കാർക്കില്ല? ഇനി വേറൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ ഒരു വാപ്പ 3 ആമക്കൾ ഉണ്ടായിട്ട് ഒരു അവകാശിക്ക് മൊത്തം എഴുതി വെച്ചാൽ ഈ വാപ്പ മരിച്ചതിന് ശേഷം ആര് കൺസെന്റ് കൊടുക്കണം? ബാക്കിയുള്ള അവകാശികൾ കൺസെന്റ് കൊടുക്കണം. അപ്പൊ അതിന്റെ പേര് കൺസെന്റ് റൂൾ. ഓക്കെ. പിന്നെ കുറെ ഉണ്ട്. ബിക്കോസ് ഇൻ ഫ്യൂച്ചറോ, അതായത് ഈ വിൽപ്പത്രം എഴുതി വെച്ചാൽ മരിച്ചതിന് ശേഷം അയാളുടെ പേര് വരുന്ന പ്രോപ്പർട്ടി കൊടുക്കാൻ പറ്റില്ല. മരിക്കുന്ന സമയത്ത് എക്സിസ്റ്റൻസ് ആയിട്ടുള്ള പ്രോപ്പർട്ടി മാത്രമേ വിൽപ്പത്രം വഴി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാൻ പറ്റുള്ളൂ. സർ, മരിച്ചതിന് ശേഷം അങ്ങനെ പ്രോപ്പർട്ടി വരാം? അല്ല, ഏതെങ്കിലും വിധത്തിൽ കിട്ടേണ്ട പ്രോപ്പർട്ടി ഇയാൾ മരിച്ചതിന് ശേഷമായിരിക്കും ആരുടെ കൈവശം വന്നു ചേരുന്നത്? അയാൾക്ക് വന്നു ചേരുന്നത്. മരിച്ച സമയത്ത് അത് ആരുടെ പേരിൽ എത്തിയില്ലേ? പല വിധത്തിൽ വരാമല്ലോ. ഇപ്പൊ ചിലപ്പോൾ സർക്കാർ അലോട്ട് ചെയ്തിട്ട് കേസ് നടന്ന് അപ്പീൽ പോയിട്ട് ആർക്ക് അനുകൂല വിധി വരുന്നു, പലതും ഉണ്ടല്ലോ. ഓക്കെ. അപ്പോ അതാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ നിങ്ങൾ പഠിച്ചതാണ്, അൺബോൺ. നിങ്ങൾ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് പഠിച്ചില്ലേ? അൺബോണിന് സ്വത്ത് എഴുതി വയ്ക്കാൻ ഹിന്ദുസിന് ക്രിസ്ത്യൻസിന് മാത്രമേ പറ്റൂ. മുസ്ലിംസിന് ഒരിക്കലും ട്രാൻസ്ഫർ ആരാവാൻ പാടില്ല. TP ആക്ട് നിങ്ങൾ പഠിച്ചതല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ലിമിറ്റേഷൻസ് ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു ടോപ്പിക്കാണ്, അടുത്ത ചോദിച്ചിരിക്കുക. അതെന്താന്ന് ചോദിച്ചാൽ അത് 3 മതക്കാരെയും വെച്ച് ഞാൻ പറയാം. നമ്മൾ ഒരു വഖഫ് എന്ന് പറഞ്ഞുതരാം. വഖഫാണല്ലോ ഡൗട്ട് വന്നു. ഇത്രയേ ഉള്ളൂ. ഒരു മേജർ ആയിട്ടുള്ള സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരു മുസൽമാൻ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പേരിൽ അർപ്പിക്കുന്ന പ്രോപ്പർട്ടിയുടെ പേരാണ് എന്താണ്? പറഞ്ഞു കഴിഞ്ഞു. വഖഫ് എന്താണെന്ന് മനസ്സിലായല്ലോ. മേജർ ആയിട്ടുള്ള സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരു മുസൽമാൻ ഡെഡിക്കേറ്റ്സ് ഹിസ് പ്രോപ്പർട്ടി ഇൻ ദ നെയിം ഓഫ് ഗോഡ്. എന്തിനു വേണ്ടി? ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യപരമായിട്ട് ഫിലാന്ത്രോപ്പിക്കോ ഹ്യൂമാനിറ്റേറിയൻ കാര്യമോ, പാവങ്ങൾ അനാഥ പിള്ളേരെ പഠിപ്പിക്കാൻ, അങ്ങനെ മനസ്സിലായല്ലോ. ഖുറാനിൽ പറഞ്ഞ നല്ല കർമ്മങ്ങൾക്ക് ദൈവത്തിന്റെ പേരിൽ എഴുതി വയ്ക്കുന്നതിന്റെ അതിന്റെ പേരാണ് എന്താണ്? വഖഫ്. ഇത് ക്ലിയർ ആണല്ലോ. വഖഫ് നാമ, ആ ഡീഡിന്റെ പേര് വഖഫ് നാമ. ഇത് പ്രത്യേകം ഇത് റിവോക്ക് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റില്ല?
റിവോക്ക് ചെയ്യാൻ പറ്റില്ല. റിവോക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത് ആരുടെ പേരിൽ എഴുതി വെച്ചിരിക്കുക? ഗോഡിന്റെ പേര്. യെസ്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മരിക്കുന്ന ആള് മരിക്കുമല്ലോ, അപ്പോ ഇത് നോക്കാൻ വേണ്ടി ഇടയ്ക്കൊരു മാനേരെ വെക്കും. അയാളുടെ പേര് മുത്താവാലി എന്നാണ്. ആരാ? മുത്തവല്ലി. മുത്താവാലി. അപ്പോൾ പ്രശ്നം മനസ്സിലായല്ലോ. ഈ വ്യക്തികൾ മിക്കവാറും ഒക്കെ ആളുകൾ എഴുതി വെക്കുന്ന മരിക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും എഴുതി വെക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ പേരിലായപ്പോൾ ദൈവത്തിന് നോക്കാൻ സമയമില്ല, ദൈവത്തിന് സ്വത്തിന്റെ കാര്യമില്ല. അപ്പൊ ദൈവത്തിനും വേണ്ട, എഴുതി വെച്ചാൽ മരിക്കുകയും ചെയ്തു. ഇടയ്ക്ക് മുത്താവാലികൾ എന്ത് ചെയ്തു തുടങ്ങി? തീർന്നു. മുത്താവാലികൾ എന്ത് ചെയ്തു തുടങ്ങി? ഈ പ്രോപ്പർട്ടി നോക്കി നടക്കാൻ തുടങ്ങി. നോക്കി നടക്കാൻ നോക്കിയെന്നല്ല, കംപ്ലീറ്റ് സ്വന്തമായിട്ട് വീട്ടിൽ കൊണ്ടുപോയി തുടങ്ങി. അവര് ഡോമിനേറ്റഡ്. അപ്പം മുത്താവാലിയെ നിലയ്ക്ക് നിർത്തണോ വേണ്ടേ? വേണം. കുഴപ്പം കാണിച്ചാൽ മാറ്റണോ വേണ്ടേ? വേണം. അപ്പൊ ഒരു പാർലമെന്റിന് ഇടപെടൽ വേണോ വേണ്ടേ? അങ്ങനെയാണ് വഖഫ് ആക്ടും മുസൽമാൻ വഖഫ് ആക്ടും വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് ഒക്കെ കൊണ്ടുവന്നിട്ട് എന്ത് പറഞ്ഞു? ഇന്ത്യയിലുള്ള വഖഫുകളുടെ മുകളിൽ ഒരു കൺട്രോൾ ഉണ്ട്. അതിനുവേണ്ടി മെയിനായിട്ട് 3 ബോഡീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മുസ്ലിം എംപിമാരും അങ്ങനെ മതപണ്ഡിതന്മാരും ഒക്കെ അടങ്ങുന്ന സെൻട്രൽ തലത്തിൽ ഒരു ബോഡിയുടെ പേര് സെൻട്രൽ വഖഫ് കൗൺസിൽ. എന്താണ്? സെൻട്രൽ വഖഫ് കൗൺസിൽ. അപ്പൊ ആക്ടിലുള്ള ഒരു ബോഡി മനസ്സിലായല്ലോ. അപ്പൊ ഉപദേശക സമിതിയാണ് അവിടെ. അത് സെൻട്രൽ തലത്തിലാണ്. അവരുടെ ജോലി മനസ്സിലായല്ലോ. ഇന്ത്യയിലുള്ള വഖഫുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുന്ന മുസ്ലിം സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ പറയാം, അവരൊക്കെ കൂടെ അടങ്ങുന്ന ഒരു പാനലാണ്, അല്ലെങ്കിൽ മുസ്ലിം മതപണ്ഡിതന്മാർ. തീർന്നില്ല, എല്ലാ സംസ്ഥാനത്തും ഒരു ബോർഡ് വേണം. ആ ബോർഡിന്റെ പേരാണ് സ്റ്റേറ്റ് വഖഫ് ബോർഡ്. അപ്പൊ വഖഫ് ബോർഡിന്റെ ജോലി എന്താണെന്ന് ആരെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്ക് വഖഫ് ബോർഡില്ലേ? കേരളത്തിലെ വഖഫ് ബോർഡിന്റെ ജോലി എന്താണ്? കേരളത്തിലുള്ള ഇങ്ങനെ നല്ല മുസൽമാന്മാർ കൊടുത്തിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയിലേക്ക് കംപ്ലീറ്റ് കാത്തു സൂക്ഷിച്ച് ഇത് അന്യാധീനപ്പെട്ടു പോവാതിരിക്കാനുള്ള കംപ്ലീറ്റ് സ്റ്റെപ്സ് എടുക്കുന്ന ആരാണ്? യെസ്. ഇനി മുത്താവാലി മരിച്ചാൽ പുതിയ ആളെ വയ്ക്കാം. മുത്താവാലി വഖഫ് പ്രോപ്പർട്ടി എടുത്ത് ലീസിന് കൊടുക്കണമെങ്കിൽ ആരുടെ അനുമതി വേണം? അല്ലെങ്കിൽ വഖഫിലുള്ള വരുമാനം മൊത്തം ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ടോടെ കൊടുക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുത്താവാലിയെ കംപ്ലീറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് എന്താണ്? സ്റ്റേറ്റ് വഖഫ് ബോർഡ്. ഇനി ഒന്നുകൂടെ ഉണ്ട്, വഖഫ് പറഞ്ഞില്ലേ, വഖഫ് ട്രൈബ്യൂണൽ ഉണ്ട്. ഇതിനകത്തൊരു ഒരു ജുഡീഷ്യൽ ബോഡിയും കൂടെ ഉണ്ട് കേട്ടോ. ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ട തർക്കം തീർക്കാൻ വേണ്ടി ഈ ആക്ടിൽ ഏതും പറയുന്നുണ്ട് വഖഫ് ട്രൈബ്യൂണൽ. പക്ഷെ ഇപ്പൊ നിങ്ങൾ അറിയുക, ഈ ആക്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് അമെന്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. വഖഫ് കമ്മിറ്റി എന്നും വഖഫ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ പുതിയ കോൺസെപ്റ്റ്സ് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ആക്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാര്യം മനസ്സിലായല്ലോ. ഇപ്പൊ വഖഫ് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായോ? ഇനി ഞാൻ പറയണ്ടല്ലോ. ഈ വഖഫിന് കിട്ടിയ പ്രോപ്പർട്ടി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ? ഇല്ല, പറ്റില്ല. അത് ലീസൊക്കെ കൊടുക്കണമെങ്കിൽ പോലും ഇത്ര വർഷത്തിൽ എക്സീഡ് ചെയ്യുന്നെങ്കിൽ ആരുടെ അനുമതി വേണം? എക്സെപ്ഷൻ ഉണ്ടോ അതിലെന്തെങ്കിലും സെയിലിന്റെ കാര്യത്തില്? എന്തോ എക്സെപ്ഷൻ ഉണ്ടോ സെയിലിന്റെ കാര്യത്തിലേക്ക്? അതിനകത്ത് വേറൊരു കാര്യം, അതിനകത്ത് നമ്മൾ ഒരു ഡോക്ട്രിൻ ഓഫ് പറഞ്ഞോണ്ട് പറയാം. ഡോക്ട്രിൻ ഓഫ് സീപ്രേ എന്നൊരു ഡോക്ട്രിൻ ഉണ്ട് കേട്ടോ. സീപ്രേ മീൻസ് CYPRES എന്ന് എഴുതും. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കേട്ടിട്ടുണ്ടോ ആ ഡോക്ട്രിൻ? അപ്പൊ പറഞ്ഞുതരാം. CYPRES എന്ന് എഴുതും, സീപ്രേ എന്ന് വായിക്കും. CYPRES എന്ന് എഴുതും, സൈപ്രസ് എന്നാണ് എഴുതുന്നത്, പക്ഷെ സീപ്രേ എന്നെ വായിക്കും. അതിന്റെ അർത്ഥം ആസ് നിയർ ആസ് പോസിബിൾ എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. എന്താണ് ആസ് നിയർ ആസ് പോസിബിൾ? അതെന്താന്ന് പറഞ്ഞുതരാം. അതെന്താന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ വഖഫ് ഉണ്ടാക്കി നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പറയാ 10 അനാഥ പിള്ളേരെ പഠിപ്പിക്കണമെന്നായിരിക്കും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ആ ഏരിയയിൽ അനാഥ പിള്ളേർക്കൊന്നും പൈസയുടെ ആവശ്യമില്ല, അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 അനാഥ കുട്ടികളുടെ കല്യാണം നടത്തി വിട്ടാൽ മതി. കാര്യം മനസ്സിലായില്ലേ? അപ്പോ അതിന്റെ കോൺസെപ്റ്റ് ഇതേ ഉള്ളൂ. ഈ പറഞ്ഞ വഖഫ് പോലത്തുള്ള എൻഡോമെന്റ്സിനകത്ത് എന്താണോ ഈ ഫൗണ്ടർ തീരുമാനിച്ച അത് അതേപടി തന്നെ പാലിക്കണമെന്നില്ല. അതിന്റെ ഇന്റൻഷൻ ആസ് നിയർ ആസ് പോസിബിൾ പാലിച്ചാലും ആര് പറഞ്ഞതൊക്കെ ചെയ്തു എന്ന് കൂട്ടാം. ആരുടെ ഇന്റൻഷൻ നടന്നു എന്ന് കൂട്ടാം. യെസ്. അപ്പൊ ഡോക്ടർ സീപ്രേ വെച്ചിട്ട് പല ഇൻഡിവിജ്വൽ കേസസിലും ഇതിന്റെ പൊസിഷൻ മാറാം. പക്ഷെ തോന്നിവാസമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മാറാൻ പാടില്ല. യെസ്, ബിക്കോസ് അവിടെ ഈ പറഞ്ഞ കൊടുത്ത ആളുടെ ഇന്റൻഷൻ ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ്. ഓക്കെ, അത് മനസ്സിലായോ ഉദ്ദേശിച്ചത് എന്താണ്? സാർ, ഈ സദാക്ക പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അത് ഈ വഖഫിന്റെ കീഴിലാണോ വരിക? അതോ? അതെ, അതൊക്കെ സെപ്പറേറ്റ് ഗവൺമെന്റിന് ഒരുപാട് പവേഴ്സ് കൊടുത്തിരിക്കുക. ഈ വഖഫ് ബോർഡിന്റെ ഈ വഖഫ് കൗൺസിലിന്റെ ഒക്കെ റെക്കമെൻഡേഷനിൽ എല്ലാം അത് അവരുടെ കൈകളിൽ എടുക്കാന്നുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ രണ്ടും തമ്മിൽ വരുമ്പോൾ? അല്ല, അതിൽ പറയുന്ന ഒരു ചെറിയ സബ്റ്റിൽ ഡിസിഷൻ. സദാക്ക കൊടുക്കുന്ന പറഞ്ഞാൽ അത് ഒരു പർട്ടിക്കുലർ എമൗണ്ട്, ഒരു വരുമാനത്തിന്റെ ഒരു പർട്ടിക്കുലർ വിഹിതം കൊടുക്കുന്നതല്ലേ? പ്രോപ്പർട്ടി അല്ലെങ്കിൽ വിഹിതം എന്താണ്? അതെ, അതിനെയാണ് വരുന്നത്. പക്ഷെ അത് നമ്മളിങ്ങനെ വഖഫ് നാമ വഴി കൊടുക്കുമ്പോൾ അത് ഏതിലോട്ട് പോകും?
ഓക്കെ, വക്കഫ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും. Yes. അതല്ലാതെ അതായത് വേറെ എന്തെങ്കിലും അതിൽ എക്സെപ്ഷൻസ് ഉണ്ടോ, മാറ്റങ്ങൾ? ഇല്ല. അതിൽ നമ്മൾ ഈ വഖഫ് എന്നുള്ള വിധത്തിൽ തന്നെ വഖഫ് നാമ വഴി കൊടുക്കുമ്പോൾ അത് ഏത് കാറ്റഗറി തന്നെ പോവുള്ളൂ. അപ്പോഴവിടെ ഏതിൽ ഗവേൺ ചെയ്യും? ഓക്കെ, വക്കഫ് ബോർഡിന്റെ കീഴിൽ വരും. യെസ്. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ സദക്ക അങ്ങനെയുള്ള പ്രോപ്പർട്ടി കിട്ടുന്നെങ്കിൽ ആ ഈ കൊടുത്ത ആളുടെ ഇന്റൻഷൻ നല്ലൊരു കാര്യത്തിനല്ലേ, അത് വേണമെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഉപദേശം കൊടുത്ത് ഗവൺമെന്റിന് സമയങ്ങൾ അഡ്വൈസ് കൊടുത്ത് സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാനാണ് ഏത് ബോർഡ്? ഞാനിപ്പോ പറഞ്ഞില്ലേ, സെൻട്രൽ വഖഫ് കൗൺസിൽ. ഇതിനെപ്പറ്റിയുള്ള ഉപദേശങ്ങൾ കൊടുക്കാം. അപ്പൊ 3 ബോഡി പറഞ്ഞില്ലേ, അഡ്വൈസറി ബോഡി ആയിട്ടുള്ള സെൻട്രൽ വഖഫ് കൗൺസിൽ ഉണ്ട്, എക്സിക്യൂട്ടീവ് ബോഡി ആയിട്ടുള്ള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഉണ്ട്, പിന്നെ ഏതുണ്ട്? നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ആഡ് ചെയ്ത് തരാം. നിങ്ങൾ ഷബാന ബീഗം കേസിൽ പഠിച്ചില്ലേ? ഷബാന ബീഗം കേസിൽ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? 125 CRPC പ്രകാരം ഒരു മുസ്ലിം വൈഫ് വന്ന് ക്ലെയിം ഇട്ടാൽ ഇത് പീരീഡിൽ കൂടുതലും കൊടുക്കാൻ നമ്മൾ പറയും. ബിക്കോസ് എന്താണ്, CRPCക്ക് മതമില്ല, ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒരേപോലെ ജീവനാംശം കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ 1985. പക്ഷെ 86 നമ്മുടെ സർക്കാർ അതിൽ പുതിയ ലോ കൊണ്ടുവന്നില്ലേ, മുസ്ലിം പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവേഴ്സ് ആക്ട് കൊണ്ടുവന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് പീരീഡ് വരെ ഭർത്താവ് മെയിൻ്റനൻസ് കൊടുത്താൽ മതി, പിന്നെ ഭർത്താവ് കൊടുക്കണ്ട. ആ ജീവനാംശം കിട്ടേണ്ടത് റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നാണ്. റിലേറ്റീവ്സിന് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ആ സ്ത്രീക്ക് എവിടെ നിന്നാണ് കിട്ടേണ്ടത്? അതെ, അങ്ങനല്ലേ പഠിച്ചത് നിങ്ങൾ? അതെ, കണ്ടില്ലേ, മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷബാനോ 1985. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾ പറഞ്ഞ ഐഡിയ മനസ്സിലായി. അപ്പൊ വഖഫ് ബോർഡിനെ പറ്റി ഇത്ര എസ്സേ എഴുതണം, തീർക്കുക. ഇനി ഇതേപോലെ മുസ്ലിംസ് മാത്രമല്ല, ഹിന്ദുക്കളും ദൈവനാമത്തിൽ പ്രോപ്പർട്ടി കൊടുക്കാറുണ്ട്. അതിനെ നമ്മൾ ദേവസ്ഥാനം എന്ന് വിളിക്കും. അത് നോക്കുന്നതാണ് ദേവസ്വം ബോർഡ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞു തരണ്ടല്ലോ, ദേവസ്വം ബോർഡിനെ പറ്റി കൂടുതൽ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, കേട്ടറിവില്ലേ കൂടുതൽ? ഇനി ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചാരിറ്റി കൊടുക്കുന്നത് ക്രിസ്ത്യൻസ് ആണ്. പക്ഷെ ക്രിസ്ത്യൻസിന് ഇങ്ങനെ ഒരു ബോർഡേ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം അത് അക്കാദമിക് ആയിട്ടല്ല, അതൊരു വലിയ വിവാദ ഏരിയയാണ് ഞാൻ പറയുന്നത്. കണ്ടില്ലേ, ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് ഇല്ല എന്ന് പറഞ്ഞത് ഏത് മേഖലയിൽ യൂണിഫോം സിവിൽ കോഡ് ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദൈവനാമത്തിൽ അർപ്പിക്കുന്ന ഈ പ്രോപ്പർട്ടിയിൽ പോലും കണ്ടില്ലേ, മുസ്ലിംസിന് വഖഫ് ഉണ്ട്, വഖഫ് ബോർഡ് ഉണ്ട്. ഓക്കെ, ഹിന്ദുസിന് ദേവസ്ഥാനം എന്നാണ് ആ പ്രോപ്പർട്ടിയെ പറ്റി പറയുന്നത്. അത് നോക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഉണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്നത് ക്രിസ്ത്യൻസ് ആണ്. ക്രിസ്ത്യൻസിന് അങ്ങോട്ട് ബോർഡില്ല. പക്ഷെ ഞാൻ വീണ്ടും പറയാ, ഇപ്പോഴത്തെ തൊട്ടു മുമ്പുള്ള LDF സർക്കാരല്ല, അതിന് മുമ്പുള്ള UDF ഇരുന്നതിന് മുമ്പുള്ള LDF സർക്കാർ ഒരിക്കൽ ഒരു ശ്രമം നടത്തിയതാണ് കേരളത്തിൽ ഏത് കൊണ്ടുവരാൻ? ക്രിസ്ത്യൻ എൻഡോമെന്റ്സിന്റെ മുകളിൽ ഒരു കമ്മീഷണർ എന്നുള്ളൊരു പോസ്റ്റ് കൊണ്ടുവരാൻ, ആക്ട് കൊണ്ടുവരാൻ നോക്കി. പക്ഷെ അത് ബില്ലായതേ ഉള്ളൂ. ആ ബില്ല് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. അതിന്റെ റീസൺസ് എന്താണെന്ന് എന്നേക്കാൾ നിങ്ങൾക്ക് അറിയാം. ഞാനതിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒന്നാമത് നിങ്ങൾക്ക് അത് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ല. എഴുതിയ ഒരു പുതിയ വിവാദത്തിലോട്ട് നിങ്ങൾ പോകണ്ട. തൽക്കാലം അറിയുക, ഇതാണ് നമ്മുടെ ഇവിടുത്തെ റിയാലിറ്റി. ഓക്കെ, ഇനി അടുത്ത ഏകദേശം ആയില്ല, ഇനിയിപ്പോൾ തീർക്കാം. ഇനി 2 ചെറിയ ടോപ്പിക്കേ ഉള്ളൂ. അഡോപ്ഷൻ, പെട്ടെന്ന് പറഞ്ഞു. അഡോപ്ഷൻ ഇനി നിങ്ങളുടെ സിലബസിലുള്ള 5ാമത്തെ യൂണിറ്റ് തീർക്കാം. അഡോപ്ഷൻ ബാക്കി തന്നെയാണ്. അഡോപ്ഷൻ ഞാൻ എന്താണ്, ഹിന്ദുക്കളുടെ ഒരു പ്രത്യേക ഫീച്ചർ ഞാൻ ആദ്യം പറഞ്ഞാണ്. ഹിന്ദുക്കൾക്ക് ഒരാള് മരിച്ചാൽ അയാൾ അങ്ങ് എന്താണ് സ്വർഗത്തിൽ പോകണമെങ്കിൽ അയാളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ കർമ്മം ചെയ്യാൻ ഒരു മകൻ വേണം. ഇപ്പൊ പല ഹിന്ദുക്കൾക്കും അന്ന് ആരില്ല, കർമ്മങ്ങൾ ചെയ്യാനാകും. അല്ല, മകനില്ല, മകളെ കാണൂ. പോയിന്റ് മനസ്സിലല്ലേ? മകനില്ല. അപ്പൊ എന്ത് ചെയ്തു തുടങ്ങി? ഇപ്പൊ ഇതൊക്കെയാ അഡോപ്ഷൻ, പെട്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ പണ്ടത്തെ ഒരു സ്പിരിച്വൽ ആസ്പെക്ട് ആണെന്ന് മനസ്സിലായല്ലോ. ഒരു സ്പിരിച്വൽ പർപ്പസിന് വേണ്ടി ഒരു ഹിന്ദുവിന് എന്താണ് പുത്ര, സേവിയർ ഫ്രം ദ ഹെല്ലാണ്. അപ്പോ മകനുണ്ടെങ്കിലേ കർമ്മം ചെയ്താലേ എന്താണ് നമുക്ക് നന്മ കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റില് ഹിന്ദുക്കൾ എന്ത് ചെയ്യും? ആമക്കളെ, ഞാൻ ലീഗൽ ആമക്കളെ ദത്തെടുക്കും. ഓക്കെ, അപ്പൊ അന്ന് ആരെ മാത്രമേ ദത്തെടുക്കൂ? തീർച്ചയായും ആൺമക്കളെ മാത്രമേ ദത്തെടുക്കുകയുള്ളൂ. തീർന്നില്ല. ആണുങ്ങൾക്ക് മാത്രമേ ദത്തെടുക്കാൻ പറ്റുള്ളൂ, സ്ത്രീകൾക്ക് ദത്തെടുക്കാനുള്ള റൈറ്റ് ഇല്ല. 3, ദത്ത ഹോമം നടത്തിയിട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഹോമമൊക്കെ നടത്തി കുറച്ച് പേർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ദത്തെടുക്കും. ഇതായിരുന്നു പഴയ അഡോപ്ഷൻ. അത് ആർക്ക് മാത്രമേ ഉള്ളായിരുന്നു? ഹിന്ദുക്കൾക്ക്. അല്ല, ഹിന്ദുക്കൾക്ക്. അങ്ങനെ അതിനെ അതിജീവിക്കാൻ വേണ്ടി ഒരു നല്ല ലോ 1956 കൊണ്ടുവന്നു. അതിന്റെ പേരാണ് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട്. എന്താണ്? അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് ഓഫ് 1956. അതിലെ മെയിൻ്റനൻസിന്റെ പ്രൊവിഷൻ ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾക്ക് അത് ഈ പേപ്പറിലല്ല, ഫസ്റ്റ് പേപ്പറിലായിരുന്നു തോന്നുന്നു. അപ്പൊ ഇവിടെ അഡോപ്ഷനെ പറ്റിയുള്ള അപ്പൊ ഹിന്ദുക്കൾക്ക് മാത്രം ഒരു സെപ്പറേറ്റ് സ്റ്റാറ്റ്യൂട്ട് ഉണ്ടെന്ന് മനസ്സിലായല്ലോ, ആണല്ലോ? ഇനി ഇവിടെ ചെറിയൊരു പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. പണ്ടത്തെ തത്വത്തിൽ ശ്രദ്ധിച്ചോളൂ. ഒരു ഹിന്ദു പെട്ടെന്ന് മരിച്ചു, ഒരു ഭർത്താവ് മരിച്ചെന്ന് വിചാരിക്കുക. മരിക്കുമ്പോ ആ
വ്യക്തിയുടെ സ്വത്ത് അപ്പോഴുള്ള ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് പോയോ ഇല്ലയോ? പോയി. പക്ഷേ ഈ വിധവ കുറെ നാളിന് ശേഷം എല്ലാ വിഷമമൊക്കെ മാറിയതിനു ശേഷം ഭർത്താവിന്റെ കർമ്മം ചെയ്യാൻ വേണ്ടി ഒരു മകനെ ദത്തെടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ അന്ന് സ്ത്രീക്ക് ദത്തെടുക്കാമോ ഇല്ലയോ? ദത്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അന്നത്തെ ലോ പറയും ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴേ ഈ കുട്ടി എടുത്തു എന്നുള്ള അനുമാനമുണ്ട്. അതിന്റെ പേരാണ് ഡോക്ട്രിൻ ഓഫ് റിലേഷൻ ബാക്ക്. എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഡോക്ട്രിൻ ഓഫ് റിലേഷൻ. അപ്പൊ ഉള്ള പ്രശ്നം മനസ്സിലായില്ലേ? ഓൾറെഡി ഡിവൈഡ് ചെയ്ത പ്രോപ്പർട്ടിയിൽ പുതിയൊരു അവകാശിയായിട്ട് ഇപ്പൊ ഞാൻ വന്ന് നിൽക്കുക. അപ്പൊ നിങ്ങൾക്കൊക്കെ കിട്ടിയ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ഒന്നേന്ന് എന്ത് ചെയ്യേണ്ടി വരും? റീയൂണിയൻ പോലെ വരും. വീണ്ടും. അപ്പൊ തർക്കം വന്നോ ഇല്ലയോ? അപ്പൊ ഈ ഡോക്ട്രിൻ ഓഫ് റിലേഷൻ ബാക്ക് നല്ലതാണോ ചീത്തയാണോ? അല്ല. അപ്പൊ എന്താണ് ഡോക്ട്രിൻ ഓഫ് റിലേഷൻ ബാക്ക്? മനസ്സിലായല്ലോ, പരീക്ഷയിൽ ചോദിച്ചു. അപ്പൊ കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? അതായത് അന്ന് സ്ത്രീകൾക്ക് റൈറ്റ് ഇല്ല എടുക്കാൻ. അപ്പൊ എടുക്കും, പക്ഷെ എടുക്കേണ്ടി വരുമ്പോ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴേ എടുക്കുമ്പോൾ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുക്കുക, മുൻകാല പ്രാബല്യം കൊടുക്കുകയാണ് ആ അഡോപ്ഷൻ. അപ്പൊ ഇറ്റ് ക്രിയേറ്റഡ് അൺനെസറി കൺഫ്യൂഷൻ അമംഗ് പാർട്ടീഷൻഡ് പ്രോപ്പർട്ടി ആൻഡ് ലീഗൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ബേസ്ഡ് ഓൺ ദാറ്റ് ട്രാൻസാക്ഷൻസ്. അപ്പൊ ഇത് ഇത്രയും വിമർശനം നിന്ന സമയത്ത് ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ പാർലമെന്റ് 1956 എന്ത് കൊണ്ടുവന്നു? പെട്ടെന്ന് തീർക്കുക. എന്ത് കൊണ്ടുവന്നു? കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഈ ആക്ടിൽ വന്നതിന് ശേഷം ആക്ട് പറഞ്ഞതിനൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ. അതിലുള്ള മെയിൻ പോയിന്റ്സ് പറഞ്ഞുതരാം. അഡോപ്റ്റ് ചെയ്യാൻ കോമ്പീറ്റന്റ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഒരാൾക്കേ അഡോപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇനി ആ കുട്ടിയെ കൊടുക്കുന്ന ആൾക്കും കോമ്പീറ്റൻസിയും കപ്പാസിറ്റിയും വേണം. ഇപ്പൊ എനിക്കൊരു കുട്ടി, ഇപ്പൊ എന്റെ കുട്ടിയെ ഒരാൾക്ക് ദത്ത് കൊടുക്കണമെങ്കിൽ ഞാനല്ലേ കൊടുക്കേണ്ടത്, അല്ല അയൽവക്കക്കാരനല്ലല്ലോ പിടിച്ചു കൊടുക്കേണ്ടത് അല്ലേ? അപ്പൊ ഈ കൊടുക്കുന്നവനും വാങ്ങിക്കുന്നവനും രണ്ടുപേർക്കും എന്ത് വേണം? മേജർ ആയിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം, രണ്ടുപേർക്ക് എടുക്കാനുള്ള കപ്പാസിറ്റി വേണം. ഇനി ആ മാരീഡ് കപ്പിൾ ആണെങ്കിൽ ഭർത്താവ് എടുക്കുന്നെങ്കിൽ ഭാര്യയുടെ കൺസെന്റ് വേണം, അല്ലെങ്കിൽ ഭാര്യ എടുക്കുന്ന ഭർത്താവിന്റെ. പക്ഷേ അവിടെ ആ ഭർത്താവോ ഭാര്യയോ മതം മാറി പോവുകയോ സന്യാസം സ്വീകരിക്കുകയോ ഇൻകോമ്പീറ്റന്റ് ആവുകയോ ചെയ്തെങ്കിൽ കൺസെന്റ് ഇല്ലാതെ എടുക്കാം. പുതിയ ആക്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തത്, ഇപ്പോ സ്ത്രീക്കും എടുക്കാം പുരുഷനും എടുക്കാം. ഇനി മാരീഡ് വുമണിനും എടുക്കാം, അൺമാരീഡ് വുമണിനും എടുത്തുകൂടെ? ഇപ്പൊ എത്ര സിനിമ അഡോപ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഓട്ടെ, അതിനെ കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പൊ ഇപ്പൊ അഡോപ്ഷൻ എന്താണ്? ആണിനും എടുക്കാം, പെണ്ണിനും എടുക്കാം, മാരീഡിനും എടുക്കാം, അൺമാരീഡിനും എടുക്കാം. ഇനി ആൺകുട്ടിയെ എടുക്കാം, പെൺകുട്ടിയെ എടുക്കാം. അല്ലേ? ക്ലിയർ അല്ലേ? സ്പീഡ് കൂടുന്നുണ്ടോ? ആണിന് പെൺകുട്ടി എടുക്കാൻ സാധിക്കില്ലല്ലോ അൺമാരീഡ് ആയിട്ട്. പറഞ്ഞുതരാം. കണ്ടീഷൻ ഉണ്ട്, കണ്ടീഷൻ ഉണ്ട്. പോട്ടെ, അതൊക്കെ എടുക്കാം. എടുത്തു പറഞ്ഞെടുക്കാം. ഇനി അപ്പൊ ചേഞ്ചസ് മനസ്സിലായില്ലേ? ഇനി ഇവിടെ അടുത്ത ഒരു പോയിന്റ്, ഒരു കുടുംബത്തില് ഒരു മകനെയാണ് എടുക്കുന്നതെങ്കിൽ ആ വീട്ടില് ഒരു ഹിന്ദു ആയിട്ടുള്ള മകനോ ഹിന്ദു ആയിട്ടുള്ള മകന്റെ മകനോ ഹിന്ദു ആയിട്ടുള്ള മകന്റെ മകന്റെ മകനോ പാടില്ല. കാര്യം മനസ്സിലായല്ലോ? ഞാൻ ഹിന്ദു എന്നുള്ള വാക്ക് ചേർത്ത് എന്താന്ന് മനസ്സിലായല്ലോ? കൺവേർട്ട് ചെയ്ത് പോയാൽ എടുക്കാം. പോട്ടെ. അതേപോലെ മകളെയാണ് ഇപ്പൊ എന്റെ കുടുംബത്തിൽ മകളെയാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ഹിന്ദു മകളോ ഹിന്ദു മകന്റെ മകളോ പാടില്ല. അടുത്തത്, ഒരു മെയിലാണ് ഒരു പെൺകുട്ടി എടുക്കുന്നെങ്കിൽ ആ പെൺകുട്ടിയും മെയിലും തമ്മിൽ 21 ഇയേഴ്സിന്റെ ഗ്യാപ്പ് വേണം. ഓക്കെ, എന്തിനാണ് എന്താ അല്ല അങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഇവർ തമ്മിൽ ഇലിസിറ്റ് സെക്ഷൽ ബന്ധങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയൊരു ഗ്യാപ്പ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഒരു മകനെയാണ് എടുക്കുന്നെങ്കിൽ അമ്മയും മകനും തമ്മിൽ എന്ത് വേണം? ആക്ട് പറഞ്ഞിരിക്കുന്നത് 21 ഇയേഴ്സിന്റെ ഗ്യാപ്പ് വേണം. ഓക്കെ. ഇനി സാധാരണ എന്ത് ചെയ്യില്ല, മാരീഡ് വ്യക്തികളെ അഡോപ്റ്റ് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനകത്ത് സബ്ജക്ട് ടു കസ്റ്റം എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കസ്റ്റം അനുവദിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാം? ഈവൻ ഒരു മാരീഡ് വ്യക്തിയാണെങ്കിൽ ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഞാൻ ലോ ഇല്ലേ, നിങ്ങൾ അഡോപ്ഷൻ മെയിൻ്റെനൻസ് ആക്ട് എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞേക്കാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻസ് ഫോർ എ വാലിഡ് അഡോപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ മതി. ക്ലിയർ ഐഡിയ കിട്ടിയല്ലോ? ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി മുസ്ലിംസിന് ക്രിസ്ത്യൻസിന് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ലോ ഇല്ല. അവർക്ക് വേണമെങ്കിൽ കോർട്ട് ഓർഡർ വഴി എന്ത് ചെയ്യാം? അഡോപ്റ്റ് ചെയ്യാം. ഫാമിലി കോർട്ടിലോ അല്ലെങ്കിൽ ഫാമിലി കോർട്ടില്ല ജില്ലാ കോർട്ടിൽ പോവാം. ഇനി ഇവിടെ ഒരു വലിയ കേസ് കൂടെ പറഞ്ഞു നിർത്തിയ, നമ്മുടെ ഇന്ത്യയിൽ ആയിരക്കണക്കിന് പാവപ്പെട്ട കുട്ടികളെ ഫോറിൻ പേരൻസ് വന്ന് അഡോപ്റ്റ് ചെയ്തിട്ട് സെക്ഷൽ ട്രേഡിനൊക്കെ മാർക്കറ്റിലോട്ട് വിട്ടു. അപ്പൊ വലിയൊരു ഇഷ്യൂ ആയ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞതിലുള്ള കേസാണ് ലക്ഷ്മികാന്ത് പാണ്ഡെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ ഒരു ഷോക്കിംഗ് ഫാക്ട് ഒരു പൊതു താല്പര്യ ഹർജി വഴി സുപ്രീം കോർട്ടിൽ എത്തിച്ചു. എന്താണ്? ഇന്ത്യൻ ചിൽഡ്രൻ വെയർ അഡോപ്റ്റഡ് ബൈ ഫോറിൻ പേരൻസ്, ദേ ആർ എക്സ്പ്ലോയിറ്റഡ് മെന്റലി, ഫിസിക്കലി ആൻഡ് സെക്ഷുവലി. അപ്പൊ ഇവിടെ ഇത് ശരിയല്ല എന്ന് കണ്ടപ്പോ ഈ കേസിൽ സുപ്രീം കോർട്ട് ഇടപെട്ടിട്ട് കുറെ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു, കുറെ അതോറിറ്റീസിനെ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇപ്പൊ ഒരു അതോറിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ നമ്മൾ കാര എന്നാ പറയുന്നത്, CARA,
സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി. ഇപ്പൊ സ്റ്റേറ്റിനും അത് ഉണ്ടാക്കാൻ വേണ്ടി പുതിയ നമ്മുടെ തീർന്നില്ല. ഇതിനുശേഷം നമ്മുടെ ജുവനൽ ജസ്റ്റിസ് ആക്ട് കൂടെ നിങ്ങൾ പഠിച്ചിട്ട് വേണം. ജുവനൽ ജസ്റ്റിസ് ആക്ട് പുതിയ 2015 വന്നതിൽ അഡോപ്ഷൻ ലോ ആയിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. കൂടുതൽ നിങ്ങൾ അതിനെപ്പറ്റി JJ ആക്ടിനെ പറ്റി വേറൊരു ആംഗിളിൽ കാണാൻ ശ്രമിക്കേണ്ടത്. ഈ പരീക്ഷ പേപ്പറിന് വേണ്ടി നിങ്ങൾ JJ ആക്ട് ഓഫ് 2015 എടുക്കുക. അതിൽ ഒരു ചാപ്റ്റർ 7ഉം 8ഉം ഒക്കെ ഉണ്ട്. അതിലൊക്കെ പറഞ്ഞു പോകണം എന്താണ് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അനാഥ കുട്ടികളാണ്. അപ്പൊ ഇവര് വഴിപഴിച്ച് പോയി ക്രിമിനൽ ആവുന്നതിനേക്കാൾ നല്ലത് ഇവരെ എന്ത് ചെയ്യണം? ഇവരെ പിടിച്ചെന്ത് ചെയ്യണം? നന്നാക്കണം. യെസ്, റീഹാബിലിറ്റേഷൻ ആൻഡ് സോഷ്യൽ ഇന്റഗ്രേഷന് വേണ്ടി വൺ ഓഫ് ദ മെത്തേഡ് ആയിട്ട് ഈ ആക്ടില് അഡോപ്ഷന് വേണ്ടി ഒരു കുറേ വ്യവസ്ഥയുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു. പഠിച്ചോ? ഇതൊക്കെ എടുത്ത് വെച്ച് പഠിച്ചോ? ഞാൻ ഈ പറയുന്ന ആക്ട് പഠിച്ചോ? ഇതില് തുടങ്ങിയില്ല വിഷ്ണു, ഇപ്പൊ എടുത്തു വെച്ച് പഠിച്ചിട്ട് പോകണം. ഈ പരീക്ഷയ്ക്ക് നമ്മൾ അഡോപ്ഷനെ പറ്റി ചോദിച്ചാൽ ഞാൻ ഈ പറയുന്ന ഇതാണ് ലക്ഷ്മികാന്ത് പാണ്ഡെയുടെ കേസ് എഴുതണം, ഈ CARA സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി പറ്റി എഴുതണം, അവരുടെ ഗൈഡ് ലൈൻസ് എഴുതണം. എല്ലാം കൂടെ എഴുതിയാലേ മാർക്ക് കിട്ടും. അപ്പൊ ഇപ്പൊ ഒരു സെക്യുലർ അഡോപ്ഷൻ ലോ ഇന്ത്യയിൽ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. JJ ആക്ട് പ്രകാരം ഈ മുസ്ലിംസിനോ ക്രിസ്ത്യൻസിനോ എല്ലാം എന്താണ് ഈ ആക്ട് പ്രകാരം ഒരു പച്ചക്കൊടി കാണിച്ചിരിക്കുക, ദേ ക്യാൻ അഡോപ്റ്റ്. അപ്പൊ ഒരു വലിയൊരു നല്ല നിയമമാണ് ഈ JJ ആക്ട് എന്ന് കൂടെ പറയണം. അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2015 വെർഷൻ എന്തിനു വേണ്ടിയാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സിലായില്ലേ? ഈ പറഞ്ഞ സ്ട്രീറ്റ് ചിൽഡ്രനും അല്ലെങ്കിൽ പേരൻസ് കളഞ്ഞിട്ട് പോയ കുട്ടികളും വഴി പിടയ്ക്കാൻ സാധ്യതയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ പിടിച്ചെടുത്ത് സർക്കാർ കഴിയുന്നതും അതിനെ അഡോപ്റ്റ് ചെയ്ത് തന്നെ നല്ലൊരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ വിടണം, നല്ല സമൂഹത്തിൽ ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ. അതിന് ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. UN-ന്റെ കൺവെൻഷൻ ഉണ്ട്, UN കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ്, UNCRC 1989. അതും കൂടെ ഇടയ്ക്കിടയ്ക്ക് എഴുതിക്കണം. ഓക്കെ, അപ്പൊ അഡോപ്ഷൻ തീർന്നല്ലോ. ഇനി ഒറ്റ പോയിന്റിൽ ഗാർഡിയൻഷിപ്പ്, ലാസ്റ്റ് ടോപ്പിക്. ഗാർഡിയൻഷിപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. എപ്പോഴും ഒരു വീക്ക് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു സ്ട്രോങ് ഒരാളിനെ വെച്ചു കൊടുക്കുന്നതാണല്ലോ ഗാർഡിയൻ എന്നുള്ള കോൺസെപ്റ്റ് അല്ലേ. സാധാരണ ഇത് ആർക്കൊക്കെയാ വരുന്നത്? ഗാർഡിയനെ വെക്കുന്നത് പൊതുവെ ആർക്കൊക്കെയാ? മൈനർക്ക്, അൺസൗണ്ടിനൊക്കെ വെക്കോട്ടെ. അപ്പൊ ഇവിടെ ഓക്കെ പോട്ടെ. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ കുട്ടികളുടെ കാര്യമാണ്, ഫാമിലി മാറ്ററിലാണ് വരുന്നത്. അപ്പൊ ഇതിനെ നമ്മുടെ ഗാർഡിയൻ വെക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് പ്രത്യേക ആക്ട് തന്നെ ഉണ്ട്. അതിന്റെ പേര് ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് പറയുന്നുണ്ട്. ഗാർഡിയനെ വെക്കാം. അപ്പൊ അവിടെ നാച്ചുറൽ ഗാർഡിയൻ ഉണ്ട്. അതായത് നാച്ചുറലി ആര് ഗാർഡിയൻ എന്ന് ചോദിച്ചാൽ അച്ഛനാണെന്നാണ് അവിടെ എഴുതിയിരുന്നത്. അച്ഛനാണ് ഗാർഡിയൻ എന്ന്. അപ്പൊ അത് അറിയാലോ, സ്ത്രീകൾ ഉറപ്പായിട്ട് റൈറ്റ്സ് ഉള്ളതുകൊണ്ട്. ഗീത ഹരിഹരൻ വേഴ്സസ് RBI ഒരു കേസാണ്. അപ്പൊ ഹിന്ദു എന്താണ്, ഹിന്ദുക്കൾക്ക് ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് പ്രകാരം ഗാർഡിയൻ ആയിട്ട് ആരാ? ഗാർഡിയൻ ആരാ? അച്ഛനും. ആഫ്റ്റർ അച്ഛൻ ആരാ? അമ്മയായിരിക്കും. അപ്പൊ ഈ ആഫ്റ്റർ അച്ഛൻ എന്തുകൊണ്ട് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ റോൾ അമ്മയ്ക്കല്ലേ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഗീത ഹരിഹരൻ വേഴ്സസ് RBI എന്നുള്ള കേസിൽ കോടതിയിൽ പോയി. ഓക്കെ, അതിൽ കോടതി പോകാനുള്ള കാര്യം RBIയിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈ കുട്ടിയുടെ പേരിൽ ഇടാൻ വേണ്ടി അമ്മ അപേക്ഷിച്ചപ്പോഴത്തേക്ക് അവര് RBI പറഞ്ഞ് അമ്മയല്ല അപേക്ഷിക്കേണ്ട, ആരാണ് അപേക്ഷിക്കേണ്ടതെന്ന്? അങ്ങനെ അവരിതിനെ ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞ് ഗീത ഹരിഹരന്റെ കേസിൽ ചലഞ്ച് ചെയ്തപ്പോ കോടതി ബുദ്ധിപരമായിട്ട് പറഞ്ഞു ആഫ്റ്റർ എന്നുള്ള വാക്ക് അച്ഛൻ മരിച്ചതിന് ശേഷമെന്നല്ല, അച്ഛന്റെ അഭാവത്തിൽ ആർക്കാവാം? അമ്മയ്ക്കും ആവാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതൊരു ജെൻഡർ ന്യൂട്രൽ ആക്ട് ആണെന്ന് പറഞ്ഞിട്ട് ശരി വെച്ചു, റദ്ദ് ചെയ്തിട്ടില്ല. അപ്പൊ ഗീത ഹരിഹരന്റെ ആക്ട് വന്നതിന് ശേഷം എന്തായി കഴിഞ്ഞു? ഗാർഡിയൻഷിപ്പ് അച്ഛനും അമ്മയ്ക്കും ആവാം, ഈക്വൽ ആക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി മുസ്ലിംസിന്റെ അതിനകത്തുള്ള പ്രശ്നം, അതൊരു വലിയ പ്രശ്നം. മുസ്ലിംസിന് ഈ കല്യാണം, ടവർ ഇതൊക്കെ തീരുമാനിക്കുന്നതിന് അച്ഛനാണ് ഗാർഡിയൻ. അച്ഛന് ശേഷം അമ്മയല്ല. ആരായിരിക്കണം? അച്ഛന് ശേഷം അച്ഛന്റെ അച്ഛനോ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട മെയിൽ റിലേഷൻസിനെ എന്ത് സ്റ്റാറ്റസ് ഉള്ളൂ? നാച്ചുറൽ ഗാർഡിയൻ ആവാൻ പറ്റുള്ളൂ. ഇനി ക്രിസ്ത്യൻസിനും എന്തേ ഉള്ളൂ? ക്രിസ്ത്യൻസിനും ആക്ട് ഉണ്ട്, ഗാർഡിയൻ ആൻഡ് വാർഡ് ആക്ട് ഉണ്ട്. അപ്പോൾ ആക്ടിലൊക്കെ പറയുന്ന പോയിന്റ് ഇതേ ഉള്ളൂ, അച്ഛൻ തന്നെയാണ് എന്ത്? അച്ഛൻ തന്നെയാണ് എന്താണ്? അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊരു കേസ് ഉണ്ട്, ABC വേഴ്സസ് ഡൽഹി എന്നാണ് ആ കേസിന്റെ പേര് കേട്ടോ. നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ 2015 ഈ കേസൊന്നും നിങ്ങൾ പഠിക്കാനോ നോക്കാനോ സാധ്യത എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴാണെന്ന് തോന്നുന്നത്, ഞാൻ പറയുമ്പോഴായിരിക്കും വല്ലതും കേൾക്കുന്നത്. ആണോ? സിലബസിൽ ഇല്ലാത്തതാണ് ഇതൊക്കെ. ഓക്കെ, ABC ഓർക്കാൻ എളുപ്പമുണ്ടല്ലോ, ABC വേഴ്സസ് ഡൽഹി. ഇതിന്റെ കഥ ഇത്രയേ ഉള്ളൂ. ഒരു ഇല്ലെജിറ്റിമേറ്റ്, അതായത് അച്ഛൻ ഇല്ല, കല്യാണം നടക്കാതെ ഒരു കൊച്ചു ജനിച്ചു. അപ്പൊ ഈ അമ്മയ്ക്ക് ഈ കുട്ടിയുടെ ഗാർഡിയൻ ആവാൻ വേണ്ടിയുള്ള ഒരു ക്ലെയിം ഇട്ടപ്പോ അപേക്ഷ കൊടുത്തപ്പോഴത്തേക്ക് അതിലെല്ലാം അച്ഛന്റെ പേര് കോളം ഫില്ല് ചെയ്താലേ അത് അപേക്ഷ അനുവദിക്കുള്ളൂ എന്ന് പറഞ്ഞ് ലോവർ ബോഡീസ് ഒക്കെ റിജക്ട് ചെയ്തു. അപ്പൊ ഈ അച്ഛന്റെ പേര് വെളിപ്പെടുത്താൻ ഈ അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായിരുന്നു? ഒരു ഫാക്ട് ക്ലിയർ അല്ലേ? ക്രിസ്ത്യൻ ഗാർഡിയൻ ആൻഡ് വാർഡ് ആക്ട് പ്രകാരം ക്രിസ്ത്യാനിയുടെ എന്താണ് നാച്ചുറൽ ഗാർഡിയൻ അച്ഛനാണ്. അച്ഛൻ കഴിഞ്ഞാൽ അമ്മയുണ്ട്. ഓക്കെ, ഇവിടെയുള്ള പ്രശ്നം ഈ കല്യാണം നടക്കാത്തതുകൊണ്ട് ഈ കൊച്ചിന്
കൊച്ചിന്റെ അച്ഛൻ ആരെന്ന് വെളിയിൽ പറയാൻ ആർക്ക് വിഷമോ? അമ്മയ്ക്ക്. അപ്പൊ പക്ഷെ ഈ അപേക്ഷ കൊടുത്ത എല്ലാ ഫോറവും പറഞ്ഞു എന്താണ് പറ്റില്ല, ആരുടെ പേര് വെച്ചേ പറ്റൂ, അച്ഛന്റെ പേര് വെച്ചേ പറ്റൂ, ഗാർഡിയന്റെ പേര്. പക്ഷെ ഡൽഹി കോർട്ട് പറഞ്ഞു അതിന്റെ കാര്യമില്ല, അമ്മയ്ക്കും ആ കൊച്ചിന്റെ ഗാർഡിയൻ ആവാൻ എന്തുകൊണ്ടും ഈ പറഞ്ഞ അച്ഛനേക്കാൾ എന്തുകൊണ്ടും യോഗ്യത ഉള്ളത് ആർക്കാണ് ഇതില്? അമ്മയ്ക്കാണ്. ബയോളജി. അപ്പൊ ഈ ലോവർ കോർട്ട് പഴയ വളരെ ഡ്രക്കോണിയൻ പഴയ ഒബ്സലിയേറ്റ് നിയമത്തിന്റെ കടിച്ചു നിന്നിട്ട് കാര്യമില്ല, സമൂഹം മാറിയിട്ടുണ്ട്, നല്ല സോഷ്യലി ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ് ലോവർ കോർട്ടിനെ വളരെ വെരട്ടയും ചെയ്തിട്ട് പറഞ്ഞു ഇവിടെ ആര് ഗാർഡിയൻ ആയിക്കോളാൻ? അമ്മ ഗാർഡിയൻ. അപ്പൊ ഇവിടെയൊക്കെ നോക്കുന്നതിനകത്തുള്ള ട്രെൻഡ് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി വേറൊരു തരം ഗാർഡിയൻ ഉണ്ട്, അതിന്റെ പേരാണ് കോർട്ട് ഗാർഡിയൻ അല്ലെങ്കിൽ ഗാർഡിയൻ അഡ് ലിറ്റം. നമ്മൾ പഠിച്ചില്ലേ, കേസ് നടത്തുമ്പോഴത്തേക്ക് വാദിക്കോ പ്രതിക്കോ ഇപ്പൊ മൈനർ വട്ടായി പോയി, അപ്പൊ ആരെ വെച്ചു കൊടുക്കും? കോടതി വെക്കുന്നതിന്റെ പേരാണ് എന്ത് ഗാർഡിയൻ? കോർട്ട് ഗാർഡിയൻ. ഇനി ഒരു ഗാർഡിയൻ കൂടെ ഉണ്ട്, ടെസ്റ്റമെന്ററി ഗാർഡിയൻ. ഞാൻ കൂടുതൽ പറയാം, വാക്ക് തന്നെയല്ലോ. നാച്ചുറൽ ഗാർഡിയൻ വിൽപത്രത്തില് വേറൊരു വ്യക്തിയെ വെക്കുന്നെങ്കിൽ ആ വ്യക്തിയുടെ പേര് എന്ത് ഗാർഡിയൻ എന്നാണ്? ടെസ്റ്റമെന്ററി ഗാർഡിയൻ. ടെസ്റ്റമെന്ററി ഗാർഡിയൻ. അപ്പൊ ഇതാണ് നിങ്ങൾ ഗാർഡിയൻഷിപ്പിനെ പറ്റിയുള്ള തിരിച്ചറിവ്. അതിൽ നിങ്ങൾ ഒന്നുകൂടെ പറയാ, ഹിന്ദുക്കൾക്ക് ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് എഴുതണം, അതിലെ പ്രൊവിഷൻസ് ഒക്കെ എടുത്ത് വായിക്കണം. അപ്പൊ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മൈനറുടെ ശരീരത്തിന്റെയും പ്രോപ്പർട്ടിയുടെയും കസ്റ്റോഡിയനാണ് എഴുതണം. രണ്ടിനും ഗാർഡിയനാണ്, മനസ്സിലായില്ലേ? പേഴ്സണിനും ഗാർഡിയനാണ്, പ്രോപ്പർട്ടിക്കും. എന്നും പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റില്ല, വിൽക്കാനൊന്നും പറ്റില്ല. വിൽക്കണമെങ്കിലും മറ്റേ ഏലിനേറ്റ് ചെയ്യണമെങ്കിലും ആരുടെ അനുമതി വേണം? ആരുടെ അനുമതി വേണം? കോടതിയുടെ അനുമതി വേണം. തീർന്നില്ല, കോടതി മൈനറുടെ ഇൻട്രസ്റ്റിന് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ കോടതി എന്ത് ചെയ്യാനും പാടില്ല, ചെയ്യാൻ പാടില്ല, അധികാരം കൊടുക്കാൻ പാടില്ല. അപ്പൊ ചെറിയൊരു ആക്ടാണ്, അതും എടുത്ത് വെച്ച് വായിച്ചു കേട്ടോ. ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് ഓഫ് 1956. പിന്നെ മുസ്ലിംസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ക്രിസ്ത്യൻസിന്റെ ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് ഓഫ് 1890 ആണ് കേട്ടോ. ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് ഓഫ് 1890 ആണ്. 1890 ഗാർഡിയൻ ആൻഡ് വാർഡ് ആക്ട്. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഈ പേപ്പറിനെ പറ്റി നബീൽ അയച്ചെന്ന സിലബസിലുള്ള പോയിന്റ്സ് വെച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. സാറ് അതില് ഒരു പ്രിയംഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ടോപ്പിക് ഉണ്ടെന്ന് പറഞ്ഞോ. പ്രിയംഷൻ വരുന്നില്ല. പ്രിയംഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രയോറിറ്റി റൈറ്റ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് അത് മുസ്ലിം ലോയിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ഷുഫ എന്ന് പറയും, അതായിരിക്കും ഉദ്ദേശിച്ചാണോ? ഷുഫ എന്ന് വേറൊന്നുമില്ല. ഒരു എക്സാമ്പിൾ ആണ്, 2 മുസ്ലിംസ് കൂടി 10 സെന്റ് വാങ്ങിച്ചു എന്നായിരിക്കുക. അപ്പൊ 10 സെന്റിന്റെ ഓണേഴ്സ് ആരൊക്കെയാ? 2 മുസ്ലിംസ്. അപ്പൊ ഒരു മുസ്ലിമിന് ഈ പ്രോപ്പർട്ടി വേണ്ട, വിൽക്കാൻ പോവുകയാണ്. അപ്പൊ അത് വേറെ ആരേക്കാൾ വാങ്ങിക്കാനുള്ള റൈറ്റ്, പ്രിഫറൻഷ്യൽ റൈറ്റ് ആർക്കാണ്? ഞാൻ ലോജിക്ക് ചോദിക്കാം, ആർക്കായിരിക്കും? ആ പാർട്ട്ണർക്ക്, കൂടെ മേടിച്ച ആൾക്ക്. യെസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു ലാൻഡ് വിൽക്കുമ്പോൾ മറ്റാരേക്കാൾ ആ ലാൻഡ് വാങ്ങിക്കാനുള്ള ഒരു വ്യക്തിക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് എന്താണ്? റൈറ്റ് ഓഫ് അല്ലെങ്കിൽ പ്രിയംറ്റീവ് റൈറ്റ് അല്ലെങ്കിൽ ഷുഫ. ഷുഫ എന്നാണ് അതിന്റെ അറബ് വാക്ക് കേട്ടോ, ഷുഫ. എന്താണെന്ന് മനസ്സിലായല്ലോ? പ്രിയംഷൻ എക്സാമ്പിൾ മനസ്സിലായില്ലേ? അപ്പൊ കോഹേഴ്സ് അല്ലെ കോണേഴ്സ്. അപ്പൊ മുസ്ലിംസ് ലോയിൽ പറയുന്നത് കോണേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 ഏക്കർ 2 മുസ്ലിംസ് പൈസയായിട്ട് വാങ്ങിച്ചു. അപ്പൊ 2 പേരും അതിന്റെ ഓണേഴ്സ് അല്ലേ? എ ഓണർ, ബി ഓണർ. അപ്പൊ എക്ക് ഇത് വിൽക്കണം. അപ്പൊ കൊടുക്കേണ്ടത് ആർക്കാണ് പ്രയോറിറ്റി റൈറ്റ് ഇത് വാങ്ങിക്കാൻ? രണ്ടാമത്തെ ഓണർ. അപ്പൊ വളരെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അവിടെയുള്ള മാർക്കറ്റ് വാല്യൂ, ഇയാൾ ഇത് വേണമെന്ന് ആവശ്യം ഉന്നയിച്ചിരിക്കണം, മാർക്കറ്റ് വാല്യൂലുള്ള പൈസ കൊടുക്കാൻ സന്നദ്ധനായിരിക്കണം, അല്ല ചുമ്മാ കൊടുക്കാൻ വേണ്ടിയുള്ള കണ്ടീഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ വേറൊന്നും പറയുന്നുണ്ട്, 2 മുസ്ലിംസ് അഡ്ജോയിനിങ് താമസിക്കുന്നെങ്കിൽ അതും പറയുന്നുണ്ട്. ഇപ്പൊ 2 ഡിഫറെന്റ് പ്രോപ്പർട്ടി, 2 മുസ്ലിംസ് അടുത്തടുത്ത് താമസിച്ചാൽ ആ മുസ്ലിം പ്രോപ്പർട്ടി കൊടുക്കുന്നെങ്കിൽ അടുത്തുള്ള മുസ്ലിമിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് അപ്പൊ അവർക്ക് അവിടെ എന്ത് വരുന്നുണ്ട്? പ്രിഫറൻസ്. യെസ്. അല്ലെങ്കിൽ നിങ്ങൾ ഈസ്മെന്റ് പണ്ട് പഠിച്ചില്ലേ? ഈസ്മെന്റ് എന്താണ്? ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനൊരു മുസ്ലിമാണ്, എന്റെ 5 സെന്റ് റോഡ് സൈഡിൽ കിടക്കുകയാണ്. അതിന്റെ ബാക്കിൽ ഒരു മുസ്ലിമിന് റോഡിലോട്ട് ഇറങ്ങാൻ വഴിയില്ലെങ്കിൽ എന്റെ 5 സെന്റിൽ കൂടെ വഴി നടപ്പ് കൊടുത്തല്ലേ പറ്റുള്ളൂ, അല്ലേ? അങ്ങനല്ലേ ഈസ്മെന്റ്? നിങ്ങൾ അങ്ങനല്ലേ പഠിച്ചത്? ഈസ്മെന്റ് അങ്ങനല്ലേ പഠിച്ചതുണ്ട്, അല്ലേ? റോഡ് സൈഡിൽ ഞാൻ എന്റെ 5 സെന്റ്, എന്റെ 5 സെന്റിന്റെ ബാക്കിൽ കിടക്കുന്നവന് റോഡ് ഇറങ്ങാൻ യാതൊരു വഴിയില്ലെങ്കിൽ എന്റെ വഴി കൊടുത്തല്ലേ പറ്റൂ. പഠിച്ചില്ലേ അത് ഈസ്മെന്റ്? അപ്പൊ ഞാൻ എന്റെ ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നെങ്കിൽ ആർക്കാണ് പ്രിഫറൻഷ്യൽ റൈറ്റ്? നിങ്ങൾ എന്നെ ആലോചിച്ചേ, ആർക്കാണ് കിട്ടേണ്ട റൈറ്റ്? എന്റെ ബാക്കിൽ കിടക്കുന്ന വ്യക്തിക്കല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. ഇങ്ങനെയുള്ള പ്രിയംഷൻ റൈറ്റ് മുസ്ലിം ലോയിൽ 3 സാഹചര്യത്തിലാണ് എന്താണ് അനുവദനീയം. എന്താന്ന് ഞാൻ പറഞ്ഞു തന്നു. ഈ വ്യക്തി വാങ്ങിക്കാൻ എലിജിബിലിറ്റി റൈറ്റ് ഉണ്ട്, അയാൾക്ക് ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, മാർക്കറ്റ് വാല്യൂ കൊടുക്കാനുള്ള സന്നദ്ധത വേണം. ഇത് കൊടുത്തില്ലെങ്കിൽ സ്യൂട്ട് കൊടുത്തോണമെങ്കിൽ ഏത് റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാം? ഈ
പ്രിയംഷന്റെ റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഓക്കെ, ഐഡിയ കിട്ടിയില്ലേ? ഇനി എന്തെങ്കിലും ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ. ഞാൻ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഏകദേശം തീർത്തു എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നാളെ കാണാം. Thank you, sir. Thank you so much. ഞാൻ ഗുഡ് നൈറ്റ് പറയുന്നില്ല. ഗുഡ് നൈറ്റ് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തന്നെ കിടന്നുറങ്ങും. ഗുഡ് നൈറ്റ് പറയുന്നില്ല കേട്ടോ. അല്ലല്ല, നിങ്ങൾ പഠിക്കേണ്ട നല്ല അടിപൊളിയായിട്ട് മാർക്ക്. എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് നമ്മുടെ